ചുടുചൂടൻ ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങൾ അവർ പറയുമ്പോൾ നിങ്ങൾ പറയും അങ്ങനെ പറ. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ ഹോട്ട് സീറ്റിൽ ഇന്ന് കിരൺ ഫിറോസ്. നമസ്കാരം. നമസ്കാരം. ഈ കുറെ പേർക്ക് ഇൻട്രോ കൊടുത്ത് കിരണിനായിട്ട് ഇന്റർവ്യൂ ചെയ്ത ഒരാളാണ് ഞാന്. അദ്ദേഹത്തെ മുമ്പിൽ എടുത്തിട്ട് ഇന്ന് സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളതിലെ ആ ഒരു സന്തോഷം ആദ്യം അറിയിച്ചോളട്ടെ. ഒരുപാട് സന്തോഷം. എന്നെ കാണാൻ പറ്റിയല്ലോ, എന്നെ കാണാൻ ഞാൻ കാത്തിരിക്കുക. യെസ്. സോ ബിഗ് ബോസിൽ തുടങ്ങി അതിന്റെ 3ാം സീസണിൽ കണ്ട മുഖമാണ്, വ്യക്തിത്വമാണ്. അതെ, 6-ൽ എത്തി നിൽക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇതിനിടയ്ക്കുള്ള ഒരു പാൻഡമിക് കാലഘട്ടത്തിലും കൂടി ഫേസ് ചെയ്തിട്ടുള്ള ഒരു സമയം കൂടിയായിരുന്നു അല്ലെ? 3ലേക്ക് എത്തി. ഞങ്ങളുടെ സീസൺ ആയിരുന്നു കറക്റ്റ് പാൻഡമിക് സീസൺ. അത് സീസൺ 2 വന്ന സമയത്തായിരുന്നല്ലോ ഇത് പൊട്ടി പുറപ്പെടുന്നത്. സീസൺ 3 വരുന്ന സമയത്താണ് ഇത് കുറച്ചുകൂടി അങ്ങ് ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത്. നമ്മുടെ ഷോയും സീസൺ 2ഉം പറഞ്ഞ പോലെ പകുതി വഴിയിൽ വെച്ച് നിർത്തുന്ന ഒരവസ്ഥ വന്നു. ഞങ്ങളത് 96ാമത്തെ ദിവസമാണ് നിർത്തുന്നത്. അതെ, നാട്ടിലെ ആളുകൾ ലോക്ക്ഡൌണിൽ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളൊരു വീട്ടിനകത്ത് തന്നെയാണ്. അതെ, വ്യൂവർഷിപ്പ് കൂടുതലാണ്. അതെ, ഏതാണ്ട് നിങ്ങൾക്കത് കാശുകാർ കൂടാനും പറ്റി. ഏതേ രീതിയിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മളെ കുറച്ച് നാളത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ പുറത്തോട്ടുള്ള പുറലോകം അറിയാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയുടെ മറ്റൊരു വേർഷൻ കൂടിയായിരുന്നു അല്ലെ? കറക്റ്റ് ആയിരുന്നു. മാത്രമല്ല ആ സമയത്ത് ഈ പറഞ്ഞ നമ്മൾ ഭയങ്കര ഭാഗ്യവാന്മാരായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ സീസണിലുള്ളവർ ബാക്കി ആർക്കും ജോലിയില്ലായിരുന്ന സമയത്ത് മമ്മൂക്ക പോലും വീട്ടിലിരിക്കുകയാണ്. ആ ടൈമിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ടൈമിൽ ഞങ്ങളെപ്പോലെ വളരെ കുറച്ച് പേര് ഭാഗ്യം ചെയ്തവരായിട്ട് ഒരു വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ ഇട്ടിട്ട് സമയത്ത് ഭക്ഷണം, സമയത്ത് ഈ പറഞ്ഞതുപോലെ കാശും ഒക്കെ ആയിട്ട് മനോഹരമായ കാലമായിരുന്നു ആ സീസണിൽ പങ്കെടുത്തവരെ സംബന്ധിച്ച്. പുറത്തിറങ്ങിയ ശേഷം അല്ല. മാറിയോ ശരിക്കും? കാരണം അതുവരെയുള്ള ഒരു പ്രതിച്ഛായ അത്തരത്തില് ഇമേജ് കുറച്ചുകൂടി ഇമേജ് കോൺഷ്യസ് ആണോ? എന്നെ സംബന്ധിച്ച് അങ്ങനെ പിന്നെ ഞാൻ നാളിതുവരെയും അങ്ങനെ അതായത് ഇമേജ് എന്നൊക്കെ പറയുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണല്ലോ. അയാളെ ബിൽഡ് ചെയ്യുന്നൊരു രീതി, അയാളുടെ ആക്ഷൻസിലുള്ളൊരു റിയാക്ഷൻ, സമൂഹം കൊടുക്കുന്നൊരു റിയാക്ഷനൊക്കെയാണ്. എന്നെ സംബന്ധിച്ച് വളരെ കുട്ടിക്കാലം മുതലേ അങ്ങനെ ഒരു ഇമേജ് ബിൽഡിങ് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മുടേതായിട്ട് അല്ലെങ്കിൽ നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നു. ഇപ്പം ലാലേട്ടനെ ഒരാൾ ഇഷ്ടപ്പെടുന്നു, ലാലേട്ടൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ കൺസ്യൂം ചെയ്യുന്നൊരു രീതി ഉണ്ടല്ലോ. അത്തരത്തിലൊരു ഇമേജ് ഒരു പക്ഷേ എനിക്കൊരു ഒരു ഷാഡോ ഇമേജ് ഒരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ തുറക്ക സമയത്ത് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം മുതലേ പറഞ്ഞ പോലെ അത്യാവശ്യം ധിക്കാരിയായ, തൻ്റെ ഏടിയായ, അത്യാവശ്യം വീട്ടുകാർ പറഞ്ഞാൽ കേൾക്കാത്ത അവനവൻ്റെ കാര്യം നോക്കുന്ന ഒരാളായിട്ടാണ് വളർന്നത്. അതുകൊണ്ട് എനിക്കതൊരു ഇമേജ് പ്രശ്നമായതായിട്ട് എനിക്ക് എന്തുകൊണ്ടോ ഫീൽ ചെയ്തില്ല. പക്ഷേ തിരിച്ചെൻ്റെ ലൈഫ് ഭയങ്കര സെറ്റായി. ഈ പറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു 96 ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി ഒരു 3 മാസവും കൂടെ കഴിഞ്ഞ് ഇതിൻ്റെ ഫുൾ പേയ്മെൻ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ വലിയ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്ന പലതും നടന്നു. ഇപ്പോൾ ചിലർ നമ്മൾ സൈലൻ്റ് ആവണം. നമ്മളതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അത് പിന്നെയും പ്രൊവോക്കിംഗ് ആകുമെന്നുള്ളത് കൊണ്ട് പറയാത്തതാണ്. എന്നെ സംബന്ധിച്ച് പലരും അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ശരിയാണ് വരുന്നത്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം പ്രശ്നമാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല. ആക്ച്വലി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം എൻ്റെ 2 മക്കളുടെയും വരാനിരിക്കുന്ന കുറച്ച് വർഷത്തേക്കുള്ള വിദ്യാഭ്യാസം സെറ്റായി എന്നൊരു പിതാവ് എന്നുള്ള നിലയിൽ എനിക്കൊരു ധാരണയുണ്ട്. 2 കിടന്ന് കട്ട വിലയായിരുന്നു. CC 10-15,000 രൂപ മാസം. അത് കംപ്ലീറ്റ്ലി നിന്നു. വീട് വയ്ക്കാൻ പറ്റി. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഇമേജ് എന്നുള്ളത് മാറ്റി നിർത്തിയാലും ലൈഫ് സെറ്റ് ആകുന്നൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഈ 96 ദിവസങ്ങളെന്നാണ്. എൻ്റെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആ കൂട്ടത്തിൽ നിന്ന് മിക്കവരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ശരിക്കും അങ്ങനെ വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോഴും അങ്ങനെ പോണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനം എടുക്കാൻ സമയം എടുക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ ശരിയാണോ? ഞാൻ അത്യാവശ്യം ആലോചിച്ച് ചെയ്യുന്ന ആളാണ്. എനിക്ക് സീസൺ 2 മുതലേ ഈ പറഞ്ഞ പോലെ വിളിയുണ്ട്. പക്ഷെ അന്ന് പോകാതിരുന്നത് ഈ പറഞ്ഞ അന്നും ഇമേജ് ശ്രദ്ധിച്ചോ അല്ലെങ്കിൽ അങ്ങനെ പോകണ്ട അങ്ങനെ ആലോചിച്ചോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് അത്യാവശ്യം നമ്മുടെ ഏഷ്യാനെറ്റിൽ നിന്നാണല്ലോ, എൻ്റെ തുടക്കം തന്നെ ഏഷ്യാനെറ്റിൽ നിന്നാണ്. അപ്പോൾ അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു ഏകദേശ ധാരണയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സീസൺ 2 എന്നെ വിളിക്കുന്ന ആ ടൈമിൽ. അപ്പോൾ ആ സമയത്തതിനേക്കാൾ കുറച്ചുകൂടി നല്ലൊരു അവസരം വരട്ടെ എന്നതാണ് സത്യത്തിൽ ഞാൻ ആലോചിച്ചിരുന്നത്. പക്ഷെ സീസൺ 3 വരുന്ന സമയത്ത് എനിക്ക് ഞാനുണ്ട് എന്നായതിനു ശേഷം പിന്നെ ഞാൻ അറിഞ്ഞതേ ഇല്ല ആരൊക്കെയുണ്ട്. പക്ഷെ സീസൺ 2 പോകുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം നമുക്ക് കോൾ വരുമല്ലോ, ആരെങ്കിലുമൊക്കെ ഉണ്ടോ, ഇന്നയാളുണ്ടോ, അവരുണ്ടോ, ഇവരുണ്ടോ. അതുകൊണ്ട് ഒരുപാട് ആലോചിച്ചൊന്നുമില്ല സീസൺ 3 പോകാൻ. സീസൺ 2 പോകുന്നതിന് ഞാൻ നന്നായിട്ട് ആലോചിച്ചിരുന്നു, വേണ്ടാന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സീസൺ 6 എത്തി നിൽക്കുകയാണ്. സീസൺ 6 എത്തി നിൽക്കുമ്പോഴും ഇപ്പോഴും ചർച്ചാ വിഷയങ്ങളിലും വിവാദങ്ങളിലും മുൻ വർഷങ്ങളിലെ കണ്ടസ്റ്റൻസ് തന്നെയാണ് ഇപ്പോഴും കളത്തിൽ നിൽക്കുന്നത് അല്ലെ? പുറം ലോകത്ത് സംസാരങ്ങളിലും വിവാദങ്ങളിലും നിൽക്കുന്നത്. അതെ, നിൽക്കുക എന്ന് പറയുന്നത് ഒരു ആവശ്യമാണ്. ഇത് ശരിക്കും കണ്ടസ്റ്റൻസിന്റെ അല്ലെങ്കിൽ ഉണ്ടായിരുന്നവരെ കുറച്ചുകൂടി ലൈവായിട്ട് നിൽക്കാന്നതിന്റെ ആവശ്യകതയാണോ, അത് കുറച്ചുകൂടി പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാൻ എന്താണ് ഇതിൽ? എനിക്കങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ പൊതുസമൂഹത്തിനെ ഉദ്ധരിക്കാനൊന്നും ആരും ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ.
ഇപ്പോൾ സീസൺ 1 കഴിഞ്ഞിട്ട് സാബുചേട്ടൻ, അങ്ങനെയാണെങ്കിൽ സാബുചേട്ടൻ സീസൺ 1 കഴിയുന്നത് മുതൽ ഈ 6 വരെയും ഇങ്ങനെ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കണ്ടേ. പുള്ളിയുടെ കാര്യം നോക്കി, പുള്ളിയുടെ ഇത് നമ്മൾ കരുതുന്ന പോലെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി വരികയും നമ്മൾ അതുവഴി കയറി അങ്ങ് പോവുകയും അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതൊരു മിഥ്യാധാരണയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു നെഗറ്റീവ് കണ്ടന്റ് ഉള്ളൊരു ഷോയാണ്. അതിനകത്ത് പങ്കെടുക്കുന്ന സകലമാന പേരുടെയും ഇമേജ് നെഗറ്റീവും. നമ്മൾ കരുതുന്ന പോലെ അത് ഈ നന്മമരത്തെ കണ്ടെത്താനുള്ളതല്ല. ഇവരൊക്കെ സ്വാഭാവികമായിട്ട് പറയുന്നത് പോലെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സൂപ്പർ താരങ്ങളായിട്ടുള്ളവർക്ക് പോസിറ്റീവായിട്ടുള്ള അപ്രീഷിയേഷൻ കൊടുക്കുന്ന ആൾക്കാരുമുണ്ട്, നെഗറ്റീവായിട്ട് എതിർക്കുന്നവരും ഉണ്ടെന്ന് പറയുന്ന പോലെ ഒരു കണ്ടസ്റ്റൻ്റായിട്ട് നമ്മൾ ബിഗ് ബോസിൽ വരുമ്പോൾ പോസിറ്റീവായിട്ട് അംഗീകരിക്കുന്ന ആൾക്കാരും കാണും, നെഗറ്റീവായിട്ട് അംഗീകരിക്കുന്ന ആൾക്കാരും കാണും. ചിലർക്കത് കൂടുതലായിരിക്കും, പോസിറ്റീവായിട്ട് അംഗീകരിക്കുന്നവർ കൂടുതലായിരിക്കും, ചിലർക്ക് നെഗറ്റീവായിട്ട് അംഗീകരിക്കുന്നവർ കൂടുതലായിരിക്കും. രണ്ട് തന്നെയാണെങ്കിൽ ഇവർക്ക് ഒപ്പണൻസും ഉണ്ട്, അവരുടെ ആശയങ്ങളെ ചോദ്യം ചെയ്യുന്നവരുമുണ്ട്. ഇപ്പോൾ ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഒരു സീസൺ കഴിഞ്ഞിട്ട് ഒരാൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ സമൂഹത്തിനെ ഉദ്ധരിക്കാനായിട്ട് ഇതുവരെയും ആരും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ ലൈവിൽ നിൽക്കണമല്ലോ. അങ്ങനെ ഇത്രയും നെഗറ്റീവ് വരുന്നു എന്നുള്ളത് ബോധപൂർവ്വം അറിഞ്ഞിട്ടും പിന്നെ പോവാൻ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ്? ഈ പൈസ തന്നെയാണോ ഇതിന്റെ? അതല്ലാണ്ട് അതിനകത്ത് മറ്റത് ഈ രണ്ട് സാധനങ്ങളാണ് അതിനകത്ത്. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഇരുന്ന് ഷോ ചെയ്യുന്നത്, ഞാൻ ഇത്രയും നാൾ ഈ പറഞ്ഞ പോലെ ജീവിച്ചത് ഒക്കെ രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, നമ്മുടെ പ്രശസ്തി എന്നത് നല്ല രീതിയിൽ പുറത്തു വരണം, കുപ്രസിദ്ധി അല്ലാത്ത പ്രസിദ്ധി. രണ്ട്, നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള പൈസ ഇടണം. ഇത് രണ്ടും എനിക്കൊരാൾ ഓഫർ ചെയ്യാണ്. അങ്ങനെ ലോകപ്രശസ്തമായിട്ടുള്ളൊരു ഷോയിൽ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിൽ, മലയാളം ഇൻഡസ്ട്രിയിൽ നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഷോയിൽ, ലെജൻഡറി ആക്ടർ ആയിട്ടുള്ള ഒരു ആങ്കർ ഉള്ളൊരു ഷോയിൽ എന്നെ വിളിക്കുകയാണ്. അപ്പോൾ കാശ് കിട്ടും, കാശ് ഈ പറയുന്നത് കിട്ടും. അത് ഈ പറയുന്ന പോലെ ഇടനിലക്കാർ അതിനകത്ത് നിന്ന് ചെന്നായ്ക്കൾ ചോര കുടിക്കാൻ വരുമ്പോൾ ഈ എങ്ങനെ നിൽക്കുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും. ഈ പറഞ്ഞുറപ്പിക്കുന്ന കാശിന് ഈ കയറിയാൽ എനിക്ക് ഒരു ദിവസം കിട്ടുന്ന തുക എന്ന് പറയുന്നത് ചെറിയ തുകയല്ല. എൻ്റെ ഡിമാൻഡിങ് അനുസരിച്ച്, എന്നെ മാർക്കറ്റ് എങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും. ഇപ്പോൾ റോഷൻ്റെ മാർക്കറ്റ് ലെറ്റ്സ് സേ പിന്നെ ഒരു ടി വി ആങ്കറാണ്, ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ആങ്കറാണ്, ഒരു ദിവസം ഒരു 10,000 രൂപയൊക്കെ ബോത്തായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ണും പൂട്ടി 40,000 രൂപ ചോദിക്കാം. അവരൊരു 35,000 രൂപയിലോ 30,000 രൂപയിലോ ഒരു ദിവസം അത് കോട്ടയം 10 ദിവസമായപ്പോൾ എത്രയായി? 30,000 രൂപ ഒരു ദിവസമാണ് ഈ പോണ്ടെന്ന് പറയുമോ? ഇപ്പൊ ഈ പുറത്തിരുന്ന് കളി കാണുന്നവർ പറയുന്ന പോലെ അല്ല. അവനവന്റെ നിലയും വിലയും എങ്ങനെ വേണമെങ്കിലും ബാധിക്കട്ടെ, പൈസയാണ് വേണമെന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. അവനവന്റെ നിലയും വിലയും എന്നത് ആരുടെ പോയിന്റാണ്? ഈ അവനവന്റെ നിലയും വിലയും നമ്മൾ ചിന്തിക്കുന്നതാണോ അതോ മറ്റുള്ള ഏത് പോയിന്റ്? നമ്മുടെ ഇപ്പൊ സൊസൈറ്റി എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് പോകുന്ന ഒരു കണ്ടസ്റ്റന്റും അവനവന്റെ നിലയും വിലയും മറന്നൊന്നും ചെയ്യുന്നില്ല. മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നതല്ലേ. ഇവന്റെ വില ഇങ്ങനെയാണ്, ഇന്നയാൾ ഇങ്ങനെയാണ്, ഇന്നയാൾ ഇതുപോലെയാണ് എന്നുള്ള മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നതാണ്. മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പൊ ഈ സംസാരിക്കുന്ന എനിക്ക് അടുത്ത സീസണിലേക്ക് ഒരു കോൾ വരികയാണ്. എനിക്ക് നല്ല ഇമേജ് ഉണ്ട്, വീട്ടിൽ നല്ല മോനാണ്, അത്യാവശ്യം നല്ല ഇതൊക്കെ ഉണ്ട്. എനിക്ക് അവർ മാസം ഒരു ദിവസം ഒരു 30,000 രൂപ അല്ലെങ്കിൽ 40,000 രൂപ തരുന്നു. എനിക്ക് 3 മാത്രം വ്യൂവേഴ്സ് ആയിരുന്നു. മലയാളത്തിലെ ടോപ്പ് റേറ്റിംഗ് ഷോ ആയിരുന്നു. എല്ലാ വ്യാഴാഴ്ചയും അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ ഷൂട്ട് ചെയ്യപ്പെടുന്ന ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എനിക്ക് അത്യാവശ്യം വഴക്ക് കിട്ടുന്നു, അംഗീകാരം കിട്ടുന്നു. ഈ വേണ്ടെന്ന് പറയുമോ? പക്ഷേ ഇവിടെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഫിറോസ്കോ ചോദിക്കുമ്പോൾ ഫിറോസ്കോ പറയുന്നുണ്ട് ഇത് കൃത്യമായിട്ട് ഇതിന് നെഗറ്റീവ് ഷെയ്ഡാണ് കിട്ടുക എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ സ്റ്റേറ്റ്മെന്റിലോട്ട് എത്തുന്നില്ല. അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവർ മറു ചോദ്യം ചോദിച്ചത്. അത് വരുന്ന അറിഞ്ഞിട്ടും എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ മോനെ. ഇപ്പൊ നമ്മൾ ഈ 6 സീസണെ മലയാളത്തിൽ കണ്ടുള്ളൂ എങ്കിലും 16ഉം 17ഉം സീസൺ ഇന്ത്യൻ ലാംഗ്വേജസിൽ കണ്ടു. അതിനു മുമ്പ് എത്രയോ നാൾ മുതൽ ബിഗ് ബ്രദർ പോലെയുള്ള ഹോളിവുഡ് ഷോസ് ഉണ്ട്. അപ്പോൾ ഈ ഷോസിൽ ഒന്നിലും തന്നെ പോസിറ്റീവ് ഇല്ല. ഇതിൻ്റെ ഔട്ട്കം എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. എങ്ങനെയാണ് ഇവർ മണി മേക്ക് ചെയ്യുന്നത്? അല്ലെ ലാലേട്ടൻ 18 കോടി രൂപയോ 19 കോടി രൂപയോ ഒക്കെ കിട്ടുന്നു എന്നൊക്കെയാണ് ഞങ്ങളുടെയൊക്കെ അറിവ്. ഇതൊക്കെ പറഞ്ഞു കേട്ടുള്ള അറിവാണ്, നമ്മളതിൻ്റെ രേഖകൾ കണ്ടിട്ടില്ല. എന്തുകൊണ്ട് ലാലേട്ടന് നെഗറ്റീവ് വരുന്നില്ലേ? എന്തുകൊണ്ട്? ഇതിൻ്റെ എൻഡ് ഫാക്ടർ എന്താണ്? നമ്മളിനി എത്ര കുത്തിയിരുന്ന് കമൻ്റ് ഇട്ടാലും എത്രമാത്രം ഈ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്താലും എൻഡ് ഫാക്ടർ കാശാണ്. കാശ് കിട്ടുന്ന, പ്രശസ്തി കിട്ടുന്ന ഒരിടത്തേക്ക് ഒരാൾ പോവും. അതെങ്ങനെ മേക്ക് ഔട്ട് ചെയ്യണം എന്നുള്ളത്. നമ്മളിപ്പോൾ നല്ലൊരു മനുഷ്യനാണെന്ന് വെച്ചോളൂ, നമ്മൾ ഭയങ്കര നല്ല മനുഷ്യനാണ്, ബിഗ് ബോസിൽ പോയി അതേ ഇമേജിൽ പുറത്തിറങ്ങുന്നതാണ് ഇറങ്ങില്ല. ശരിക്കും അങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോൾ അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഇതിനൊപ്പം തന്നെ പല ലക്ഷ്യങ്ങളുള്ള ആളുകളായിരിക്കാം. ഫിറോസ്ക് ഇപ്പോൾ അവിടെ പോകുന്നതിന് അതിന് മുമ്പേ ചാരിറ്റി കാര്യങ്ങളിൽ ആക്റ്റീവ് ആയിട്ടുള്ളതാണ്, കുറെ കൂടി ഫണ്ട് സമാഹരിക്കാൻ ഉപകാരപ്പെടുന്നുള്ള ചിന്തയുണ്ടായിരുന്നു. ഒരു പക്ഷേ ചിലവരത് മൂവി ഫോക്കസ് ചെയ്തായിരിക്കാം, മറ്റു കരിയർ ബിൽഡ് ചെയ്ത്. എവിടേക്കോ ബിഗ് ബോസിൽ അങ്ങനെ കണ്ട് ഇതിന് ശേഷം ഇത് നഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത്തരം അവസരങ്ങൾക്ക് കൂടി അത് തടസ്സമായിട്ട് മാറാനുള്ള ഒരു സാധ്യത കൂടി ഇല്ല. ശരിക്കും നമ്മുടെ വിൽ പവർ പോലെ ചെയ്യും. ഇപ്പം ഞാൻ എന്തിന് പോയോ അത് ചെയ്തു. അതായത് ഇപ്പോൾ ഈ ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്തൊന്നും ഞാനത് പറഞ്ഞിരുന്നില്ല. അതായത് എനിക്കൊരു ഒരു ചാരിറ്റി ഓർഗനൈസ്, ആക്ച്വലി അത് ചാരിറ്റി അല്ല, എനിക്കെന്തെങ്കിലും ചെയ്യണം, ഗിവിങ് ബാക്ക് ടു ദ സൊസൈറ്റി എന്നുള്ളതാണ് നമ്മുടെ ഒരു ടേം. അപ്പോൾ എനിക്ക് സമൂഹം തരുന്നതിന് നമ്മൾ തിരികെ സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അല്ലാതെ ചാരിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഫണ്ട് ഞാൻ മേടിച്ചിട്ട്
മറ്റൊരാൾക്ക് കൊടുക്കലാണല്ലോ ചാരിറ്റി. ആ പരിപാടി എനിക്കില്ല, അന്നുമില്ല, ഇന്നുമില്ല, ഇനി നാളെ അതുണ്ടാവുകയില്ല. നമ്മുടെ ഒരു ഭാഗം, ഞാനുണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ ഈ സർക്കാരിന് ടാക്സ് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ആവശ്യപ്പെടുന്ന അർഹതപ്പെടുന്ന മനുഷ്യർക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ കോൺസെപ്റ്റ്. ഞാനതിലെത്തി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് സായി. സായിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സിനിമ. അസാധ്യമായിട്ട് ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കതിന് ഭയങ്കര റെസ്പെക്റ്റ് വേണം അവനോട്. പക്ഷെ അവനത് എത്താനായില്ല. എത്തിയേക്കും ഭാവിയിൽ, നമ്മൾ അത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അവനത് എത്തിയേക്കും. അതുകൊണ്ട് നമ്മൾ എന്തിന് പോകുന്നു, അല്ലെ നമ്മുടെ ആഗ്രഹത്തിന് വിലങ്ങുതടിയായിട്ട് ബിഗ് ബോസ് വരും എന്നെനിക്ക് തോന്നിയിട്ടില്ല. നമ്മളെ കുറെ കൂടെ ശ്രദ്ധിക്കല്ലേ, നമ്മളിതിങ്ങനെ പ്രസരിപ്പിക്കുകയല്ലേ, നമ്മൾ ഈ ഇന്നതാണ് നമ്മുടെ ആഗ്രഹം എന്നിങ്ങനെ പ്രസരിപ്പിക്കുകയല്ലേ. ഇപ്പോൾ സായിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയാണ്, സായിയെ ശ്രദ്ധിച്ച ഒരുപാട് സിനിമാക്കാർ കണ്ടേക്കാം, തക്കതായിട്ടുള്ളൊരു വേഷത്തിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടാവില്ല ഇതുവരെ. ആ സമയമാകുമ്പം വിളിച്ചേക്കാം. എന്നാൽ തിരികെ ഇപ്പം മണിയുടെ കാര്യം പറയുകയാണ്. മണി അത്യാവശ്യത്തിലേറെ സിനിമകളൊക്കെ ചെയ്ത് വളരെ പോപ്പുലറായിട്ട് നിന്ന ആളാണ്. നോബി ഒരുപാട് സിനിമകൾ ചെയ്ത് നിന്ന ആളാണ്. അവർക്കൊന്നും അവരുടെ അവസരങ്ങൾ നഷ്ടമായിട്ടില്ല. അതുകൊണ്ട് ബിഗ് ബോസ് ഒരാളുടെ വളർച്ചയ്ക്ക് തടസ്സമാകും എന്ന സ്റ്റേറ്റ്മെന്റിനോട് അവരത്രത്തോളം സജീവമായിട്ട് നിന്നിരുന്ന ആളാണ് എന്ന് പറഞ്ഞു. ചേട്ടനാണെങ്കിലും അല്ലെങ്കിൽ ഷാജി ചേട്ടനാണെങ്കിലും കുറെ പേര്. പക്ഷെ അവരെവിടെ ഇന്ന് ഇഷ്ടംപോലെ പടം ചെയ്യണം. അതാണ് നമ്മളെപ്പോഴും നമ്മൾ കാണേണ്ടത് മാത്രം കാണുന്നു എന്നുള്ളതാണ്. മണിയെ ഒരുപാട് പേര് ചോദ്യം ചെയ്ത് കണ്ടു. ഇതിന് മുമ്പത്തെ എൻ്റെ തന്നെ ഇൻ്റർവ്യൂവിൽ ഞാൻ മണിയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അത് അങ്ങനെയല്ല, പുള്ളിക്ക് ഇപ്പോൾ പടമില്ല എന്ന്. അങ്ങനെയല്ല, മണിക്ക് പടമുണ്ട്. മണിയുടെ ഒരു ഭയങ്കര പോപ്പുലറായ സിനിമകളുടെ ഭാഗമാകുന്ന ഒരു ശീലത്തിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി സെലക്റ്റീവായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കുറച്ചുകൂടി സെലക്റ്റീവായി അവൻ ലീഡ് ചെയ്യുന്ന സിനിമകൾ അവൻ തിരഞ്ഞെടുത്തു. ഇപ്പോൾ എന്തോ ഒരു പുതിയ പടത്തിൻ്റെ, ഞാൻ 2 ദിവസം മുമ്പ് ഫാമിലി ആയിട്ട് സിനിമയ്ക്ക് പോയപ്പോൾ ഫ്രണ്ടിൽ എന്തോ മുത്തപ്പൻ എന്നെന്തോ പറഞ്ഞിട്ടൊരു പടത്തിൻ്റെ പോസ്റ്ററാണ്. അത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് അവന് പടം ഉണ്ടാകരുത് എന്നുള്ളതാണെങ്കിൽ പടമില്ല. നോബി എത്രയോ സിനിമകളുടെ ഏറ്റവും ഒടുവിൽ അവൻ്റെ തിയേറ്റർ റിലീസായ പടമാണ് പ്രണയം ഇപ്പോഴും തുടരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു നല്ല പടമായിരുന്നു. അത് അത്യാവശ്യത്തിലേറെ റെക്കഗ്നേഷനുള്ള പടം. ഒപ്പം വാഴ ഒരു പടം ഇന്നലെ ഡിക്ലെയർ ചെയ്തു. ഇവർക്ക് എല്ലാവർക്കും സിനിമയുണ്ട് പോലെ. നമ്മൾ ഈ അതായത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നെഗറ്റീവ് ഷെയ്ഡാണ് എന്ന് വരുത്തി തീർക്കാൻ ഉള്ള കണ്ണിൽ നമ്മൾ നോക്കിയാൽ നെഗറ്റീവ് തന്നെയാണ്. അതല്ലാണ്ട് അതിനകത്ത് ഓപ്പർച്യൂണിറ്റീസ് എന്തെന്ന് നോക്കിയാൽ, ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമ സാബുച്ചേട്ടന് കിട്ടുന്നത് എപ്പോഴാണ്? അതായത് പലവട്ടം പുള്ളി അത് പറഞ്ഞിട്ടുണ്ട്. പേളിമാണിയുമായിട്ടുള്ളൊരു അടി കൂടുന്നൊരു സമയത്ത്, ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ രൂപഭാവങ്ങളും ഇദ്ദേഹത്തിന് മറ്റേ പേരൊക്കെ പറഞ്ഞ് വിളിച്ചാൽ അതായിരിക്കാം ഒരുപക്ഷെ പറഞ്ഞ ജല്ലിക്കെട്ട് പോലൊരു പടത്തിനകത്തേക്ക് അദ്ദേഹത്തിനെ കൈപിടിച്ച് കയറ്റിയേ. ഇവരെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നെയും ഈ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെയൊക്കെ എവിടേക്കോ ആരൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ട്. കറക്റ്റ് സമയം വരുമ്പോൾ അത് വരും. ബിഗ് ബോസിൽ പോയതുകൊണ്ട് എനിക്ക് നഷ്ടം ഉണ്ടാവില്ല, ലാഭം ഉണ്ടാവുള്ളൂ. ഈ നേട്ടം ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഇറങ്ങി കിട്ടിയൊരു നേട്ടത്തെ പറ്റിയിട്ട്, ഇപ്പം നെഗറ്റീവ് പ്രതീക്ഷിച്ച് പോയ ഒരാൾ അതല്ല സംഭവിച്ചത്, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വഴിയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും നെഗറ്റീവ് പ്രതീക്ഷിച്ചില്ല. ഇല്ല, പക്ഷേ ഞാൻ നെഗറ്റീവ് പ്രതീക്ഷിച്ചു. പക്ഷെ ഇമാതിരി നമുക്കൊരു കൊടൂര വില്ലൻ ഇമേജിലേക്ക് കൊണ്ടുവരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ അത് ആ ഷോ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിലും നല്ല പ്രവർത്തികൾ കുറേ ആയി കഴിഞ്ഞാൽ എവിടേക്കോ ഇതിന് എന്തൊരു വശപ്പശ ഉണ്ടെന്ന് ചിന്തിക്കുന്ന, ശരിക്കും മലയാളി അങ്ങനെ ഒരു ബോധം മനുഷ്യ സഹജമാണ്. ഉണ്ട്. അത് നമ്മളത് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളതുമായിട്ട് ട്യൂൺ ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരാൾക്ക് സ്ഥിരമായിട്ട് ഈ പറഞ്ഞ പോലെ ഭക്ഷണം എത്തിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, ഏതിങ്ങനെ ഒരു റെഗുലർ ബേസിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ ടിഫിൻ കിട്ടുന്നതിനനുസരിച്ച് ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ടിന് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നാൽ എൻ്റെ ക്ലാസ്മേറ്റ്സ് പതിയെ പറഞ്ഞു കൊടുക്കും ഇവനെന്തോ സംഗതി. അത് മനുഷ്യ സഹജമാണ്. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ കൃത്യത, സൂക്ഷ്മത, അതിൻ്റെ ഒരു സുതാര്യത എന്നത് നമ്മൾ നോക്കിയാൽ മതി. ബിഗ് ബോസിൽ എനിക്ക് കുറച്ചുകൂടി എൻ്റെ ചോദ്യത്തിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്യുന്നത് ഈ ഒരു വില്ലൻ ഇമേജ് വരിക എന്ന് പറയുന്നത് ആ ഷോയുടെ ആവശ്യമാണ്. അപ്പം നമ്മളവിടെ നല്ലത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങനെ ചെയ്ത ആളാണ്. ഞാൻ ചെന്നിട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും പറയുമായിരുന്നു, നമ്മളായിട്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാക്കരുത്, ഒന്ന് മാറിയിരിക്കണം. പക്ഷേ പറഞ്ഞുകൊണ്ട് അവിടെ പോയിട്ട് നന്മമരം പേര് നന്മമരം ഒന്നല്ല, ഓണമില്ലെന്നാ പേര് വന്നേ, കട്ടിലെന്ന് വരുന്നു. സംഗതി എന്താണ്, ഒരിടത്ത് മാറിയിരുന്നാണ് അവരെന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. പക്ഷെ ഒരു 50ാമത്തെ എപ്പിസോഡ് എത്തിയപ്പോൾ ഞാൻ ഈ ഷോ രഹസ്യങ്ങളൊക്കെ മുമ്പ് പറയത്തില്ല, പക്ഷെ ഇപ്പം നമുക്കത് പറയാം, പലരും പറയുന്നുണ്ട്. ഒരു 50ാമത്തെ എപ്പിസോഡ് എത്തിയപ്പോൾ എന്നെ അന്തസ്സായിട്ട് അവർ വിളിച്ചിരുത്തി പറഞ്ഞ് പുറത്താക്കും. 50 എപ്പിസോഡ് വരെ നിങ്ങൾ വളരെ മനോഹരമായിട്ട് കളിച്ചു, പക്ഷേ റേറ്റിംഗ് ഇല്ല. ഞാൻ ക്യാപ്റ്റനായിരുന്ന ടൈമാണ് ഏറ്റവും കൂടുതൽ എന്നെ വിമർശിക്കപ്പെട്ട ടൈം. ഞാൻ ക്യാപ്റ്റനായിരുന്ന ടൈമിൽ എനിക്കിപ്പോഴും അഭിമാനമാണ്. അതിനുള്ള കാര്യം എന്താ അറിയുമോ, ആ ഒരാഴ്ച അടി കിടന്നില്ല. ഞാൻ ക്യാപ്റ്റൻസിയിലേക്ക് വരുമ്പോൾ ലാലേട്ടൻ തന്നെ എന്നോട് പറഞ്ഞത് വളരെ സമാധാനമായിട്ടിവിടെ പോകണം. ഞാൻ അതുപോലെ നോക്കി സമാധാനമായിട്ട് ഒരാഴ്ച കൊണ്ടുപോയി. ആരും ഷോ കണ്ടില്ല, ഒരാൾക്കും ആ സമാധാനത്തിൻ്റെ ആവശ്യമില്ല. പിറ്റേ ആഴ്ച ലാലേട്ടൻ വന്നു, എന്നെ ഇനി പറയാനൊന്നുമില്ല, അമ്മാതിരി ചീത്ത വിളിച്ചു. കാര്യം ഞാൻ റേറ്റിംഗ് താഴെ പോയി. എന്നിട്ടും അവർക്ക് എന്നെ പുറത്താക്കുന്നതിലൊരു ചെറിയ സങ്കടം ഉള്ളത് കൊണ്ടാവണം അവർക്ക് എനിക്കൊരു ക്ലാസ് തന്നു. എന്നെ പിടിച്ചകത്തിരുത്തി ഒരു സൈക്യാട്രിസ്റ്റിനെയോ ഒരു കൗൺസിലറെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് എന്നെ
എന്നെ ഉപദേശിച്ചു, ഇങ്ങനല്ല കളിക്കേണ്ടേ, നിങ്ങൾ അറിഞ്ഞ് കളിക്കണം, തിരിച്ച് ശരിക്കും ആ കളിക്കണം. ചെയ്യണത് ശരിക്കും മറ്റു മത്സരാർത്ഥികൾ ചെയ്യുന്ന ഒരു നീതികേട് കൂടിയല്ല ഇത്. നമ്മൾ എഗ്രിമെന്റ് എഴുതി കയറി എന്ത് നീതികേട്. ഈ ബിഗ് ബോസിൽ സംഭവിച്ചൊരു നീതി എനിക്ക് പറഞ്ഞത്, ഇപ്പൊ അവിടെ നിന്ന് ഇത്രയും ഒരു പ്രഷർ കാര്യങ്ങൾ എന്നുള്ളത് ആ ഗെയിമിന്റെ ഷോയുടെ ഭാഗമാണ്, വിനോദ അല്ലെ? പല രീതിയിലേക്ക് അത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കാം. സോ ഒരാൾ മത്സരാർത്ഥി അതനുസരിച്ച് കളിക്കുക എന്നുള്ളതാണ് ആ ഒരു ഷോയുടെ ഒരു പാറ്റേൺ, അല്ലെ? സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ അത് ചെയ്യുന്നില്ലെങ്കിൽ പ്രത്യേകമായിട്ട് വിളിച്ചൊരു ക്ലാസ് എടുക്കുക, അത് ചെയ്യേണ്ട മത്സരാർത്ഥികളോടുള്ള നീതികേടല്ല, അത് ബിഗ് ബോസിനോടുള്ള നീതികേടാണ്. അതല്ലേ സത്യം? അതെ. അല്ല, ഒപ്പം തന്നെ അങ്ങനെ ഒരു ഫേവറിസം, അങ്ങനെ ഒരു ക്ലാസ് മറ്റു മത്സരാർത്ഥികൾ കൊടുത്തിരുന്നോ? മിക്കവർക്കും കൊടുക്കുന്നത്. നമ്മൾ പറയുന്ന പോലെ ഇത് പുറത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റാത്തതോ, അല്ലെങ്കിൽ ഇത് നിങ്ങൾ എന്തോ കരുതുന്നത് ഇതൊരു ഷോയാണ്, ഇതൊരു TV ഷോയാണ്. നമ്മുടെ ഈ ഇന്റർവ്യൂ പിന്നെ നമ്മൾ ലെറ്റ്സ് ഇത് വളരെ യാദൃച്ഛികമായി സംഭവിക്കേണ്ട കാര്യങ്ങളാണെന്നൊക്കെയുള്ള ആൾക്കും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കരുതുക. പക്ഷെ എനിക്കും റോഷനും അതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ടെക്നിക്കലി അറിയാവുന്നവർക്കും ഈ ക്യാമറമാനും ഒക്കെ അറിയാം, എൻ്റെ ചെവിയിലൊരു ഇന്നീറുണ്ട്. ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരാളുടെ നിർദ്ദേശം അനുസരിച്ചാണ്. എൻ്റെ ചോദ്യങ്ങൾക്ക് ഞാൻ തരുന്നതിൽ ഈ എടുക്കുന്ന തീരുമാനത്തിന്റെയും മുകളിൽ മറ്റൊരാളും കൂടിയുടെ അയാളുടെ ബ്രെയിനും കൂടി അതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നതുപോലെ ഒരു TV ഷോ ആയിരുന്നു. അങ്ങനെ ഒരു ഷോ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ സീസൺ 6 എത്തുമ്പോൾ ഇത്ര അധികം സംഘാടകർക്കെതിരെ മത്സരാർത്ഥികൾ സംസാരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും? മുൻപ് സംസാരിച്ചപ്പോൾ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയത് കൊണ്ടാണ്. ഞാൻ ഇറങ്ങിയ ഉടനെ തന്നെ പറഞ്ഞല്ലേ, അന്ന് എൻ്റെ ഇമേജ് എനിക്ക് ഊഹിക്കാവുന്ന പോലെ തന്നെ വളരെ നെഗറ്റീവായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനപ്പോൾ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് എൻ്റെ ആ സമയത്തെ ഒരു വിഷമം തീർക്കുന്നതായിരുന്നു. അങ്ങനെ ആയിരുന്നില്ല. ആദ്യ സീസണിൽ സാബുചേട്ടൻ പറഞ്ഞിരുന്നല്ലോ, അന്നൊന്നും ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ മറ്റേ മാറാരുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതോടുകൂടിയാണ് ഇത്രയും മാത്രം. എപ്പോഴും ഒരു സ്ത്രീ എന്ന എലമെന്റ് ഇതിനകത്ത് വരുമ്പോഴാണല്ലോ കുറച്ചുകൂടി അത് ആളിക്കത്തുന്നത്. ഇത്രയും നാൾ അങ്ങനെ ആരും പറഞ്ഞിരുന്നില്ല. അങ്ങനെയുള്ള അനുഭവങ്ങളും ആർക്കും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് കഴിഞ്ഞു പോയ എല്ലാ സീസണുകളിലെയും എല്ലാ മത്സരാർത്ഥികളുമായിട്ടും ഒരു നല്ല ബന്ധമുണ്ട്. ഒരു പിന്നെ ഭയങ്കര അടുത്ത ബന്ധമല്ല, പക്ഷെ എല്ലാവരുമായിട്ടും നമുക്കൊരു നല്ല ബന്ധമുണ്ട്. ഇതിൽ പലരും നമ്മളെ വിളിച്ച് സംസാരിച്ചിട്ടാണ് പോയത്, അല്ലെ പോയിട്ട് വന്നിട്ട് വിളിച്ചിട്ടുണ്ട്. ഇവരാരും തന്നെ അത്തരത്തിലൊരു ഇത് പറഞ്ഞിട്ടില്ല. നമ്മുടെ പിന്നെ സീസണിനകത്താണെങ്കിൽ അത്യാവശ്യം എല്ലാ പെൺകുട്ടികളുമായിട്ടും സ്ത്രീകളുമായിട്ടും എനിക്ക് നല്ല ബന്ധമായിരുന്നു. അപ്പോൾ ഭാഗ്യേച്ചിയിൽ തുടങ്ങി സൂര്യ വരെ നീളുന്ന എല്ലാവരുമായിട്ടും വളരെ പേഴ്സണലി ഉള്ള അടുപ്പമുണ്ട് ഇപ്പോഴും. അത് ഈ പറഞ്ഞ വിഷയങ്ങളുണ്ടായ ഡിംപിളുമായിട്ടാണെങ്കിൽ കൂടി എനിക്ക് ആ ബന്ധമുണ്ട്. ഇവരാരും തന്നെ അത്തരക്കാരല്ല. അത് നമുക്ക് സെൻസില്ല. നമ്മൾ ഇത്ര 10-40 വർഷം ജീവിച്ചില്ലേ, നമുക്ക് അറിയില്ലേ ഒരാൾ. ഏത് തരത്തിലായിരുന്നു ഷോയ്ക്ക് എതിരെ സംസാരിച്ചത്? എനിക്ക് തോന്നുന്നത് ഇതിന്റെ മെയിൻ സംഘാടകരായിരിക്കണമെന്ന് തോന്നുന്നില്ല മോനെ. ഇതിന്റെ ഒരു ലെവലുണ്ടല്ലോ, ഇപ്പോൾ ടോപ്പ് ലെവലിലായിട്ടുള്ളൊരു സംഘാടക ടീമുണ്ട്, ഏഷ്യാനെറ്റിൻ്റെ ഒരു ടീമുണ്ട്, അതിൻ്റെ തൊട്ട് താഴെ ഒരു എക്സിക്യൂഷൻ ടീമുണ്ട്, അതിൻ്റെ താഴെ അടുത്തൊരു ക്യാമറ ടീം പോലെ, അങ്ങനെ ഒരു ഈ ലെവലുകളിലെ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. ഇത് മറ്റേ നമ്മൾ പറയുമ്പോൾ സംഘാടകർ എന്ന് പറയുമെങ്കിലും ഈ ക്രൂവിലുള്ള ഒരാളായിരിക്കും. ഇപ്പം എൻ്റെ അനുഭവത്തിൽ അത്തരത്തിലുള്ള ഒരാൾ അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. അയാൾക്ക് കൊടുക്കേണ്ടത് ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് അവിടെ തീർന്നു. ആ ഇടപെടൽ എന്ത് തരത്തിലായിരുന്നു? അതായത് നമ്മൾ അവിടെ നിൽക്കുകയാണല്ലോ, അപ്പം നമ്മുടെ ഫോൺ കാര്യങ്ങൾ സാധനങ്ങളെല്ലാം ഇവരുടെ കയ്യിലായിരിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ സ്വാഭാവികമായിട്ട് ടെൻഷൻ ആവും. ഇവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതിൽ ആരുടെ നമ്പറെങ്കിലും തപ്പിയെടുക്കുക, എന്നിട്ട് അവരെ വിളിക്കുക എന്നുള്ളതായിരിക്കും. മെയിൻ സംഘാടകരുടെ നമ്പർ കിട്ടത്തില്ല, കിട്ടുന്ന സംഘാടകരെ ആയിരിക്കും ഇവർ വിളിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വീട്ടിൽ നിന്ന് അത്തരത്തിൽ എന്നെ ഭയങ്കരമായിട്ട് ഇതായപ്പോൾ ഇവർക്ക് എന്നെ ഇങ്ങനെ വിട്ടാൽ മതിയതായി. അവർക്ക് മനസ്സിലായല്ലോ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഒരു സ്ക്രിപ്റ്റഡ് ബേസിൽ പോവാണ്. പിന്നെ കാരണം 10-20-25 വർഷം കൂടെ ജീവിക്കുന്ന ഒരാൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് പോലെ അല്ലല്ലോ 90 ദിവസത്തെ ഒരു ഷോയ്ക്കകത്തൂടെ കാണിക്കപ്പെടുന്നത്. അപ്പോൾ അത് പതിയെ ഡൈവേർട്ടായി. ഈ കോണ്ടാക്ട് ചെയ്യപ്പെട്ട ആൾ, അയാളുടെ ഒരു കുടുംബമുണ്ട്, അയാൾ എന്നോട് വന്ന് ഈ വിഷയത്തിൽ ക്ഷമ പറയുകയും അയാളുടെ കുടുംബം നശിച്ചു പോകുന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് ഞാൻ ആ പേര് പറയുന്നത്. പക്ഷേ മിക്കവർക്കും അറിയാം, അതിൻ്റെ സംഘാടകർക്ക് അറിയാം, ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിയമപ്രകാരം നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇയാളാണ് ഇവിടുത്തെ സർവസ്വം എന്ന് ഇയാൾ വരുത്തി തീർക്കുകയും പതിയെ അതിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. വളരെ മോശമായിട്ടാണ്. അതായത് അവിടുത്തെ മുറിയൊക്കെ ഓഫർ റേറ്റൊക്കെയാണ് പുള്ളി ഫാമിലിയോട്. അപ്പൊ തന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് അങ്ങനെ ഒരു സാധ്യത വന്നേക്കാം എന്നത് നമ്മൾ പോകുന്നതിന് മുമ്പേ മുൻകൂട്ടി നമ്മൾ കണ്ടല്ലോ. ഇവിടെ ഈ കോൾ റെക്കോർഡഡ് ആയിരുന്നു. ഒരു വട്ടം ചാറ്റ് ചെയ്ത് നോക്കി, നടക്കോ ഇല്ലയോ എന്നുള്ളത്. ചൂണ്ടയായിരുന്നു അത് സ്ക്രീൻഷോട്ടഡ് ആയിരുന്നു. ഇത് ഞാൻ അറിയുന്നില്ല. നമുക്ക് വേണ്ടിയിട്ട് അപ്പൊ ഈ പുള്ളി ഇങ്ങനെ പറയാണ്, അടുത്ത ആഴ്ച നിങ്ങളുടെ ഈ മനുഷ്യനെ നമ്മൾ ഇങ്ങനെ ആക്കാം, കുറച്ചുകൂടി നല്ല ഇമേജ് തരാം. പക്ഷെ അത് കുറച്ചുകൂടിയൊക്കെ നിങ്ങളും സഹകരിക്കണം. ഈ സംഗതികളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ആ റെക്കോർഡ് മാത്രമല്ല, എൻ്റെ സ്ക്രീൻഷോട്ടും ഉണ്ട്. നമ്മൾ നിയമപരമായി പോകുമ്പോൾ നമ്മുടെ കയ്യിൽ സ്വാഭാവികമായിട്ടുള്ള തെളിവ് വേണമല്ലോ. ഒരു കോംപ്രമൈസിന് ആ മനുഷ്യ ഇയാളെ ഞാൻ അന്ന് ഇറങ്ങിക്കഴിഞ്ഞുകൊണ്ട് ഞാനിത് അറിയുന്ന ഉടനെ തന്നെ പുള്ളിയെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് ആ സമയത്ത് എങ്ങനെയാണോ തീർക്കേണ്ടത് അത് ആ രീതിയിൽ തീർക്കുകയും ചെയ്തു. അപ്പം ആ സമയത്ത് പുള്ളി എന്നോട് ഈ പറഞ്ഞ പോലെ ലിറ്ററലി സംസാരിച്ചത്, കുഞ്ഞിനൊരു കുഞ്ഞും കൂടി ഉണ്ട്, ഒരു കുടുംബമുണ്ട്,
എനിക്ക് അബദ്ധം പറ്റിയതാണ്. നോക്കാത്ത ഒരാളെ തിരിച്ചു കുടുംബം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടോ? എൻ്റെ കുടുംബത്തിനെ അത് ബാധിച്ചിരുന്നെങ്കിൽ അയാളുടെ കുടുംബത്തിനെ ഞാൻ പരിഗണിക്കില്ലായിരുന്നു. എൻ്റെ കുടുംബം അത് ബുദ്ധിപരമായിട്ട് നേരിട്ടു. അത് ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഗതി ഉണ്ടായപ്പോൾ തന്നെ. ഇതെല്ലാവരിലേക്കും ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. എവിടെയെങ്കിലും ചർച്ച ചെയ്തിരുന്നോ ബാക്കി സഹമത്സരത്തിൽ? ഇത് കഴിഞ്ഞ നോബിക്ക് അറിയാവുന്ന കാര്യമാണ്, റംസാൻ അറിയാവുന്ന. അല്ല, അവർക്കുണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഈ എനിക്കുണ്ടായ അനുഭവം ഞാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ടീമിലെ മറ്റൊരാളോടും തന്നെ അത്തരത്തിലൊരു അപ്രോച്ച് ഉണ്ടായതായിട്ട് എന്നോട് ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അതുണ്ടായിട്ടുണ്ടാകുമോ എന്ന് ഊഹിക്കേണ്ട കാര്യവുമില്ല. എൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ സംഭവിച്ചതിനെ ഞാൻ ക്ലിയറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫർദർ അയാളുടെ ജോലി അന്നത്തോടെ പോയി. ഈ സംഭവം ഞാൻ അറിയുന്ന ആ ദിവസത്തിന് ശേഷം, ആ സീസണിന് ശേഷം ഇയാൾ ബിഗ് ബോസിൽ വർക്ക് ചെയ്തിട്ടില്ല. അതിനുശേഷം അയാൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ എൻ്റെ സ്റ്റാറ്റസ് കയറി നോക്കുന്നുണ്ട്, ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിപ്പുണ്ട്. നിയമം എന്തായി ഏതായി എന്നുള്ളതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ കൊടുത്തിരിക്കുന്ന രീതികൾ പോട്ടെ. പക്ഷെ അതിൽ ഏഷ്യാനെറ്റ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. എങ്ങനെയെങ്കിൽ ഇപ്പൊ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഇങ്ങനൊരു അനുഭവം ഉണ്ടായി എന്നുള്ള സാധനം നേരിട്ട് ഇപ്പൊ അഖിൽമാരാർ പറയുന്നത് അഖിൽമാരാർ നേരിട്ട് കിട്ടിയതല്ല, ആ സഹമത്സരത്തിൽ അനുഭവം ഉണ്ടായത് എന്ന് പറഞ്ഞ് അവർക്ക് കൂടി വേണ്ടി സംസാരിച്ചായിരുന്നു. ഫിറോസ് ഖാനെ സംബന്ധിച്ച് നേരിട്ട് ഈ അനുഭവം കിട്ടിയ ഒരാളാണ്. അന്ന് ഇത് തുറന്നു പറഞ്ഞ് ഒരു വിഷയം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ പിന്നീട് വരുന്ന സീസണുകളിൽ ഇത്തരം അപ്രോച്ചുകൾ ഇല്ലാതാവുമായിരുന്നില്ല. ഇല്ല മോനെ, എന്നെ സംബന്ധിച്ച് അങ്ങനല്ല ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ നേരിടേണ്ട ജീവിതത്തിലെ കാര്യങ്ങൾ ഈ നേരിടേണ്ടതാണ്. എന്നെ സംബന്ധിച്ച് ഞാനും അതാണ്. അന്നെ ഞാനാണ് ഉപദ്രവിക്കുന്നതെങ്കിൽ ഈ തിരിച്ച് എന്നോടാണ് തീർക്കേണ്ടത്. അതിനൊരു അവയർനെസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ ഈ പറഞ്ഞ കക്ഷി അപ്രോച്ച് ചെയ്യുന്നത് എല്ലാവരെയും ചെയ്യുമായിരിക്കാം. ഞാൻ പുള്ളി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ചെയ്യുമായിരിക്കാം. അതെല്ലാവരും ചെയ്യുന്നേ. ഇത്തരത്തിലുള്ള സിനിമ പോലെയുള്ളൊരു ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഒരു ഗ്ലാമർ ഉള്ളൊരു മേഖല, അല്ലെങ്കിൽ സിനിമാ മേഖല, TV മേഖല, അവിടെ നിന്നൊക്കെ ഇത്തരം അപ്രോച്ചുകൾ ഉണ്ടാകുമല്ലോ. അത് സർവ്വസാധാരണമായി എല്ലാവർക്കും അറിയാം. അതിനൊരു അവയർനെസ് ക്യാമ്പയിൻ വേണ്ട. അതെങ്ങനെയാകണം, അതെങ്ങനെ ടേക്ക് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്ന പോലെ ഇരിക്കും. എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബത്തിനെ അതിനകത്തേക്ക് വലിച്ചെടുക്കുക, എനിക്കറിയാവുന്നത് പോലെ തന്നെ എൻ്റെ ഫാമിലി ഞാൻ കുറച്ച് കൂടുതലായിട്ട് പിന്നെ കെയർ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് മറ്റെന്തിനേക്കാൾ വലുത് എൻ്റെ ദൃശ്യത്തിലെ ജോർജ് അതെ, എനിക്ക് അവരെ ഇതിനകത്തേക്ക് വലിച്ചിടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇത് ഇൻഫോം ചെയ്തത് പോലും ഇങ്ങനൊരു കേസ് നടപ്പുണ്ട് എന്നുള്ളത് അറിയിക്കാനാണ്. അതായത് അത്തരത്തിലൊരു അപ്രോച്ച് ഉണ്ടാകും. പക്ഷേ ഇത്തരത്തിൽ പലപ്പോഴും അപ്രോച്ച് ഉണ്ടാകുമ്പോഴും ഇതുപോലെ ഫാമിലി വലിച്ചഴിച്ച് അവരുടെ പേരുകൾ അല്ലെങ്കിൽ അവരെ കുറിച്ച് സംസാരിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനും കൂടി വേണ്ടിയായിരിക്കില്ലേ ചിലപ്പോൾ പലരും സൈലന്റ് ആവുന്നുണ്ടാവും. ഇപ്പോൾ മാരാർ പറഞ്ഞൊരു വിഷയത്തിൽ നേരിട്ട് കിട്ടിയതല്ലെങ്കിൽ പോലും ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നാണോ വിശ്വസിക്കുന്നത്? ശരിയാണെന്ന് തോന്നുന്നില്ല. ശരിയായി തോന്നുന്നില്ല. എന്തുകൊണ്ടാണ്? എവിടെയാണ് മാരാറിന്റെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് ഫീൽ? അതായത് മാരാർ ഉദ്ദേശിച്ച സെൻസിലായില്ല അത് ചർച്ച ചെയ്യപ്പെട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. മാരാറിനെ നമുക്ക് എനിക്ക് മനസ്സിലാക്കാനായതനുസരിച്ച് ഇപ്പൊ ഈ ഷോയ്ക്ക് പുറത്തും എനിക്ക് മാരാരുമായിട്ട് ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. അങ്ങനെ അദ്ദേഹത്തിന്റെ സിനിമകൾ ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ഒരു രീതികളെ നമുക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. പുള്ളി വളരെ ഓപ്പൺ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ അയാളുടേതായിട്ടുള്ളൊരു ശൈലിയിൽ സംസാരിച്ചതാവാം, അത് ജനറലൈസ് ആയിപ്പോയി. പുള്ളി അത് തിരുത്താനുള്ളൊരു അവസരത്തിൽ തിരുത്തിയില്ല എന്നുള്ളതിൽ മാത്രമേ എനിക്ക് അതിനകത്ത് കൺസേൺ തോന്നിയിട്ടുള്ളൂ. പുള്ളി അങ്ങനെ പറഞ്ഞെങ്കിൽ അത് സ്പെസിഫൈ ചെയ്ത് പറയണമായിരുന്നു. പുള്ളി ചിലപ്പോൾ ഇത് സ്പെസിഫൈ ചെയ്ത് പറയണമെന്നും അല്ലായിരിക്കും ഉദ്ദേശിച്ചത്. പുള്ളി ആരെങ്കിലും ഒരാളെ ഫോക്കസ് ചെയ്തതും ആയിട്ടുണ്ടായില്ല. അപ്പം നമ്മൾ സിനിമയിലൊക്കെ പറയില്ലേ, ഈ സിനിമയ്ക്കകത്ത് ഇങ്ങനെ കാശും കൊച്ചുണ്ടായി, അത് ഉണ്ടായി, ഇതുണ്ടായി എന്ന് പറയുന്ന പോലെ പുള്ളി ജനറലായിട്ട് പറഞ്ഞായിരിക്കും. പക്ഷെ അത് സമൂഹത്തിനോട് നമ്മൾ പറയുമ്പോൾ, അതുകൊണ്ടാണ് ഈ നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യം എന്തുകൊണ്ടത് പറയുന്നില്ല. ഞാനത് പറയണമെങ്കിൽ ഞാൻ അയാളുടെ പേര് പറയണം. ഇന്നയാൾ ഇന്ന സമയത്ത് ഇന്ന രീതിയിലെന്ന് പറയണം. ഞാൻ നിയമപരമായി അയാളെ നേരിടേണ്ട നമ്മുടെ രാജ്യം പറഞ്ഞിരിക്കുന്ന ഒരു രീതിയിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ ഞാനത് വലിച്ചിട്ടൂടാ. അതാണല്ലോ എൻ്റെ പൗരധർമ്മം. അത് നിയമം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. അതിലൊരു തീരുമാനമാകുമ്പോൾ ഇന്നയാളായിരുന്നു അതിലെനിക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നെ അദ്ദേഹം ചിലപ്പോൾ അത് പർപ്പസ്ഫുള്ളി പറഞ്ഞതായിരിക്കില്ല. ഇത്രയും മാത്രം ആണ് മാരാരോട് പറഞ്ഞിട്ടുള്ളത്. ആ വ്യക്തി തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഈ അനുഭവം ഞാൻ തുറന്നു പറഞ്ഞാൽ ഇത്രയൊക്കെ പക്ഷേ ശ്രദ്ധ കിട്ടുകയുള്ളൂ. പ്രത്യേകിച്ച് മാരാരോട് പറഞ്ഞ വ്യക്തി പറയുന്നത് എനിക്ക് ഇപ്പൊ അനുഭവങ്ങൾ ഇപ്പൊ ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിരുന്നു, മാരാർ ഇട്ടിരുന്നു. അപ്പൊ അതിൽ വ്യക്തമാക്കി പറയുന്നത് ഞാൻ സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം റീച്ച് കിട്ടില്ല. അപ്പൊ മാരാരോട് സംസാരിച്ച് മാരാർ ഈ വിഷയത്തെ കിട്ടിയെന്നുള്ളത് മെഡിസിനെ പറ്റിയിട്ടുള്ള ഒരു വിഷയമായിരുന്നു. അപ്പൊ ശരിക്കും ഇങ്ങനെ വരുന്ന സമയത്ത് എവിടേക്ക് ഒരു വ്യക്തമായിട്ട് സംസാരിക്കും. ഇപ്പോൾ അഖിൽമാരാർ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ നെഗറ്റീവ് വരും, അല്ലെങ്കിൽ ഈ ചാനലിലെ അതിന്റെ ആളുകളാണെങ്കിലും സംഘാടകരാണെങ്കിലും എതിർത്തരും കുറെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ബാധിക്കുമ്പോൾ ശരിക്കും അത് നോക്കാതെ ചെയ്യുമ്പോൾ എവിടേക്കോ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിന് ഒരു പ്രാധാന്യം ഇല്ലേ? ഇല്ലാന്ന് തന്നെയാണ് തോന്നുന്നത്. എനിക്കതിൽ വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. ഇതിപ്പോ നമുക്ക് ഈ പറഞ്ഞ നിങ്ങൾ ഉൾപ്പെടെയുള്ള യൂട്യൂബ് ചാനലുകൾക്ക് കുറേ ഏറെ നാളുകളിലേക്കുള്ളൊരു ചർച്ചാ വിഷയം എന്തിനപ്പുറം ഇതിനെന്തെങ്കിലും ഔട്ട് വരാനുണ്ടോ?
ഇതിലെന്തെങ്കിലും സംഭവിക്കും? ഇത്തരം അപ്രോച്ചുകൾ ഇല്ലാതെ എന്ത് സംഭവിക്കും? നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രോച്ച് വരില്ലേ? ഒന്നുമില്ല. മാരാർക്ക് ഇനിയും പറയാനുള്ള മാരാർ ഇനിയും പറയും. റോബിന് ഇനിയും വന്ന് എന്തെങ്കിലും പറയണമെങ്കിൽ റോബിൻ ഇനിയും പറയും. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ട്. ആ സമയത്തും ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലുകൾ ഉണ്ടാവും. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല. നമ്മുടെ സാമൂഹിക വ്യവസ്ഥ, നമ്മുടെ ഒരു മീഡിയ കൾച്ചർ നിലവിൽ ഇപ്പൊ അങ്ങനെയാണ്. ഒരു ഇൻസിഡന്റ് ഉണ്ടാകണം, അപ്പൊ ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് വെച്ചോളൂ. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഇന്ന് രാവിലെ നമ്മളിവിടെ കൂടി? എന്തുകൊണ്ട് ഈ കഴിഞ്ഞ 3 വർഷം ഇങ്ങനെ കാണാമെന്നില്ല? എന്തുകൊണ്ട് ഈ ചാനൽ ഉണ്ടായിട്ട് ഇത്രയും നാൾ എൻ്റെ അടുത്ത് വന്നൊരു ഇന്റർവ്യൂ എടുത്തില്ല? എന്തുകൊണ്ട്? സംഗതി ഈസിയാണ്. മാരാരത് പറഞ്ഞു, അതിനകത്ത് എനിക്ക് മറുപടി പറയാനുണ്ടാകും. അപ്പൊ ഈ വിഷയം കുറച്ചുകൂടി വലുതാകും. ആൾക്കാർക്ക് വേണ്ട അതല്ലേ മോനെ? എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പ്രസ്താവനകൾ വരുമ്പോ സ്വാഭാവികമായിട്ട് അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരാളാണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിനെ കുറെ കൂടി മതേരായിട്ട് സംസാരിക്കാൻ പറ്റിയ ബിഗ് ബോസിൽ അകത്തുണ്ടായിരുന്നവർക്ക് തന്നെയാണ്. പുറമെ നിന്ന് കാണുന്നവർക്ക് പലപ്പോഴും നമ്മുടെ സ്ക്രിപ്റ്റ് ആണോ എഡിറ്റഡ് ആണോ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ ശരിയായ വശം അറിയില്ല. ഇതിപ്പോ ഇത്രയും ചർച്ചയാവുന്നത് മര സംസാരിക്കുന്നവരൊപ്പം തന്നെ സെബിനുള്ളിലുള്ള വിഷയം പറയുന്നു, ശോഭ സംസാരിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഈ മത്സരാർത്ഥികൾ തന്നെയാണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റിനെ ഇതിന്റെ വലതും ഇടതും എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഫിറോസ്കോയിലെ എത്തുന്നതിനും റീസൺ തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചതിന്റെ ഇന്റൻസിറ്റി മറ്റൊന്നും മക്കളെ, അതായത് ഈ പറഞ്ഞ എനിക്ക് മനസ്സിലായി, അത് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് അതിന് 3 വർഷം എടുത്തു? അതായത് ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു ഇന്റർവ്യൂ എടുത്താൽ എന്നിൽ നിന്നൊരു ഹോട്ട് ടോപ്പിക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺട്രവേഴ്സി സാധനമോ കിട്ടില്ല എന്നുള്ളതാണ്. അതാണ് സിമ്പിൾ ഉത്തരം. ഈ വന്നാൽ എന്ത് സംസാരിക്കും? ഇക്കാക്ക് എന്താ ഇഷ്ടം? എനിക്ക് ഇതാണ് ഇഷ്ടം. എന്ത് ചെയ്യുന്നു? ഇങ്ങനെ സംസാരിച്ചിരിക്കുമെന്നല്ലാണ്ട് ഞാനായിട്ട് അതിലൊരാളെ കുറ്റപ്പെടുത്തിയെന്ന് വരില്ല. അങ്ങനത്തെ ചോദ്യങ്ങൾ എന്നോട് വന്നിട്ടില്ല. അതാണ് അതിന്റെ സത്യം. ഒരു പക്ഷേ എങ്കിൽ അന്ന് ആ സ്റ്റേറ്റ്മെന്റ് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത് വേണ്ടി വന്നിരുന്നില്ല. പക്ഷെ ഞാനത് ആഗ്രഹിച്ചില്ല കേട്ടോ. അതായത് ആ സമയത്ത് ഒരാൾ വരണം, എന്നെ അങ്ങനെ ഇന്റർവ്യൂ ചെയ്യണം, അങ്ങനെ എനിക്ക് എന്തിനാണ്? എൻ്റെ ഉദ്ദേശ ലക്ഷ്യം കൃത്യം. അതായത് എന്നെ കുറിച്ച് ഞാൻ പൊക്കി പറയുന്നത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വരാം. മാരാര പറഞ്ഞതിനകത്തേക്ക് യോജിക്കാൻ പറ്റായിക, അദ്ദേഹത്തിന് ഒരു തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ തിരുത്താമായിരുന്നു. ക്ലാരിറ്റി അത് കഴിഞ്ഞിട്ട് കൊടുത്തിരുന്നു. ഞാൻ ജനറലൈസ് ചെയ്ത് പറഞ്ഞതല്ല. പിന്നെ വിക്ടിമിന്റെ പേര് പറയാൻ അവകാശമില്ല, നിയമം അതിന് അനുവദിക്കുന്നില്ല. ശരിയായിരിക്കും കേട്ടോ. ഞാനും അതേ അവസ്ഥയിലാണല്ലോ. നമ്മൾ ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ട് പോകുമ്പോ അത് അനുവദിക്കുന്നില്ല. പിന്നെ അത് പറയുന്നില്ല, കാരണം ഇത്തരത്തിലും അപ്രോച്ചുകൾ ഇനി വരുന്നവർക്ക് ഉണ്ടാവരുത്. പിന്നെ ഇത് ചെയ്ത് സംഭവിച്ചവർ ഇരകളാണ് എന്ന് പറയുന്നില്ല. കാരണം പക്ഷെ ഇതിന് അപ്രോച്ചുകൾ ഉണ്ടായിട്ട് ഇതിന് സമ്മതം മൂളാത്തവർക്ക് ഈ അവസരങ്ങൾ കൂടി നിഷേധിക്കുന്നു. അപ്പൊ അത്തരത്തില് ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നവരോ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇത്രയും കോളുകൾ വരുന്നവർക്കോ ഇതൊരു തടസ്സമായി മാറരുത് എന്നൊരു ഉദ്ദേശ ലക്ഷ്യം കൂടി അതിലുണ്ടായിരുന്നു എന്നുള്ളത് ഇതേപോലെ ഹോട്ട് സീറ്റിൽ പറഞ്ഞായിരുന്നു. ഒരു 18 വയസ്സ് കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിനനുസരിച്ച് ജീവിക്കാൻ പ്രാപ്തമായിട്ടുള്ള മനുഷ്യരെയാണ് ഇവർ വിളിക്കുന്നത്. ഓരോരുത്തരും ഓരോ, ഇപ്പൊ നാളെ എൻ്റെ മക്കൾ ഒരു 3 വർഷം 4 വർഷം കൂടെ കഴിഞ്ഞാൽ അവർ 18 വയസ്സാവുകയാണ്. അവർക്ക് ലെറ്റ്സ് ബിഗ് ബോസിൽ നിന്നൊരു കോൾ വന്നു എന്ന് വെച്ചോളൂ. അത് മോശമായിട്ടുള്ള അപ്രോച്ചാണോ അല്ലയോ എന്നുള്ളത് അവർ മാത്രമായിരിക്കില്ലല്ലോ. ഒരു ഫാമിലി ടോട്ടൽ. ഇപ്പോൾ എനിക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ പാപ്പയായിട്ട് ആലോചിച്ചു. എനിക്ക് ആ പ്രായത്തിലും വന്നപ്പോൾ ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് ആലോചിച്ചു, അമ്മയുമായിട്ട് ആലോചിച്ചു, എൻ്റെ അടുത്ത സുഹൃത്തുക്കളുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ഇത് ഈ പറഞ്ഞ എല്ലാവർക്കും അങ്ങനെ അച്ഛനും അമ്മയായിട്ട് ആലോചിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ ആലോചിക്കാൻ പറ്റാതെ വരുന്നവർ സ്വന്തമായി തീരുമാനമെടുക്കാൻ ശേഷിയുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ ഇത് മോശമായിട്ടൊരാൾ നമ്മളെ അപ്രോച്ച് ചെയ്താൽ അതിനെ തിരിച്ച് മോശമായിട്ട് തന്നെ നേരിടാൻ പറ്റുന്നവരാണ് എല്ലാവരും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ തിരിച്ചു മോശമായി നേരിടുന്നതിന്റെ ഒപ്പം തന്നെ അവർക്ക് ഈ അവസരങ്ങൾ ഇല്ലാതെയാണ്. ചിലവരുടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതിനൊരു പ്രശ്നം പറയുന്നില്ല എങ്കിൽ ഇങ്ങനെയുള്ള അപ്രോച്ചുകൾക്ക് താരതമ്യേന കൂടുകയല്ലേ ചെയ്യുള്ളൂ. കാരണം ഈ അവസരത്തിനെ നിന്നുള്ള രീതിയിലേക്ക് ഇതിനെ ഓക്കെ ആവാണെന്നുണ്ടെങ്കിൽ ഇതിന് പറ്റാത്തവര്, ഇതിന് സമ്മതമുള്ളാത്തവർക്ക് അവസരങ്ങൾ നിഷേധിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി എനിക്ക് മനസ്സിലായി. പക്ഷെ അതിന് നമ്മൾ കണ്ടസ്റ്റന്റ് ആയിട്ടോ അല്ലെ ഭാവിയിൽ പങ്കെടുക്കാനിരിക്കുന്ന മനുഷ്യരോ അല്ലല്ലോ ശ്രദ്ധിക്കേണ്ടേ. അത്തരം അപ്രോച്ച് ഉണ്ടാകുന്ന കേന്ദ്രങ്ങളെ അവിടെ നിന്ന് മാറ്റുകയല്ലേ ചെയ്യേണ്ടത്. ഞാൻ അതാണ് കേന്ദ്രങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം പ്രസ്താവനകൾ ഉന്നയിക്കുന്നത് ഗുണം ചെയ്യില്ലേ? ഗുണം ചെയ്യുന്നത് തന്നെയാണ്. അതായത് നമ്മൾ ഈ പ്രസ്താവന ഉണ്ടാക്കാൻ നിൽക്കുന്നതിന് പകരം ആക്ഷൻ എടുത്താൽ മതിയല്ലോ. ഇപ്പം നമ്മളിതിപ്പോ ഈ ഇന്ന ആള് ഇങ്ങനെ പെരുമാറി എന്നത് ഞാൻ വിളിച്ച് നാട്ടുകാരോട് പറയുന്നതിനേക്കാൾ നല്ലതാണ് ഇയാൾ ഇങ്ങനെ പെരുമാറി, അവന് കിട്ടേണ്ട, അവൻ അർഹതയ്ക്ക് ഒരു സാധനം ഉണ്ട്, അത് അവന് കിട്ടി. അന്ന് ഞാൻ പുറത്തിറങ്ങിയ ദിവസം തന്നെ അത് പിന്നെ വേറൊരു ചാനൽ പറഞ്ഞപ്പോൾ ഒരു ബീപ്പ് ചെയ്തു. അതിനുശേഷം പിന്നെ അവനെതിരെ നിയമപരമായിട്ട് നീങ്ങി. അവനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവൻ കുറ്റക്കാരനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ വായോ നമുക്ക് പറയാം ഇന്നയാളാണ്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ചാനൽ അധികാരിയോട് ആദ്യമായി സംസാരിച്ചു, അതിനുശേഷം അതിനൊരു മാറ്റം ഉണ്ടാവാതെയോ അതിനെതിരെ ഒരു പ്രതികരണം വരാതെപ്പോഴാണ് ഇത് പൊതുസമൂഹത്തോട് പറഞ്ഞത്. നിങ്ങൾ ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള പ്രതികരണവും നോക്കണ്ട. കാരണം അവരെ സംബന്ധിച്ച് ഇത് പെർഫെക്റ്റ് ബിസിനസ് ആയിട്ടുള്ള ഒരു ഷോയാണ്. കോടികളാണ്, അതായത് ഹ്യൂമൻ ഇമോഷൻസിനെ വെച്ച് മാത്രം ബേസ് ചെയ്ത് പോകുന്നൊരു ഷോയാണ് ഈ സാധനം. അവർക്ക് പരമാവധി ഇമോഷൻസ് ഇതിനകത്ത് ഉണ്ടാവണം. അനുബന്ധം നിങ്ങൾ കരുതുന്നത് ഈ സീസൺ എന്ന് മുതലാണ് ടോപ്പിലേക്ക് പോയത്? ഇപ്പോഴത്തെ സീസൺ 6 അത്യാവശ്യം നല്ല മോശമായി
തീരെയും റീച്ചില്ല നിൽക്കുന്ന സമയത്താണ് സിബിൻ പുറത്തു വന്നത്. സിബിൻ പുറത്തായപ്പോഴാണ് സിബിൻ പുറത്തായ ദിവസം ഞാനും നോബയും കൂടെ അവനെ കോൺ കോളിട്ട് വിളിച്ചിരുന്നു. ഞങ്ങൾ പിന്നെ ഓൺലൈനിലൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ വിളിച്ച് അവനോട് പറയാനുള്ളത് പറഞ്ഞു. നന്നായിട്ട് കളിച്ചു, ഇങ്ങനെ അത് ഈ മരുന്നിന്റെ കാര്യം ഞങ്ങളോട് പറഞ്ഞു. രാത്രിയിലാണ് ഞങ്ങൾ വിളിക്കുന്നത്. പിന്നെ നോബിയാണ് എന്നെയും കൂടെ വിളിച്ച് കണക്ട് ചെയ്യുന്നത്. അവന് ഈ മരുന്ന് കൊടുത്ത കാര്യം ഞങ്ങളോട് പറഞ്ഞു, പ്രശ്നങ്ങളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ അവനോട് ഈ പറഞ്ഞ പോലെ ആശ്വസിപ്പിച്ചു, നീ വെയിറ്റ് ചെയ്യും, ചിലപ്പോൾ ഒരു ആഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ കോൾ വന്നേക്കാം, അഥവാ വന്നില്ലേ നമുക്ക് നോക്കി ചെയ്യാം. ഇതേ കാര്യം തന്നെ അവൻ മാരാരോട് സംസാരിച്ചിട്ടുണ്ടാവും. മാരാരതിനെ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ ലൈവിൽ സംസാരിച്ചു. അത് മുതലാണ് ഈ ഷോ മാറുന്നത്. ശ്രദ്ധിച്ചു, അതായത് പുറത്തെ ചർച്ച. ഏഷ്യാനെറ്റിന് എപ്പോഴും വേണ്ടത് പുറത്തെ ചർച്ചയാണ്. പക്ഷേ ഈ പുറത്തെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ബോധപൂർവ്വം സൃഷ്ടിച്ചതാണ് എന്ന് തോന്നുന്നുണ്ടോ? ബോധപൂർവ്വം സൃഷ്ടിച്ചാൽ അവർക്ക് മറ്റേ ഒരെണ്ണം കിട്ടിയാൽ അത് വെച്ച് ഇവർ ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ ഞാനുണ്ടായിരുന്ന സീസണിനകത്ത് എന്നോട് ഡിംപിളിനെ ആക്രമിക്കണം, ഡിംപിളിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു തന്നത് ഈ ഏഷ്യാനെറ്റ് അല്ല, അതിന്റെ സംഘാടകരാണ്. അത് പറഞ്ഞിരുന്നതിന് ഒരു രീതിയുണ്ട്. ആ രീതിയൊക്കെ പിന്നെ ഷോയിൽ പോയിട്ടുള്ളവർക്കറിയാം. നമുക്കറിയാൻ പറ്റും ഇന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഞാൻ അവർ പറയുന്നതിനനുസരിച്ച് ഈ ആളെ ഒപ്പോണൻ്റായിട്ട് കണ്ട് അയാൾക്കെതിരെ നിലപാടെടുത്തപ്പോൾ നേരെ എനിക്ക് തിരിഞ്ഞു. അതങ്ങനെയാണ്. അതായത് ഒരു ഇൻസിഡന്റ് കിട്ടിയാൽ അതെങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നവർക്കറിയാം. ആദ്യം 35 ദിവസങ്ങൾ കഴിയുന്നത് പോലെ ഇത്തരം കോൺട്രവേഴ്സീസ് അവർ അകത്തും പുറത്തും ഉണ്ടാക്കും. നിങ്ങൾ കരുതുന്നത് പോലെ ഒരു ലിമിറ്റഡ് സോ കോൾഡ് ആൾക്കാരിരുന്നിട്ട് ഇങ്ങനെ ബിഗ് ബോസിനെ കുറിച്ച് പറയാൻ അവർക്ക് പേ കിട്ടുന്നുണ്ടെന്ന്, അല്ലാണ്ട് വെറുതെ പറയുന്നതല്ല. എത്രയോ ചാനലുകൾക്ക് ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ഇതിന്റെ സംഘാടകർ പേ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പിന്നെ കണ്ടസ്റ്റൻസിന്റെ PR ടീമുകൾ കൊടുക്കുന്ന യൂട്യൂബ് ചാനലുകൾ വേറെ കാണും. എന്താ ഏഷ്യന്റെ ഗുണം? പുറത്തും അകത്തും ഒരുപോലെ ടോക്ക് ആവുക, അത്രയും മാത്രം റീച്ച് കയറുക. റീച്ച് കയറുമ്പോൾ മാർക്കറ്റിംഗ് മാറുക, മാർക്കറ്റിംഗിന്റെ പൈസ കിട്ടുക. ഇതാണല്ലോ ഇതിനകത്തെ ബേസ്. ഇത്തരം വിവാദങ്ങൾ വരുമ്പോഴും അവർക്കെതിരാണെങ്കിൽ സംസാരിക്കുന്നതിൽ പോലും ഈ കോൺട്രവേഴ്സിനെ മാക്സിമം ഫ്യൂവൽ ഒഴിക്കുകയാണോ ചെയ്യുന്നത്? ശരിക്കും ഫ്യൂവൽ ഒഴിക്കുക എന്നുള്ളതാണല്ലോ അതിന്റെ മാർക്കറ്റിംഗ്. അത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അത് പക്ഷേ അത് ഇല്ലീഗലാണെന്നോ അല്ലെങ്കിൽ അത് അൺഎത്തിക്കലാണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അവരുടെ TV ചാനലാണ്, അവർ മറ്റേ കോടതി നടത്തുന്ന ആൾക്കാർ. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് വരുന്ന സീസണുകളിൽ മത്സരാർത്ഥികൾ വിളിക്കുമ്പോൾ എവിടേക്കോ, ഇപ്പോൾ നമ്മൾ സീസൺ 1 തൊട്ടിട്ട് സീസൺ 6 എത്തുമ്പോൾ കാണാം പൊതുവെ ഒരു പ്രൊഫൈൽ ഭയങ്കരമായിട്ട് മാറ്റുന്നുണ്ട് വരുന്ന ആളുകളുടെ, അല്ലെ? എവിടേക്കോ ഒരു സെക്കൻഡ് തോട്ടിലോട്ട് പോവില്ലേ? സെക്കൻഡ് തോട്ടിലോട്ട് പോവില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ സീസണിൽ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ 6ാമത്തെ സീസണിലേക്ക് വിളിച്ച നമുക്കെല്ലാം അറിയാവുന്ന ഒരു ആള്, അയാളെ ഞാൻ കമ്പൽ ചെയ്തു, നീ പോണം, അതൊക്കെ ഇമേജ് മാറട്ടെ, പൈസ കിട്ടും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സിനിമകളിൽ നിന്ന് ഇങ്ങനെ പതിയെ കുറച്ച് ചെറിയ അവസരങ്ങളായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് പോയി ഇറങ്ങിയാൽ സിനിമ കിട്ടുമെന്നുള്ളതല്ല, ഒരു 5 സിനിമ ചെയ്യുന്ന പോപ്പുലാരിറ്റി ഒരു 10-90 ദിവസം കൊണ്ട് കിട്ടും. വേണ്ട ഒരാഴ്ച നിന്നാൽ പോലും കിട്ടും. ആണ് ബിഗ് ബോസിന്റെ പ്രത്യേകത. ഏറ്റവും ആദ്യത്തെ ആഴ്ചയിൽ തന്നെ പോയ രതീഷിനെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നുള്ള അനുസരിച്ചിരിക്കുമല്ലോ. പക്ഷെ അവൻ പോയില്ല. പേടി മോനി പറഞ്ഞ കറക്റ്റ് പോയിന്റാണ്. അതായത് പുതിയൊരാൾക്ക് പോകാനൊരു പേടിയുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം കിട്ടുന്നൊരു വമ്പൻ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ പോന്നേ. ഇത് പോയി കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ആരും പിടിച്ച് വിഴുങ്ങുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. എനിക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. സോഷ്യൽ മീഡിയയിൽ തുറക്കാൻ വയ്യാത്ത നെഗറ്റീവ് ആയിരുന്നു. പക്ഷേ ഓൺ ഗ്രൗണ്ടിൽ കണ്ട ഒരൊറ്റ വ്യക്തി പോലും, ഐ എം ടെലിങ് യു, ഒരൊറ്റ വ്യക്തി പോലും ഇന്ന് വരെ എന്നോട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ മോശമായി പോയി എന്ന് പറഞ്ഞിട്ടില്ല. ശരിക്കും ഈ മോശം പരാമർശങ്ങൾ വരുന്നവരെല്ലാം മുഖമില്ലാത്തവരാണെന്നാണ് വിശ്വസിക്കുന്നത് എന്നതാണ് കൂടുതലും മോനെ. ഞാൻ ഇറങ്ങുന്ന ആ സമയത്തൊരു ഭയങ്കര ഒരു കലിപ്പോട്ടായത്, എൻ്റെ വീട് കയറി വെട്ടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാനിത് ആരാണ് തപ്പി പിടിച്ചു പോയി. എന്റെ രീതിയിൽ ആ സമയത്ത് ഇവനെതിരെ കൊണ്ടുപോയി കേസ് കൊടുക്കണം അങ്ങനെ ഒന്നുമില്ലല്ലോ. ഞാനിതിന്റെ നമ്മുടെ അടുത്ത സുഹൃത്തുണ്ട്, സുർജിത് മനക്കൽ എന്നാണ് പേര്. ദുബായിൽ ഞങ്ങളുടെ റേഡിയോയുടെ IT എഞ്ചിനീയർ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അവൻ്റെ സഹായത്തിൽ ഞങ്ങളുടെ കുറച്ച് സൗഹൃദ വലയങ്ങളിലൊക്കെ ഇതിൻ്റെ IP അഡ്രസ്സ് എടുത്തിട്ട് ഇതിൻ്റെ അഡ്രസ്സ് ഞങ്ങൾ തന്നെ തപ്പിയെടുത്ത് അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കേസായിട്ട് കൊടുത്തില്ല, വിളിച്ച് ചോദിച്ചു, സാർ എനിക്ക് ഈ ID ഒന്ന് കാണണം, ഈ ID ഉള്ള ആളെ. അപ്പോൾ പുള്ളി ശരി, പ്രശ്നമില്ലല്ലോ, ഒരു പ്രശ്നമില്ല, എന്താണ് പുള്ളി എന്നെ വെട്ടണം, വീട് കയറും എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്താണെന്ന് പോയി ചോദിക്കണം. അങ്ങനെ ഞങ്ങൾ പോയി. ആലപ്പുഴയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. 8ാം ക്ലാസ്സിൽ. അതുകൊണ്ട് അതുവരെ എനിക്കിത് ഭയങ്കര കലിപ്പായിരുന്നു കേട്ടോ, ഈ സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ്. പക്ഷേ ഈ മോനെ പോയി കണ്ടിട്ട് പിന്നെ ഞാൻ അവനെ കൊണ്ട് വീടിന്റെ അടുത്തുള്ള ചോക്ലേറ്റ് കടയിൽ പോയിട്ട് ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തു. സ്വന്തം ID-യിൽ, ഫേക്കാണ് സംഗതി, സ്വന്തം കമ്പ്യൂട്ടറിൽ നിന്ന് സ്വന്തമായിട്ട് പഠിക്കാനിരിക്കുന്ന ടൈമിൽ ചെയ്യുന്നതാണ്. അതോടുകൂടി എനിക്ക് ഇതിന്റെ കംപ്ലീറ്റ് ഇതും പോയി. സോഷ്യൽ മീഡിയയിൽ ആരെന്ത് പറയുന്നു നമ്മൾ എൻ്റെ കാര്യമില്ല. അതിനെ സിമ്പിൾ ആക്കി എടുക്കാൻ കുറച്ചുകൂടി കാര്യഗൗരവത്തിൽ എടുക്കേണ്ട വിഷയം കൂടി ആയിരുന്നു. കാരണം ഈ പിള്ളേർ ഈ രീതിയിലേക്ക് ചിന്തിക്കുന്നില്ല. ഇപ്പോൾ നാദർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ കൂടുതലും രീതിയിലേക്ക് വന്ന സമയത്ത് കേസ് കൊടുത്തപ്പോൾ അറിയില്ലായിരുന്നു ഇത് +2 പഠിക്കുന്ന ചെറിയ പിള്ളേരായിരുന്നു, പ്രായം 3 പിള്ളേർക്കായിരുന്നു. പക്ഷെ അത് ചെയ്തു.
കൊടുത്തതിന് ശേഷം എനിക്കതൊന്നും ചെയ്യാനില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇത് അവർക്ക് ബോധപൂർവ്വം ഒരു വ്യക്തിനെ അന്വേഷിച്ച് ഈ ആളാണ് ഈ ഏജ് കാറ്റഗറി ആണെന്ന് നോക്കിയിട്ട് കേസ് കൊടുക്കേണ്ടതില്ല. പക്ഷെ ഇവർ ഈ പ്രായത്തിൽ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് എവിടേക്ക് ഭയങ്കരമായിട്ട് മോശമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അല്ലേ? അത് എനിക്കത് റിയലൈസ് ചെയ്യപ്പെട്ടു. പക്ഷെ അത് ഞാനൊരു പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരാൻ തോന്നിയില്ല. കൊച്ചു പിള്ളേര് നമ്മളും ആ സമയത്ത് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആ ടൈമിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു. ഇവർക്ക് ഇപ്പൊ ഇച്ചിരി ഡിജിറ്റൽ സപ്പോർട്ട് ഉണ്ടല്ലോ. ഇവർ നോക്കിയപ്പോൾ പറയാം, ഇവരിഷ്ടപ്പെടുന്ന ആൾക്കെതിരെ സംസാരിക്കുന്ന ഒരാളായിരുന്നല്ലോ ഞാൻ ആ സമയത്ത്. വൈഡായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാർക്കെതിരെ സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ഒരു മമ്മൂട്ടിയുടെ പടത്തിലെ വില്ലനെ നമ്മളൊക്കെ, ഞാനും ഈ ഒക്കെ ചെറുതായിരുന്ന സമയത്ത് അവനെ കിട്ടിയത് ഇത്രയേ ഉള്ളൂ ആ ഒരു മേജർ സംഗതി. പക്ഷെ അതോടുകൂടി എനിക്കൊരു റിയലൈസേഷൻ വന്നു, ഈ സോഷ്യൽ മീഡിയയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ടോട്ടൽ പോപ്പുലേഷൻ്റെ ഒരു 0.5% അത്ര എന്തോയേ ഉള്ളൂ യൂട്യൂബിലുള്ള ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇന്ന് വരെ ഞാൻ കണ്ടസ്റ്റൻസിനോടാണ് പറയുന്നത്, ഭാവിയിലെ നിങ്ങളെ ഒരാളും ഓൺ ഗ്രൗണ്ടിൽ വന്ന് പേടിപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഇമേജ് എന്നോട് ഇന്ന് വരെയും ഒരാളും ബഹുമാനമില്ലാതെയോ അല്ലെ മോശമായിട്ട് പെരുമാറിയില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്. എന്നെ ഒരാൾ വന്ന് കണ്ടിട്ട് എന്നോട് നിങ്ങൾ എന്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയൊരു മൂലയെ ചുമ്മാ ഇരുന്ന് എന്തിനു മനുഷ്യ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, ഈ എവിടേക്കോ ഈ കുറച്ച് സേഫ് സോൺ കളിക്കുന്നു, അല്ലെങ്കിൽ പലപ്പോഴും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാത്ത, അതിന് മുമ്പ് ഫിറോസ്ക്കുള്ള ഒരു ഇമേജ് ഉണ്ട് എത്രത്തോളം ചാറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കളിയാക്കിയിട്ട് നന്മമരം എന്ന് വിളിക്കുമ്പോ പോലും എവിടേക്ക് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടുണ്ട്. അപ്പൊ എന്നെ കാണുന്നത് മുകളിൽ അല്ലെ വെള്ളി വെളിച്ചമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ പ്രതികരിക്കേണ്ടതിനെ ഒരു മിതത്വം പാലിക്കേണ്ടതുണ്ട് എന്നുള്ള ബോധ്യത്തിൽ പലപ്പോഴും പ്രതികരിക്കാതെ പോയതാണോ? ഒന്നുമല്ല കേട്ടോ, അങ്ങനല്ല. ഞാൻ ആ വിക്ടിമിനെ വെച്ചിട്ടാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. ഇപ്പോൾ ഈ എന്നെ അത്രമേലും ദ്രോഹിച്ചാലും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി എൻ്റെ സീസണിലുള്ള ആൾക്കാർ ഇവർ പുറത്തിറങ്ങിയിട്ട് പലതും എന്നെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട് പറയേണ്ടതൊക്കെ. പക്ഷേ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോഴല്ലോ നമ്മൾ മറ്റുള്ളവരെ കൂടി കൺസിഡർ ചെയ്യുമല്ലോ. അവരുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഫാമിലി, ഞാൻ കൂടുതലും സേഫ് സോണിലേക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെ മക്കൾ വളർന്നു വരികയാണ്, ഫാമിലി ഉണ്ട്, പെൺകുട്ടികളാണ്. നമ്മൾ കാരണം അവരിലേക്കൊരു, നമ്മൾ ചെയ്യുന്ന നല്ലത് അവർക്ക് കിട്ടിയില്ലെന്ന് സാരില്ല, നമ്മൾ കാരണം ഒരു മോശം അവരിലേക്ക് എത്തരുത് എന്നുള്ളൊരു സേഫ് ഗാർഡിങ് ആണ്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ എൻ്റെ സൊസൈറ്റി റെസ്പോൺസിബിലിറ്റിയേക്കാൾ കൂടുതൽ എൻ്റെ കുടുംബത്തിനെയാണ് ഞാൻ സംരക്ഷിക്കേണ്ടത്. പിന്നെ പറയേണ്ട കാര്യങ്ങൾ അതിപ്പോൾ രാഷ്ട്രീയപരമായിട്ടോ ആനുകാലികപരമായിട്ടോ ഒക്കെ ഉള്ളതിൽ ഞാൻ ഇടപെടും. ബിഗ് ബോസിനകത്ത് നമ്മൾ അത്തരം അഭിപ്രായം, ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ റോബിൻ്റെ അലർച്ചയായിരുന്നു വലിയൊരു വിഷയം. എന്നെ വിളിച്ച് ഇതുപോലൊരു ഇൻ്റർവ്യൂവിന് ഒക്കെ ഇരുത്തിയിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, അവൻ അലറട്ടെ, അതിന് നമുക്കെന്താ, അവൻ അലറാൻ ഇഷ്ടമുണ്ട്, അവൻ അലറുന്നു, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. ഭയങ്കര റീച്ചൊക്കെ ആയിട്ടുള്ളൊരു ഇതായിരുന്നു. സത്യമല്ലേ ഇത്? അഖിൽ മാരാറിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയണം, അദ്ദേഹം പറയട്ടെ. അത് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാട് പോലും. അങ്ങനെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് പറയട്ടെ എന്ന് പറയുന്നൊപ്പം തന്നെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരുന്നു കൂടി പറയുന്നുണ്ട്. അവരുടെ സ്പേസിലുള്ള അഭിപ്രായം പറഞ്ഞോട്ടെ പറ്റില്ലല്ലോ. അതിൽ എന്റെ സ്പേസിലുള്ളതാണത്, അത് തെറ്റാണ്. അത് ഈ പറഞ്ഞ പോലെ പറയുകയാണെങ്കിൽ അത് വ്യക്തമായി കൃത്യമായി ഇന്നത്. പക്ഷെ അയാൾ ചെയ്തത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അയാൾക്ക് ഈ രാജ്യം കൊടുത്തിരിക്കുന്ന അവകാശമാണ്. മാരാർ പറഞ്ഞത് മാത്രമല്ല, മാരാറിന് നമ്മുടെ ഫിറോസ് പറഞ്ഞു, പുള്ളി ഫിറോസ് പറഞ്ഞു. പുള്ളി ഫിറോസ് ലാലേട്ടനെയൊക്കെ ഭയങ്കര മോശമായിട്ട് പറഞ്ഞു. ഏത് കണ്ടു എന്ന് കരുതുന്നു. ലാലേട്ടൻ ഈ ഷോയ്ക്ക് പറ്റിയ ഹോസ്റ്റലിലാണ്. ഞാൻ അപ്പോൾ വിളിച്ചു അവനെ, ഇതുകൊണ്ടാ നീ കാണിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെയാണ് കളിയാ, ഇത് കറക്റ്റാണ്, അവൻ അങ്ങനെയാണ്. ഞാൻ ചിലപ്പോൾ അത് പറയില്ല. എനിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, റെസ്പെക്റ്റാണ്. എൻ്റെ ആദ്യ സിനിമ സംഭവിച്ച ലാലേട്ടൻ്റെ കൂടെയാണ്. എന്നിൽ എവിടൊക്കെയോ ഒരു ലാലേട്ടൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിൻ്റെ ജീവിതമായിട്ട്, അദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഞാൻ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഇത്തരം ഗ്രാറ്റിറ്റ്യൂഡുകൾ ഉള്ളിലുള്ളതുകൊണ്ട് തന്നെയാണോ പലരും ഈ മോശം അനുഭവം ഉണ്ടായാൽ വരെ തുറന്നു പറയാത്തത്? പറയുന്ന ബിഗ് ബോസ് സംഭവങ്ങളാണെങ്കിലും ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, കാരണം ഇത്രയും വലിയൊരു വേദി തരുന്നു, ഇത്രയും ലക്ഷം പേര് ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടുന്നു, അല്ലെ, അപൂർവമാണ് കിട്ടുന്നത്. സോ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് പലവരും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും തുറന്നു പറച്ചിലിന് തയ്യാറാവാം. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, പക്ഷെ എന്റെ കാര്യത്തിൽ അതെ. അതായത് ഏഷ്യാനെറ്റിനോട് എനിക്കൊരു കടപ്പാടുണ്ട്. ആ ഒരൊറ്റ ഗ്രാറ്റിറ്റ്യൂഡ് കാരണമാണ്. അതായത് എന്നെ ആരും അറിയില്ലായിരുന്നു. ആ ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് ഉണ്ടായില്ല, ഞാൻ നല്ലൊരു മനുഷ്യനല്ല. ഞാൻ പിന്നെ വെഞ്ഞാറമൂട് പോലെ ഒരു ചെറിയ കുഗ്രാമല്ല വെഞ്ഞാറമൂട്, അവിടുത്തെ ഒരു കുഗ്രാമത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു കലങ്കിലിരുന്ന് വളർന്ന ഒരു സാധാരണ ചെറുപ്പക്കാരനാണ്, വളരെ സാധാരണ ചെറുപ്പക്കാരനാണ്. ആ ഫേമസ് എങ്ങനെ ആയിരുന്നുള്ളതാണ്. പക്ഷെ അതിന് മുമ്പേ ആണെങ്കിലും ആർജെ ആയിട്ടാണെങ്കിലും അതിനു മുമ്പ്, അതായത് ഈ പറയുന്ന എന്നെ അറിയുന്ന അതിനു മുൻപ് എന്നെ ആർക്കും അറിയില്ലായിരുന്നു. ആ സമയത്ത് ഇമ്പിച്ചി ബാബസഖാവിൻ്റെ പിന്നെ മകനായിട്ടുള്ള ഒരാളുണ്ട്, നമ്മുടെ മുസ്താഖ് സാർ. അദ്ദേഹമായിരുന്നു ഹരി, നമ്മൾ നേരത്തെ സംസാരിച്ച ഹരി പി നായരൊക്കെ പോലെയുള്ള കുറച്ച് പേര് ഏഷ്യാനെറ്റിലുണ്ട്. എന്നെ ആർക്കും അറിയില്ല. ഞാൻ ആ സമയത്ത് അവിടെ നടന്നൊരു RJ ഹണ്ടിൽ, ഒരു VJ ഹണ്ടിൽ പങ്കെടുക്കാനായിട്ട് പോവാണ്. എന്നെ അവർക്ക് എടുക്കേണ്ട ഒരു കാര്യമില്ല. അവരന്ന് എടുക്കാൻ തീരുമാനിച്ചിരുന്നത് നല്ല ചാമിങ് ആയിട്ടുള്ള മറ്റേ
കരണിനെയൊക്കെ പോലെയുള്ള വമ്പൻ ആംഗേഴ്സ് കത്തി നിൽക്കുന്ന സമയം. ആ സമയത്ത് എൻ്റെ ഒരു ഔട്ട്ഫിറ്റിന്റെ ഫീച്ചർ അതൊക്കെ എനിക്കറിയാം. ഒരു തനി നാട്ടും പുറത്തുകാരൻ നല്ല മെലിഞ്ഞിട്ട് കവിളൊക്കെ ഒട്ടിയിട്ട് ഒരുപാട് എൻ്റെ ഔട്ട്ഫിറ്റിനെ കുറിച്ച് ഉൾപ്പെടെ ഒരുപാട് കുറ്റങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പിന്നെ അവരെൻ്റെ കഴിവ് കണ്ടെടുത്തതല്ല. 5 ദിവസം ഞാനവിടെ പട്ടിണി കിടന്നു. ഈ TV-യിൽ എനിക്ക് കയറണം, ആ ഷോയുടെ ഭാഗമാവണം. എനിക്കതിൻ്റെ ഫ്രണ്ടിൽ വന്നില്ലെങ്കിലും സാരമില്ല, എന്നെ കാണാൻ കൊള്ളൂല, ശരി വേണ്ട, എനിക്ക് ഫ്രണ്ടിൽ വേണ്ട, ഞാൻ ബാക്കിൽ നിന്നോളാം, സംവിധാന സഹായി. 5 ദിവസം ഞാനവിടെ കിടക്കുന്നത് നോട്ട് ചെയ്തിട്ട് എൻ്റെ പാഷൻ കണ്ടിട്ട് എനിക്ക് ആ അവസരം തന്നത് ഏഷ്യാനെറ്റാണ്. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ബിഗ് ബോസ് അവസരമല്ല, അന്നത്തെ അവസരം 23 വർഷം മുമ്പ്. അതിന് ഞാൻ അവരോട് കടപ്പെട്ടിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ മരിക്കുന്നത് വരെ ഈ പറഞ്ഞ പോലെ. അതുകൊണ്ടാണ് ഈ ഏഷ്യാനെറ്റിനെതിരെ ഇത്രയും നാളുകൾ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണത്തിലോ, എൻ്റെ കേസിലും ഏഷ്യാനെറ്റില്ല. ഞാൻ കൊടുത്തിരിക്കുന്ന കേസ് ഒരു വ്യക്തിക്കെതിരെയാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനത് ഏഷ്യാനെറ്റിനെ അറിയിച്ചു. അതും ഏറ്റവും ടോപ്പിലെ ഹെഡിനെ തന്നെ വിളിച്ചു. നമുക്ക് അത്രമേൽ വലിയൊരു മുതിർന്ന സഹോദരനെ പോലൊരു മനുഷ്യനാണ്. അതിനെ വിളിച്ചു, പിന്നെ സാറേ ഇങ്ങനെയാണ്, നിങ്ങൾക്കും പെൺകുട്ടികളാണ്, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനൊരു സംഗതി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് നോക്കി ചെയ്യാൻ ഫിറോസ്, നീ പേടിക്കേ വേണ്ട, നമുക്കത് സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിളിച്ചു. പക്ഷെ പിന്നെ ഒരു റെസ്പോണ്ടും ഉണ്ടായില്ല. തിരിച്ചു വിളിച്ചൊരു മറുപടി തന്നില്ല. ചിലപ്പോൾ അത് നമ്മൾ തമ്മിലുള്ള ബന്ധം കൊണ്ട് വരും. എന്ത് പറയും, ഇങ്ങനൊരു മോശം അനുഭവം ഉണ്ടായി, എന്ത് പറയും, സോറി എന്ന് പറയാൻ പറ്റും? അത്രയും വലിയൊരു ആളെന്ന് നമ്മളോട് സോറി പറയാൻ പുള്ളി അല്ല അത് ചെയ്തത്. പുള്ളിയുടെ ആ ടീമിൽ ഒരു വെണ്ടർ പോലെ പ്രവർത്തിക്കുന്ന, എൻ്റെ മോൾ ഷൈൻ ഇന്ത്യയുടെ ഒരു വെണ്ടർ പോലെ പ്രവർത്തിക്കുന്ന വേറൊരാളാണ്. അപ്പോൾ ഇദ്ദേഹം എന്തിന് പറയണം? അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് കാരണമാണ് ഞാൻ ഏഷ്യാനെറ്റിനെതിരെ പറയാത്തത് എന്ന് പറയുന്നതിൽ എനിക്ക് തെറ്റൊന്നും തോന്നില്ല. ലാലേട്ടനെ എനിക്കെതിരെ മോശമായിട്ട് പർപ്പസ്ഫുള്ളി അങ്ങനെ ഒന്നും തന്നെ പറഞ്ഞില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ പറയേണ്ട കാര്യമില്ല. എന്നോട് പ്രവർത്തിച്ചത് എൻ്റെ മോൾ ഷൈനും അല്ല, ആ ടീമിലൊരാളാണ്, അയാൾക്കെതിരെയുള്ളതാണ് ഞാൻ ചെയ്തത്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് നല്ലതല്ലേടാ, ഗ്രാറ്റിറ്റ്യൂഡ് നല്ലതാണ്. അതുകൊണ്ട് ഒരാളെ തെറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ലാലേട്ടനെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടനെ. പക്ഷേ ലാലേട്ടൻ പാത്രം മുട്ടാൻ പറഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം എതിർത്ത് വീഡിയോ ഇട്ടാൾ ഞാനാ. അതുകൊണ്ട് ഇപ്പോൾ ലാലേട്ടൻ മോശം, അതിപ്പോൾ എൻ്റെ വാപ്പ ഒരു മോശക്കാര്യം ചെയ്താലും വാപ്പ തന്നെയാണ്. പക്ഷെ മോശം തന്നെയാണല്ലോ. അത് പറയുന്നൊരു രീതി ഉണ്ടെന്നേ ഉള്ളൂ. ലാലേട്ടൻ പാത്രം കുട്ടി എന്ന് ഞാൻ പറയില്ലായിരിക്കും. ലാലേട്ടൻ പാത്രം കുട്ടാൻ പറയണ്ടായിരുന്നു എന്ന് ഞാൻ പറയും. ആ പറയേണ്ടതിന് നമ്മൾ പറയുന്നൊരു രീതി കൂടിയുണ്ട്. ഈ സീസൺ 6 എത്തുമ്പോൾ ഇത്രയും മോശം സീസൺ ആണ് എന്നുള്ളത് അതിന്റെ അവതാരം തന്നെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ലാലേട്ടൻ തന്നെ തുറന്നു പറയണം. ഇത് മത്സരിച്ച ഒരു വ്യക്തി നിലയിലും പുറമെന്ന് കാണുന്നത് ഇത് എവിടെയാണ് സീസൺ 6? അതിന്റെ ഉത്തരം റോഷൻ തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞടാ. അതായത് പിന്നെ ഇതിൽ ആരും പോകുന്നില്ല, വിളിക്കുന്നവർ പോകാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണല്ലോ പതിയെ. അതായത് ഈ ഷോയ്ക്ക് മുമ്പ് ഇന്ന കണ്ടസ്റ്റൻസ് ആണ് ഇവർ വേണം എന്നുള്ളൊരു പ്ലാൻ ചെയ്തിട്ട് അതിലേക്ക് ഈ മത്സരാർത്ഥികൾ എത്തുന്നില്ല എന്നുള്ളതാണോ? ആളുകളെ കിട്ടിയില്ല. എനിക്ക് മനസ്സിലാകുന്നത് ഇതിന്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതിലൊരു സിനിമാതരം കാണും. ഒരു സിനിമയിലൊക്കെ അത്യാവശ്യം വേഷങ്ങളുള്ള ഒരാൾ കാണും. ആദ്യ സീസണിൽ അത് ശ്വേത ചേച്ചിയായിരുന്നു. പിന്നെ അടുത്ത സീസൺ 2 വന്നപ്പോൾ ആര്യ ബഡായി പോലെ, വീണ നായരൊക്കെ പോലെയുള്ളവരുണ്ടായി. പിന്നെ മൂന്നാമത്തെ സീസൺ ഞങ്ങളുടെ സീസണിൽ മണിക്കുട്ടൻ, നോബി പോലെയുള്ളവരുണ്ടായി. അതിനുശേഷം റോബിന്റെ സീസൺ വന്നപ്പോൾ മുതൽ ഈ സിനിമയിൽ നിന്നുള്ള ആൾക്കാരുടെ നോ പറച്ചിൽ തുടങ്ങിയെന്ന് വേണം നമുക്ക് ഊഹിക്കാൻ. 6ാമത്തെ സീസണിൽ ആരുണ്ട് പിടിയിട്ട്? അപ്പോൾ ആ ഇമേജ് കോൺഷ്യസ് ആയിട്ട് ആ സെഗ്മെന്റിൽ നിന്ന് ആൾ മുടങ്ങി. ഒരു 10-35 വയസ്സൊക്കെയുള്ള ജീവിതത്തിനെ ഒരു ഇച്ചിരി സ്പിരിച്വലായി കാണുന്ന 1-2 പേര് വേണം. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്നെ അതിനായിട്ടാണ് അന്നെടുത്തത് തോന്നുന്നു സീസൺ 3. പക്ഷെ അതിൽ നിന്ന് കൂടുതലായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ പെർഫോം ചെയ്തുകൊണ്ടായിരിക്കും എന്നെ നിർത്തിയത്. ഈ മറ്റേ കാർണവർ സ്ഥാനത്തേക്ക് ഇപ്പോൾ ഒരു 35 പേരെ 1-2 പേരെ കൊണ്ടുവരും, എന്നിട്ട് ഒരു ആഴ്ച കഴിയുമ്പോൾ പറഞ്ഞു വിടും. കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സീസണിൽ ഇത്തവണയും കൊണ്ടുവന്നു. ആ സീസണിൽ ആളെ കിട്ടി. പക്ഷെ ആർക്കെങ്കിലും അറിയാവുന്ന ആളായിരുന്നോ? ഒരാൾ വന്നു, സുരേഷ് ഏട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ, നല്ല പെർഫോമർ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആ കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിനെയും പതിയെ ഒരു സൈഡിൽ കൂടെ പറഞ്ഞു വിട്ടു. ഇറങ്ങിക്കളിക്കാൻ സാധ്യതയുള്ള ഭയങ്കര ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരും. റിയാസിനെ പോലെ, ദിയാസനെ പോലെ, അങ്ങനെയുള്ള ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവരും. ഞങ്ങളുടെ സീസണിൽ സത്യത്തിൽ അത്തരത്തിലൊരു ആക്ടിവിസ്റ്റ് കുറവായിരുന്നു. പിന്നെ അങ്ങനെ ഒരു പറയുന്ന ആൾക്കാർ കുറവായിരുന്നു. പക്ഷെ ഫിറോസിനെ അതിന് ബദലായിട്ട് വന്നിരുന്നു. അവൻ ആക്ടിവിസ്റ്റ് ആയിരുന്നില്ല. ഇത്തരത്തിൽ ഇവരുടെ കയ്യിലൊരു ലിസ്റ്റുണ്ട്. ഇന്ന ആൾ വേണം, ഈ മേഖല വേണം. ഇതിലെ ടോപ്പ് ആൾക്കാരെയാണ് ഇവർ പിക്ക് ചെയ്ത് കൊണ്ടുവരാൻ. ശരിക്കും മേഖലകളാണ് നോക്കുന്നത് അതോ ഈ ഏജ് കാറ്റഗറിയാണ് നോക്കുന്നത്? എവിടേക്ക് ഒരു മേഖലയും നോക്കും. ഒരു സീരിയൽ കാസ്റ്റിംഗ് പോലെ ഈ ഒരു അങ്കിൾ റോൾ അല്ലെങ്കിൽ ഒരു അപ്പൻ റോൾ, ഒരു അമ്മ റോൾ കിട്ടണം. കാരണം 2-3 സീസണിൽ അങ്ങനെ കിട്ടിയതാണ് അല്ലെ? അത് മനസ്സിലാക്കാൻ നിങ്ങൾ 6 സീസണിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ശരിക്കും ഇതിങ്ങനെ കൊടുക്കുന്നത് എവിടേക്കോ ഒരു തീം കൂടെ സെറ്റ് ചെയ്യുന്നുണ്ടോ? എവിടേക്കോ അല്ല, ഇതാണ് അതിന്റെ തീം. ഈ 6 വർഷം എടുത്തു അല്ലെ 6 സീസൺ കണ്ടപ്പോഴാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി ടെക്നിക്കലി ഒക്കെ ചിന്തിക്കുന്ന മനുഷ്യരൊക്കെയാണ് ആദ്യ സീസൺ മുതൽ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇതിനകത്തൊരു ഫ്രെയിം ഉണ്ടല്ലോ മോനെ. ഒരു കാരണവർ കാണും, ഒരു പിന്നെ വഴക്കാളിയായിട്ടുള്ള ഒരു തലതെറിച്ച ചെക്കൻ കാണും. ശരിക്കും അങ്ങനെ ഒരു കാരണവരും അല്ലെങ്കിൽ ഇത്രയും കുറച്ച് ഏജ് ആയിട്ടുള്ളവരും കൊണ്ടുവരുന്നവര്
ഇവർക്ക് ബോധപൂർവ്വം ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എന്നുള്ള ധാരണ ഇതിന്റെ സംഘാടകർക്കുണ്ട്, എത്ര ദിവസം ഇവർ എങ്ങനെ കളിച്ചാലും ഉണ്ടാവൂ എന്നുള്ളത്? കാരണം ഇവരെവിടെ ഒരു ഫൈനൽ ഫൈവിലോട്ടോ മൈറ്റ് ബി. എന്നോട് 35 ദിവസമാണ് പറഞ്ഞിരുന്നത്. ഓക്കെ. പക്ഷേ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ കൂടെ ഇതിൻ്റെ സംഘാടകരിലെ ഒരു പ്രധാന പ്രൊഡ്യൂസറിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അയാളോട് ഞാനിങ്ങനെ എന്നോട് 35 ദിവസമാണ് പറഞ്ഞത്. പക്ഷെ ആ 35 ദിവസം പറയുമ്പോൾ പിന്നെ ഈ എവിക്ഷൻ പ്രക്രിയക്ക് എന്ത് പ്രത്യേകിച്ച് അങ്ങനെ ജെനുവിനിറ്റി ഒന്നും ഈ ഷോയ്ക്കകത്ത് എന്തിനാണ് ജെനുവിനിറ്റിയും നീതിയൊക്കെ പ്രതീക്ഷിക്കുന്നത്? അപ്പൊ പിന്നെ എവിക്ഷന് ജെനുവിനിറ്റി ഇല്ലെങ്കിൽ ഈ ജനവിധി വോട്ടിംഗ് എന്നുള്ളത് എന്ത് വോട്ടിംഗ്? വോട്ടിംഗ് കള്ളത്തരല്ലേ? എന്ത് വോട്ടും കള്ളത്തരമാണ് ഇതിനു മുമ്പ് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് വോട്ടിംഗ് കള്ളത്തരമാണ്. പിന്നെ ഈ പ്രേക്ഷകനെ ശരിക്കും വിഡ്ഢികളാക്കല്ലേ ചെയ്യുന്നത്? അതൊക്കെ പ്രേക്ഷകന്റെ പിന്നെ തീരുമാനം പറയും. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മളൊരു ഷോ ഇരുന്ന് കാണുകയാണ്, എന്നിട്ട് നമ്മൾ അതുമായിട്ട് അഡിക്റ്റഡ് ആവുകയാണ്, നമ്മൾ അതിൽ ഒരാളുമായി കണക്ട് ആവുകയാണ്, അയാളുടെ ഇമോഷൻസിനൊപ്പം നമ്മൾ സഞ്ചരിക്കുകയാണ്, അയാൾ ജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹത്തിനെയാണ് ഈ കോർപ്പറേറ്റ് കമ്പനി ചൂഷണം ചെയ്യുന്നത്. ഇതാണല്ലോ ഇതിലെ ഫാക്ട്. ഒരു വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ടിന്റെ ഒരു തുക എവിടെ പോകുന്നു? ഹോട്ട്സ്റ്റാറിന് പോകുന്നുണ്ട്, പിന്നെ ഏഷ്യാനെറ്റിന് പങ്കിടുന്നുണ്ട്. ആ പോകുന്ന ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് ആ ജനവിധി അതേ രീതിയിലേക്കല്ല അവിടെ വരുന്നത്, അവിടെ കൃത്യമായിട്ട് ഫേവറിസം നടക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു പ്രേക്ഷകന് വോട്ട് ചെയ്യാൻ തോന്നുന്നത്? നമ്മളിത് എത്ര വിവാദമാക്കിയാലും ശരി, ഇനിയും ആൾക്കാർ വോട്ട് ചെയ്യും. ഹ്യൂമൻ സൈക്കോളജി അങ്ങനെയാണല്ലോ. ചെയ്തിട്ടുണ്ട്. ഞാനൊരിക്കലും എനിക്ക് തോന്നുന്നു ഇന്ത്യ ഗ്ലിറ്റ്സ് ആണെന്ന് തോന്നുന്നു, വേറൊരു ചാനലിൽ നമ്മൾ വളരെ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ വോട്ടിംഗ് പ്രോസസ്സ് നിൽക്കത്തില്ല. അതായത് ഇത്രയേ ഉള്ളൂ, ഈ വോട്ടിംഗ് ശരിയല്ല എന്നല്ല, നമ്മൾ ചെയ്യുന്ന വോട്ടിംഗ് അനുസരിച്ച് തന്നെ കാര്യങ്ങൾ പോകില്ല. അതാണ് അതിനകത്ത് വരുന്നത്. ഈ അവിടെ എങ്ങനെ ഗെയിം കളിക്കുന്നു, പ്രേക്ഷകനെ എങ്ങനെ കാണുന്നു മത്സരാർത്ഥിയെ, അതനുസരിച്ച് വോട്ട് ചെയ്യുമ്പോൾ അതിന് വിലയില്ല. അവിടെ എങ്ങനെ കളിക്കുന്നതിനനുസരിച്ച് അവിടെ കൃത്യമായിട്ട് സംഘടകർക്ക് ഫേവറിസം ഉണ്ടാവും പറയുന്നു. അപ്പൊ ഈ വിന്നർ സംഭവിക്കുന്ന എങ്ങനെ? അവനവന്റെ കഴിവുകൊണ്ടല്ലേ? ചോദിക്കുകയാണ്. ഇത് കോമഡിയാണ് പോലെ. ഞാൻ വോട്ടിംഗ് കുറച്ചുകൂടി ക്ലിയർ ആക്കാം. അപ്പൊ നമ്മൾ ഒരാൾക്ക് വോട്ട് ചെയ്യുന്നു വെച്ചു. അപ്പൊ ഞാനാണ്, പിന്നെ എനിക്ക് നിങ്ങൾ ഒരു 50,000 വോട്ട് കിട്ടിയെന്ന് വെച്ചോളൂ. എന്റെ കൂടെ അത്തവണ എവിക്ഷന് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു 20,000, 30,000 അങ്ങനെ നിൽക്കാണെന്ന് വെച്ചോളൂ. അപ്പൊ സംഘാടകർക്ക് അറിയാം ടോട്ടലില് പോപ്പുലർ ആയിട്ട് നിൽക്കുന്നത് ഇപ്പം എമംഗ് ദം ഞാനാണെന്ന് വെച്ചോളൂ. പക്ഷെ ഇവർക്ക് എന്നെ എവിക്റ്റ് ചെയ്യണമെന്ന് വെച്ചോളൂ. എന്നെ ആ ആഴ്ച എവിക്റ്റ് ചെയ്യില്ല, എന്നെ ആഴ്ച ഇരുത്തും. എന്നിട്ട് എന്നെ മറ്റേ നേർച്ച കോഴിയെപ്പോൾ ഇട്ടേക്കും. അടുത്ത ആഴ്ചയിലേക്ക് എനിക്കെതിരെ വോട്ട്, അല്ലെങ്കിൽ എന്നെക്കാൾ സ്ട്രോങ് ആയിട്ട് മറ്റൊരാൾക്ക് വോട്ട് കിട്ടാനുള്ള സംഘാടകത്വവും സ്ക്രിപ്റ്റിങ്ങും അവിടെ നടക്കും. ഞാൻ ഉദ്ദേശിച്ച എനിക്ക് മനസ്സിലായെന്ന്. അപ്പൊ അങ്ങനെയെങ്കിൽ അവർക്ക് വേണ്ടവരെ സംരക്ഷിക്കപ്പെടാൻ സ്ക്രീൻ സ്പേസ് കൂടുതൽ കൊടുക്കുകയും ചെയ്യില്ലേ? സ്ക്രിപ്റ്റ് അല്ലെങ്കിലും എവിടെയൊക്കെയോ കൂടിയല്ലേ അല്ലെ തരും. ഇതൊരു സ്ക്രീൻ സ്പേസ് തരുന്ന ഷോയാണ്. നിങ്ങൾ സ്ക്രീൻ സ്പേസ് നേടിയെടുക്കാൻ പറ്റുന്നവരാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കാനായാൽ നിങ്ങൾ ഇഷ്ടം പോലെ സ്ക്രീൻ സ്പേസ് കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും വ്യക്തി താല്പര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ഒരാളെ ഇപ്പം നമുക്ക് പ്രേക്ഷകർ കാണുന്ന രീതിയിലേക്ക് നെഗറ്റീവ് കിട്ടുന്നവരുണ്ട്, പോസിറ്റീവ് ഉണ്ട്. ഇപ്പം എല്ലാ സീസണുകളിലും അതുണ്ട് അല്ലേ? ഇങ്ങനെ വരുന്നത് ഒരു പക്ഷെ അവർക്ക് നെഗറ്റീവ് കാണുന്നത് അവർ കാണിക്കുന്ന മറ്റു പ്രവൃത്തികൾ സ്ക്രീനിൽ വരാതിരിക്കുമ്പോഴും കൂടിയാവില്ല. ചിലപ്പോൾ അവർ കാണിക്കുന്ന നെഗറ്റീവ് 1-2 കാര്യങ്ങൾ സ്ക്രീനിൽ കാണിച്ചു, ടെലികാസ്റ്റ് ചെയ്തു, അവർ ചെയ്യുന്ന മറ്റു കാര്യങ്ങളിലെ പുറത്തോട്ട് വരുന്നില്ല. ഈ പ്രേക്ഷകൻ എങ്ങനെ വിലയിരുത്തണം? ഈസി ആയിട്ട് പറയട്ടെ, ഇമേജ് ബിൽഡിംഗ് അവർ ചെയ്യും. ആ കണ്ടസ്റ്റന്റിനെ വിലയിരുത്തണം കൂടി തീരുമാനിക്കും. ജാസ്മിന്റെ കാര്യത്തിൽ ജാസ്മിൻ ഇങ്ങനെ വിലയിരുത്തപ്പെടേണ്ട ഒരു കുട്ടിയാണ് എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഒരു ജാസ്മിൻ സപ്പോർട്ടറോ അതല്ലെങ്കിൽ ഈ സീസൺ ഞാൻ പങ്കെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു സീസണിലെയും ആരെയും ഈ പറഞ്ഞ പോലെ അവർക്ക് വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനോ എല്ലാവരോടും ഒരേ ഇഷ്ടമാണ്. കാരണം ഇവരെല്ലാവരും സെയിം അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ അതിലൂടെ കടന്നു പോയതാണ്. പക്ഷെ ഇത്രത്തോളം ഈ സൈബർ അറ്റാക്ക് കിട്ടുന്നതുകൊണ്ടായിരിക്കും ഇവർ ഇമേജ് ഉണ്ടാക്കി കൊടുക്കല്ലേ. ഈ ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ സ്വാഭാവികമായിട്ട് ജാസ്മിന്റെ അടുത്ത് പറഞ്ഞിട്ടാവില്ലല്ലോ ചെയ്യുന്നുണ്ടാവാം. ജാസ്മിന് ഏറ്റവും കൂടുതൽ കൃത്യം സംസാരിച്ചൊരു കാര്യം, ഒന്ന് ഗബ്രി വിഷയം, രണ്ട് ഹൈജീൻ പരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഗബ്രി വിഷയം പുള്ളിക്കാരത്തെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ബാധിച്ചത് ഹൈജീനാണ്. ഈ ഹൈജീന്റെ കാര്യത്തില് ഇപ്പൊ ജാസ്മിൻ അവന്റെ അടുത്ത് അവരെ അവിടെ നിർദ്ദേശം കൊടുക്കുന്നല്ലോ. സ്വാഭാവികമായിട്ട് അവനും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി അവിടെ ഉണ്ടല്ലോ. ചായയുടെ കേസ് ആണെന്നുണ്ടെങ്കിലും അല്ല ഞാൻ പറയട്ടെ, ഈ ചായയുടെ കേസ് ഇപ്പൊ നമുക്കൊരാൾക്ക് ഒരു ഇമേജ് കൊടുക്കണമെന്ന് വെച്ചോളൂ. മോശമായിട്ടുള്ളൊരു ഇമേജ് ഒരാൾക്ക് കൊടുക്കണം. ഈ ചായയിലേക്ക് ഇയാൾ തുപ്പുന്നതിന് അത് പുറത്ത് കൊടുക്കാതിരുന്നാൽ മതി. ഇത് പുറത്തേക്ക് പോകുമ്പോൾ അതിൽ ചർച്ചയാകുമെന്ന് ചിലപ്പോൾ ഒരു എൻ്റെ ആപ്പിളിൻ്റെ വിഷയമുണ്ടല്ലോ, പിന്നെ എൻ്റെ സീസണിൽ ഞാൻ ഒരു ആപ്പിൾ എടുത്ത് എറിഞ്ഞത് ഭയങ്കര വിഷയമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പിന്നീട് ഞാനിങ്ങനെ പറഞ്ഞ പോലെ പുറത്തിറങ്ങി നമ്മുടെ ആ സംഘാടകരൊക്കെ എല്ലാവരും സുഹൃത്തുക്കളാണ്, അവരുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരാൾ എന്നോട് വായിന്ന് വീണു എന്നൊക്കെ പറയുന്ന പോലെ പറഞ്ഞാണ്. എൻ്റെ പൊന്നുക്ക ആ സമയത്തൊന്നും ഒരു വിവാദവും ഇല്ലാതെ ഇങ്ങനെ ഇരുന്നപ്പോൾ നോക്കിയപ്പോൾ നിങ്ങൾ രാത്രി കറങ്ങി കിടന്നൊരു ആപ്പിൾ എടുക്കുന്നു, എന്നിട്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഇല്ല, നിങ്ങളൊരു ആപ്പിൾ കഴിക്കുന്നു, അതിനെ കളയുന്നു, ഇതിനെ എങ്ങനെ കണ്ടന്റ് ആക്കാമെന്ന് ഞങ്ങൾ ചിന്തിച്ചു.
അപ്പൊ തന്നെ വളഞ്ഞിരുന്നു, സംഗതി കണ്ടന്റായി. കറക്റ്റ് അല്ലേ? അത് മുതൽ അങ്ങോട്ടേക്ക് എനിക്കത് ഭയങ്കര പോസിറ്റീവായി. പക്ഷേ ഈ ഷോ പാറ്റേൺ എന്നുള്ളത് അവർക്ക് മാക്സിമം റേറ്റിംഗ് ഉണ്ടാക്കുക അല്ലെ, കണ്ടന്റ് സംഭവിക്കാന്ന് പറയുന്നോടത്ത് അപ്പൊ ഇങ്ങനെ അവർ പുറത്തു വിട്ടതാണ് തെറ്റെന്ന് പറയാനും പറ്റില്ലല്ലോ. അതില് ഒരു എത്തിക്സിന്റെ ഒരു സങ്കടമുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ കുട്ടിയെ ഹൈജീനിറ്റി ഇല്ലാത്തൊരു കുട്ടിയായി സമൂഹം കാണുന്നത് സങ്കടമാണ്. ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ പറയപ്പെടുന്ന വൃത്തികേടുകളൊക്കെ ഞാനും ചെയ്യുന്നുണ്ട്, ഈയും ചെയ്യുന്നുണ്ട്, ഇത് കമന്റ് അടിക്കുന്നവർ ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്ന. മൂക്ക് ചീറ്റില്ലേ നമ്മൾ ഇപ്പോൾ KSRTC യാത്ര ചെയ്യാണ്, നമുക്ക് തുമ്മാമെന്ന് നമ്മൾ തുമ്മത്തില്ലേ? നമ്മൾ തുമ്മും, വേറെ ആൾക്ക് കൊടുക്കുന്ന ചായയിൽ തുമ്മില്ലല്ലോ. അതാണ് അത് അങ്ങനെ വന്നതല്ലേ മോനെ. ഓക്കെ, അപ്പൊ അങ്ങനെ സംഭവിച്ചത് ശ്രദ്ധിക്കേണ്ടത് അവനവന്റെ കൂടി ഉത്തരവാദിത്തമാണ്. പക്ഷെ അതിനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും ഒരുമിച്ചുള്ള ഷോയാണ്, സംഭവിക്കുന്നതെല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ്. ഈ വിഷയങ്ങളെ ശരിക്കും പുറത്തു വിടുക, ടെലികാസ്റ്റ് ചെയ്യുന്ന വേണമെന്നുള്ളത് അല്ലെ അവരുടെ ഡിസിഷനാണ്. ഇപ്പൊ ഇവരെ പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും ബാധിക്കുമോ എന്ന് നോക്കിയിട്ടായിരിക്കില്ല. എനിക്ക് അതിന് അഭിപ്രായമുണ്ട്. അതായത് ഇപ്പം നമ്മുടെ വ്യൂ പോയിന്റും 3D ഡയമെൻഷനും രണ്ടാണല്ലോ. ഇപ്പം ഈ കുട്ടി ചായയിൽ തുമ്മി എന്ന് പറയുന്നു, ഞാൻ ആ വിഷ്വൽ പിന്നെയും കണ്ടു. ഞാൻ സത്യത്തിൽ മറ്റേ ഷോ കാണുന്നില്ല, ഈ പറഞ്ഞ ഇത്തരം വിഷ്വലുകളാണ് കാണുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനൊരു ചായ പുള്ളിക്കാരി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, പുള്ളിക്കാരി നിന്ന് തുമ്മുന്നു, പിന്നെ അതങ്ങനെ വരുത്തി തീർക്കുകയാണ്. ചായയിൽ തുമ്മി ജിൻഡോയുടെ എക്സ്പ്രഷൻ വരുന്നു. സത്യത്തിൽ നമ്മൾ അതിന്റെ ഒരു പാരലൽ വ്യൂ കണ്ടിട്ടില്ല. ഇവരെത്ര അപ്പുറത്തെ ഡിസ്റ്റൻസിലാണ് നിന്നതെന്നോ, ഇവര് അടുക്കളയിൽ നിന്ന് തുമ്മിയതാണോ അതോ ചായപാത്രത്തിന്റെ മുകളിൽ തുമ്മിയതാണോ, നമുക്കത് വ്യക്തമല്ല. നമ്മൾ ജഡ്ജ് ചെയ്യാണ്. എന്റെ അഭിപ്രായത്തിൽ ആ കുട്ടി ചെയ്തത് തെറ്റ് തന്നെയാണ്. അതിനെ ഹൈജീനിറ്റി കുറവുണ്ട്, ശ്രദ്ധിക്കണം. സ്ക്രീൻ കാണിക്കുമ്പോ നമ്മൾ കാണുന്ന ഈ വ്യൂ പോയിന്റിന് മാറ്റം വന്നേക്കാം എന്ന് പറയുന്നു അല്ലെ. അങ്ങനെയെങ്കിൽ ജാസ്മിൻ അത് എതിർത്തില്ലല്ലോ. അപ്പൊ അത് ഇത് സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ അതിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതായത് ഇപ്പൊ ആപ്പിൾ എടുത്തെറിയുന്നു, ആപ്പിൾ എടുത്തെറിഞ്ഞൊരു വലിയ വിഷയം ഉണ്ടാവുന്നു. ഈ ആപ്പിൾ എടുത്തെറിയുന്നത് സംഗതിയോടെ സംഭവിക്കുമ്പോൾ ഞങ്ങളെല്ലാം ഇതിനെ തമാശയായിട്ടാണ് എടുക്കുന്നത്. ഞങ്ങൾ അതിനകത്തുള്ളവര് പുറത്താണ്, നിങ്ങളാണ് ഇത് സംഭവമാക്കുന്നത്. ഞങ്ങൾ അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നില്ല ഈ ചായയിൽ തുമ്മിയ സംഗതി പുറത്ത് ഇത്രയും വലിയ വിഷയമാണെന്ന് ജാസ്മിൻ പുറത്തിറങ്ങിയിട്ടായിരിക്കും അറിയാം. കാര്യം ആപ്പിളിന്റെ ഞാൻ അറിഞ്ഞില്ല. പിടികിട്ടിയോ? ഈ നമ്മളവിടെ ഇതിങ്ങനെ കളിയാക്കി ഇടയ്ക്കിടയ്ക്ക് കളിയാക്കും, ആപ്പിൾ തോന്നുന്നു, അതങ്ങനെ കളിയാക്കി എടുക്കും. എന്തിനേറെ ഡിംബലിന്റെ വിഷയം, ഞാനും ഡിംബലും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാവുന്നു, ഇത്രയും സീരിയസ് ആണ് ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ തമ്മിൽ ഇത് പറഞ്ഞ് ചിരിച്ച് കളിച്ച് സംഗതി അങ്ങ് പോയി. അതിനകത്ത് നല്ല സൗഹൃദങ്ങളായിരിക്കും ചിലപ്പോൾ ഈ പുറത്ത് നമ്മൾ മോശമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. ആ കുട്ടി ചെയ്തത് അത്തരത്തിലൊരു സോഷ്യൽ സെറ്ററിൽ നമ്മൾ ജീവിക്കുമ്പോൾ, സോഷ്യൽ സെറ്റപ്പിൽ നമ്മൾ ജീവിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഹൈജീനിക് ആവണം. പക്ഷെ അതിന് ആ കുട്ടിയുടെ ഭാവിയെ കൂടി ബാധിക്കുന്നത് പോലെ അതിനെ ഇങ്ങനെ എടുത്ത് പുറത്തിട്ട് കൊടുക്കുന്നത് എത്തിക്കലാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ജാസ്മിലേക്ക് കുറെ കൂടി ഫോക്കസ് ചെയ്യപ്പെടുന്നു, സ്ക്രീൻ സ്പേസ് കൂട്ടുന്നു എന്നുള്ളത് സഹമത്സരാർത്ഥികളും അല്ലെങ്കിൽ തന്നെ പുറത്തു വരുന്ന അല്ല ഈ പ്രേക്ഷക പ്രതികരണങ്ങളും കൂടുതൽ കേൾക്കാൻ പറ്റുന്നതാണ്. കാണുന്ന നിലയ്ക്ക് എന്ത് തോന്നുന്നത്, എവിടേക്കോ ഈ വ്യക്തി താല്പര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഉണ്ട് ഈ അത് എത്ര എന്നോടത് എനിക്ക് തോന്നുന്നു ഈ പ്രൊവോക്ക് ചെയ്തത് എന്നിൽ നിന്ന് കിട്ടാൻ കാത്തിരുന്നതാണെങ്കിലും അതല്ലാണ്ട് തന്നെ എനിക്ക് ലളിതമായി ഇതെല്ലാം കിട്ടുന്നുണ്ട്. ഈ പറയുന്ന എല്ലാം ശരിയാണ്. ആ ഷോ എന്ന് പറയുന്നത് ജെനുവിനായിട്ടുള്ളൊരു ഷോ അല്ല. ആ ഷോയ്ക്കകത്ത് നീതിയില്ല. ആ ഷോയ്ക്കകത്ത് ഈ പറഞ്ഞ പോലെ ഒരു കോടതിയോ ഇന്നയാൾക്ക് ന്യായം അങ്ങനെ ഒരു സംഗതി ഇല്ല. അങ്ങനെ ഒരു സംഗതികൾ വന്നാൽ ഇത് ഷോ ആവില്ല. ഇവിടെ എത്തിക്കില്ലാത്ത, ഇവിടെ ലോജിക് ഇല്ലാത്ത, കലിപ്പുണ്ടാകുന്ന കോൺട്രവേഴ്സീസ് മാത്രം മതി അവർക്ക്. ശരിക്കും അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പിന്നെ ഈ തുറന്ന ജനങ്ങളെ പറയേണ്ട കാര്യമില്ല. ഇതിനൊരു വോട്ടിംഗ് രീതി, ഇതൊരു ഷോ അല്ല, ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഇത് ഇങ്ങനെയാണ്, ഇത് ഈ അവിടെ മാത്രമേ ഉള്ളൂ അല്ലെ, അത് അവിടെ പറയണല്ലോ. അതല്ലാതെ ഇത് എത്രയും ജെനുവൻ സാധനമാണ്, നിങ്ങൾ ഒറിജിനൽ ആയിട്ട് കളിക്കണം പറഞ്ഞിട്ടും ഇവര് ചെയ്യുന്ന പ്രശ്നം ഇതാണ്. ഇവരൊരു ഷോ അങ്ങോട്ട് പിന്നെ ഷൂട്ട് ചെയ്യുക, അത് ടെലികാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വരെ കറക്റ്റ് ആണ്. ഇതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ വോട്ട് ചെയ്യൂ, ഇതിൽ നീതി ആർക്ക് എന്നൊക്കെ ചെയ്യുന്നില്ലേ. പിന്നെ എവിക്ഷന്റെ സമയത്ത് തന്നെ കൃത്യമായിട്ട് പറയുന്ന സാധനം പ്രേക്ഷക വിധി പ്രകാരം. ഇതിലെവിടെയാണ് പ്രേക്ഷക വിധി? ഇതിനകത്ത് പ്രേക്ഷകനെ എവിടെയാണ് പരിഗണിക്കുന്നത്? ഇല്ലല്ലോ. ഈ ഷോയ്ക്കകത്ത് പ്രേക്ഷകരെ പരിഗണിക്കുന്നു എന്ന് പറയുന്നത് അവിടെ ഇരുന്ന് കൈയടിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ മാത്രമാണ്. പിന്നെ എവിടെയാണ് ഇതിന്റെ പ്രേക്ഷക വിധി? ശരിക്കും ആ തെറ്റായ ധാരണയല്ലേ ശരിക്കും കൂടി കൊടുക്കുന്നത്. അതിനെതിരെയാണ് എനിക്കും പറയാനുള്ളത്. അതായത് നമുക്ക് മറ്റെന്തും ജെനുവിനാണ്, അതൊരു ഷോയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. പക്ഷെ പ്രേക്ഷകരെ പറ്റിച്ചൂടാ. പ്രേക്ഷകരോട് ഇത് നിങ്ങളുടെ വിധിപ്രകാരമാണ് ഇങ്ങനെ ആയത്. പലരും ഇതിന് മുമ്പത്തെ ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ഒരാള് ഒന്നല്ല ഒരുപാട് പേര് വന്നിട്ട്, മനുഷ്യ നിങ്ങളും ഞങ്ങൾ വോട്ട് ചെയ്ത ആളാണ്, നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്തു, എനിക്ക് സങ്കടമേ ഉള്ളൂ നിങ്ങളുടെ ആ പൈസ ഞാൻ കാരണം പോയതിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ സമയത്തുണ്ടായിരുന്ന ഇന്ന കണ്ടസ്റ്റന്റ് ജനകീയനായിരുന്നു. അങ്ങനല്ല. അത് നിങ്ങൾക്കത് പറയുമ്പോൾ ഒരു സന്തോഷം കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടട്ടെ. പക്ഷെ അങ്ങനല്ല, അതൊരു പ്രീ പ്ലാൻഡ് സ്ട്രക്ചർ ഉണ്ട്. അതിന് ഇന്നയാൾ ജയിക്കും, ഈ ആള് ജയിച്ചില്ല എങ്കിൽ ഒരു പ്ലാൻ ബി ആണ്, ആ ആള് ജയിക്കും.
ഈ രണ്ടുപേരുടെ ജയത്തിന് വേണ്ടിയിട്ടുള്ള ടൂളുകളായിട്ട് ഒരു 20 മനുഷ്യർ കാണും, അല്ലെങ്കിൽ ഒരു 17-18 മനുഷ്യർ കാണും. ഇതെല്ലാവരും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളിത് അറിഞ്ഞുകൊണ്ട് ഒപ്പിട്ടാണല്ലോ കയറുന്നേ. ശരിക്കും അങ്ങനെ വരുന്ന സമയത്ത് ഇതിനൊരു പ്രേക്ഷക വിധി കൊടുക്കുന്നില്ല, ഇത് കൃത്യമായിട്ട് തീം സെറ്റ് ചെയ്ത് സ്ക്രിപ്റ്റിൽ പോകുന്ന ഷോ ആണെന്നുള്ള പ്രസ്താവന വരികയാണെങ്കിൽ ഈ ഷോക്ക് ഇത്ര അട്രാക്ഷൻ കിട്ടും ചെയ്യില്ലല്ലോ. എന്നാലും ഷോയ്ക്ക് അട്രാക്ഷൻ കിട്ടും, കാരണം അത് ലാലേട്ടനെ പോലൊരു ലെജൻഡറി ആക്ടറാണ് അതിന്റെ ആങ്കർ. അതിന്റെ ലാലേട്ടന് വരെ ട്രോളുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു, വിമർശനം പുള്ളി ബാധിക്കുന്നുണ്ടോ? പുള്ളിക്ക് ട്രോള് വരുന്നത് കൊണ്ട് പൈസ കുറയുന്നുണ്ടോ? റീച്ച് കൂടുന്നല്ലേ ഉള്ളൂ. മമ്മൂക്കയോട് ഒരിക്കൽ ഒരു ഇന്റർവ്യൂവർ ഇങ്ങനെ ചോദിച്ചു, നമുക്ക് പിന്നെ ബിഗ് ബോസ് വന്നിട്ട് എന്തുകൊണ്ട് പോയില്ല, ഭീമമായ തുക അല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ മമ്മൂക്ക പറഞ്ഞൊരു മറുപടി ഉണ്ട്, നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനും ചിന്തിക്കാൻ പറ്റാത്തതിനും അപ്പുറത്തുള്ളൊരു തുകയാണ് പറഞ്ഞത്. എന്നിട്ട് മമ്മൂക്ക പോയില്ല, ലാലേട്ടൻ പോയി. റീച്ച് ആർ കിട്ടി. മമ്മൂക്ക പോയില്ല എന്നുള്ള സംഗതി വളരെ കുറച്ചു പേർക്കേ അറിയുള്ളൂ. ലാലേട്ടൻ അത്രയും മാത്രം കഴിഞ്ഞു പോയി. ഒരു 6 വർഷമായിട്ട് ലാലേട്ടന് കൃത്യമായ ഒരു 100 ദിവസം ഷോർട്ട് റീച്ചിന്റെ പീക്ക് കിട്ടുമല്ലേ, എന്തുമാത്രം ചർച്ച നടക്കുന്നത്. അത് ഒരാൾ പെർസ്യൂം ചെയ്ത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് പോലെ ഇരിക്കും ഈ ഷോ. ഇനിയെങ്കിലും ഇതൊരു സത്യസന്ധമായ ഷോ ആയിട്ടോ പ്രേക്ഷക വിധി പ്രകാരമുള്ള, അങ്ങനെ പ്രേക്ഷക വിധി മാനിച്ചൊക്കെയാണ് അൻസിബിനെ തിരിച്ചു കൊണ്ടുവരുന്നത്. പ്രേക്ഷകരെല്ലാവരും ആഗ്രഹിച്ചത് ഇപ്പൊ അൻസിബ ഔട്ട് ആവുമോ? പ്രേക്ഷകരെല്ലാവരെയും ആഗ്രഹിച്ചത് നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അൻസിബ തുടരണമെന്നല്ലേ. അത് പിന്നെ നേരെ തിരിഞ്ഞില്ലേ. പിന്നെ കഴിഞ്ഞ വർഷത്തെ റോബിന് ഭയങ്കര പ്രേക്ഷക പിന്തുണല്ലായിരുന്നു, പുറത്താക്കിയില്ലേ. അപ്പൊ പ്രേക്ഷക വിധി പ്രകാരം ഞങ്ങൾ തീരുമാനിക്കുന്നു എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഒരേ ഒരു തെറ്റ്. ഫിസിക്കൽ അസോൾട്ട്, അത് ഫിസിക്കൽ അസോൾട്ട് ആണെങ്കിൽ ഇപ്പൊ റോക്കിയുടെതൊക്കെ വമ്പൻ കൊലക്കുറ്റം പോലെ ആവില്ല. ഫിസിക്കൽ അസോൾട്ടായിട്ട് നമുക്ക് ഒരെണ്ണത്തിനെ കാണിക്കണമെങ്കിൽ കാണിക്കാന്ന് ഞാൻ പറയാം. അതിപ്പോൾ ഞങ്ങളുടെ സീസണിൽ പിന്നെ സായിയെ റംസാൻ ചെരിപ്പറിഞ്ഞ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. ലാലേട്ടനൊക്കെ എന്നെയാണ് എറിഞ്ഞത്. പിന്നെ റംസാനും പിന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ലാലേട്ടൻ എന്നെ വഴക്ക് പറയുമ്പോൾ എനിക്ക് അത്രയും സ്ക്രീൻ സ്പേസ് ഇടും. പിന്നെ അതെ രസമായിരുന്നു, അങ്ങ് മെഴുകുകയാണല്ലോ. പിന്നെ അപ്പോഴൊക്കെ എന്നോട് നോബി ഉൾപ്പെടെ പറയും, ഇവിടെ ചുമ്മാ നിന്നോ, നിന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ടി വിയിൽ. കറക്റ്റാണ്, എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ എന്നെ വഴക്ക് പറയാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ക്ലോസ് കിട്ടത്തില്ലേ. അന്ന് ആ സംഭവത്തിന്റെ പിന്നാമ്പുറത്ത് എനിക്ക് വഴക്ക് കിട്ടാനുള്ള കാരണം, നീ പ്രായത്തിൽ കൂടിയ ഒരാളാണ്, എന്നിട്ട് പോലും നീ ഉപദേശിച്ചില്ല, കൂടെയുള്ള ആളാണ്, അനിയനെ പോലെ അല്ലേ കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവന്റെ തന്തയ്ക്ക് വിളിച്ചെന്നേ. ഞങ്ങളെല്ലാവരും അവിടെ നിൽക്കുന്ന എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. റംസാന്റെ പാരന്റ് എന്ന് പറയുന്നത് റംസാന്റെ മാമയാണ്. അച്ഛൻ, അമ്മ, മാമ, അവനൊരു ഭയങ്കര ഫാമിലി ഓറിയന്റഡ് ആളാണ്. അവരെ പറയാൻ പാടില്ലാത്തത് സായി എവിടെ നിന്ന് പറയാണ്. രണ്ടും ഗെയിമാണ്. ഇപ്പൊ സായി എവിടെ നിന്ന് പറയുന്നു, അത് ഞങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. സ്വാഭാവികം എൻ്റെ അച്ഛനെ ഒരാൾ വിളിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ അച്ഛനെ പോലെ കാണുന്ന ഒരാളെ അങ്ങനെ വിളിച്ചാൽ ഞാൻ പ്രൊവോക്ഡ് ആവും. ഞാൻ ചിലപ്പോൾ ചെരുപ്പറിയില്ലായിരിക്കും, പക്ഷെ ഞാൻ ചിലപ്പോൾ എൻ്റെ ആയുധം നാവാണ്, ഞാൻ ചിലപ്പോൾ സംസാരിച്ചെന്ന് വരും. അവൻ പ്രൊവോക്ഡാണ്, ചെറിയ പയ്യനാണ്, ആ പ്രായത്തിലാണ്. അവൻ അത് ചെരുപ്പെടുത്തെറിഞ്ഞു. ഇത് അവൻ്റെ ദേഹത്തൊന്നും കൊള്ളില്ല എന്ന് അവൻ അറിയുകയും ചെയ്യാം. പിടിയോ നമ്മൾ ആ ഒരു പ്രൊവക്കേഷനിൽ ചെയ്തതാണ്. അതിന് ആ സിറ്റുവേഷനിൽ അവിടെ നമ്മൾ നിസ്സാരമായി കണ്ടുള്ളൂ. അത് ഈ പറയുന്ന സായി ഉൾപ്പെടെയുള്ളവർ ഭയങ്കര പക്ഷെ അതിനകത്തൊരു ഗെയിം ഉണ്ട് എന്നുള്ളത് ആ ആക്ഷന്റെ ആ സമയമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് ഇതിനകത്തുനിന്നൊരു ഗെയിം എടുക്കാം. അതൊരു തെറ്റല്ല. സായി അതിനെ ഗെയിമാക്കി, അതിന് ഡെവലപ്പായി, ആ ഡെവലപ്മെന്റ് ഇങ്ങനെ കയറി വന്നു. ലാലേട്ടൻ വന്നു, വഴക്ക് കൊടുത്തു, അവനും കിട്ടി വഴക്ക്, എനിക്കും കിട്ടി വഴക്ക്. സായിയുടെ ഇമേജ് അതിൽ നിന്ന് മാറി. അതിലൊന്നും തന്നെ ഒരു പന്തികേടില്ല. പക്ഷെ ഇതൊന്നും പ്രേക്ഷകൻ തീരുമാനിക്കുന്നതാണെന്ന് പറയരുത്. ഇതൊന്നും പ്രേക്ഷകൻ തീരുമാനിക്കുന്നതല്ല, അവർ തീരുമാനിക്കും. ഈ ആഴ്ചയിൽ ഒരു സംഭവം ഉണ്ടായി കിട്ടിയാൽ അതിനനുസരിച്ച് അവരത് ഡെവലപ്പാക്കി കൊണ്ടുപോകും. ഇത്രയൊക്കെ ഇതിനുള്ളിലെ കളികൾ, അല്ലെങ്കിൽ പക്ഷെ ഇത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് എവിടെയൊക്കെയോ ഇപ്പോഴും എനിക്കൊന്നും പലർക്കും അറിയില്ല. അല്ലെങ്കിൽ ഇത്രയും തുറന്നു പറച്ചിലുകളും സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ സീസൺ 6 നിൽക്കുമ്പോൾ ഇനി അടുത്തൊരു സീസണിലോട്ട് വരുമ്പോൾ ഇത് മാറ്റങ്ങൾ സംഭവിക്കും, ഇത് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ബിഗ് ബോസിന് വരുന്ന? അല്ല, എനിക്ക് എങ്ങനെ വിലയിരുത്തുന്നു? ഇത്തവണത്തെ ഇത്രയും ചർച്ചകൾ നടന്നുകൊണ്ട് അടുത്ത സീസൺ സൂപ്പർ ആയിരിക്കും, നല്ലതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് പേടിക്കേണ്ടതില്ല എന്നൊരു തോന്നൽ ഇപ്പോൾ ഓൾറെഡി ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. വരും വർഷത്തെ കണ്ടസ്റ്റൻസിന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് അടുത്ത വർഷത്തെ കണ്ടസ്റ്റൻസുമായിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. പിടിയോ വരാനിരിക്കുന്ന പിന്നെ ഒരു വർഷമൊക്കെ എടുക്കുമല്ലോ ഇതിന്റെ സംഗതി. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്കുള്ള പേടി മാറും. മാത്രമല്ല സംഘാടകരും കുറച്ചുകൂടി ശ്രദ്ധിക്കും. അപ്പൊ ഞങ്ങൾ പരമോന്നത കോടതിയൊന്നുമല്ല, ഞങ്ങൾ തെറ്റ് ചെയ്താലും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള സംഗതികളൊക്കെ. ഇതിനകത്തൊക്കെ എല്ലാവരും നിയമം പഠിച്ച മനുഷ്യരാണല്ലോ, നിയമം പഠിക്കുന്നുണ്ടല്ലോ, ഒരാൾക്കെതിരെ എന്ത് പറയാൻ പാടില്ല എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അവിടെ തന്നെ അടുത്ത സീസൺ എൻ്റെ ഒരു ഇതനുസരിച്ച് കുറച്ചുകൂടി നല്ല കണ്ടസ്റ്റൻസിനെ ഇവർ പിക്ക് ചെയ്യും. ഈ വർഷം നേരത്തെ പറഞ്ഞ പോലെ ലാലേട്ടൻ പോലും പറയേണ്ടി വന്നു ഇത്തവണത്തെ കണ്ടസ്റ്റൻസ് മോശമാണെന്നുള്ളത്. അത് കണ്ടസ്റ്റൻസ് മോശമായിട്ടല്ല, കണ്ടസ്റ്റൻസ് സെലക്ഷൻ മോശമായിട്ടാണ്. നമുക്ക് കണ്ടസ്റ്റൻസിനെ മോശം പറയാൻ എങ്ങനെ പറ്റും? അവർ പോകാൻ തയ്യാറായത് മോശം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സംഘാടകരല്ലേ വിരൽ ചൂണ്ടുന്നത്. അതിന്റെ
സംഘാടകരുടെ ശ്രമത്തിലേക്കാണ് ഇവർ ചൂടുന്നത്. എന്ന് വെച്ചാൽ ഇവർ ശ്രമിച്ചിട്ടുണ്ടാവൂടാ, പോയിട്ടുണ്ടാകും, പോണ്ട. പിന്നെ കാശ് ഇത്തവണയും കഴിഞ്ഞ തവണയൊക്കെ കാശ് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലാണ് കൊടുത്തത്. കൂടുതലാണ് കൊടുത്തത്. എന്നിട്ട് പോലും ആള് കുറവെന്ന് പറയുകയാണെങ്കിൽ അത്രയും മാത്രം ആ ഷോ അവരിലത് അടുത്ത സീസൺ മാറുമായിരിക്കണം. അടുത്ത സീസൺ കുറച്ചുകൂടി പോസിറ്റീവ് ആയിരിക്കണം. ഇത്തരം ചർച്ചകൾ ഇത്രയും പിന്നെ പേരുടെയൊക്കെ തുറന്നു പറച്ചിലുകൾ അടുത്ത സീസണെ കുറച്ചുകൂടി മനോഹരമാക്കുമായിരിക്കണം. പ്ലസ് പ്രേക്ഷകന്മാർ, ഇതിൽ ഏറ്റവും വലിയ പ്ലസ് അതാണ്. ഇതൊരു ഉഡായിപ്പ് ഷോ എന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ട. ഇതൊരു ഉഡായിപ്പ് ഷോ ആണ്, അങ്ങനല്ല. അങ്ങനല്ല മോനെ. അതായത് ഈ ഷോ ഇങ്ങനെയാണ് പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെങ്കിൽ ശരിക്കും അങ്ങനെയാവില്ല. നമ്മൾ ഒരു സീരിയൽ എപ്പിസോഡ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അടുത്ത സീരിയലിലേക്കുള്ള എപ്പിസോഡിന്റെ സംഗതിയെ കുറിച്ച് ഒരു പ്രൊമോ ഉണ്ടാവും. ആ പ്രൊമോയ്ക്കകത്ത് വിശ്വംഭരൻ സുമതിയെ വഞ്ചിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഇതൊരു ഫിക്ഷനാണ്, ഇതൊരു റിയാലിറ്റി ഷോ ആണ്, ഇതൊരു സീരിയലാണ്. അത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടാണ് വിളമ്പണേ, സെർവ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഈ സംഗതി ടെലികാസ്റ്റ് ചെയ്യുന്ന സാധനം ഒറിജിനൽ ഷോ ആണ്, ഇതൊരു റിയൽ സംഭവമാണ്, സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്, പ്രീ പ്ലാൻഡ് അല്ല, സ്ക്രിപ്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കക്കാണ്. അതെ, കറക്റ്റാ. നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇതൊരു പ്രീ പ്ലാൻഡ് ഷോയാണ്. ഇത് ഭയങ്കര ജെനുവിനിറ്റിയോ നിങ്ങളുടെ പ്രേക്ഷക വിധിയിലോ ഒന്നും പോകുന്നൊരു ഷോ അല്ല. അതിന് കൃത്യമായിട്ട് ഒരു ടീമുണ്ട്. ആ ടീമിന് ഒരു സ്ക്രിപ്റ്റ് പോലെയുള്ളൊരു പ്ലാനുണ്ട്. ആ പ്ലാനിനകത്ത് ആരൊക്കെ ജയിക്കും, ഏതൊക്കെ എങ്ങനെ നായകൻ വില്ലൻ എന്നൊക്കെ ഒരു കൃത്യമായ ധാരണ അവർക്കുണ്ട്. നിങ്ങൾ ചെയ്യുന്ന വോട്ട് വെച്ച് അവർ ഇവരുടെ പ്രേക്ഷക പ്രീതി മനസ്സിലാക്കും. സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ പ്രധാന ഐറ്റം, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും തോറും അയാളെ അവരവിടെ നിലനിർത്തിക്കൊണ്ടേയിരിക്കും. ഇനി ആരെ നിലനിർത്തിയാലും ഇല്ലെങ്കിലും ഏറ്റവും ഒടുവിൽ ഒരാൾ ജയിക്കും. 75ാമത്തെ ദിവസം പോപ്പുലർ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെ എല്ലാ സീസണിലും പറഞ്ഞു വിടും. ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ രണ്ടാമത്തെ ആഴ്ച പറഞ്ഞു വിടും. ഇതെല്ലാം ഈ ഓരോ സീസൺ എടുത്ത് നോക്കിയപ്പോൾ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇതിന്റെ പാറ്റേൺ ആണ്. അതുകൊണ്ട് ഇതൊരു സീരിയലാണ്, പക്ഷെ റിയാലിറ്റി ഷോ എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിളമ്പുന്നേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയ പ്രശ്നമില്ലല്ലോ. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ശരിക്കും അവിടെ വരുന്ന ഒരാൾക്ക് എന്തായാലും 100 ദിവസം നിൽക്കണം എന്ന ആഗ്രഹത്തിൽ എത്തുന്ന ഒരാളാണ്. ഒരു കപ്പടിക്കണം, ഒരു ഫൈനൽ 5 എത്തുന്ന ആളുകളാണ്. ഈ മുൻകൂട്ടി ഇത്ര ദിവസത്തിനാണ് നിന്നെ വിളിക്കുന്നത് എന്ന് വരുമ്പോ എവിടേക്കോ അല്ലെ ഒരു എനിക്ക് അനുഭവം ഉണ്ട് മോനെ. പിന്നെ ഇതൊന്നും ഞാൻ മണിയെ കുറ്റം പറയുന്നതല്ല, ഞാൻ എൻ്റെ സത്യം പറയുമ്പോൾ അതിങ്ങനെ കുറ്റം പറയുന്നതായിട്ടൊക്കെ നിങ്ങളിൽ പലരും കരുതുന്നതാണ്. അങ്ങനല്ല. ഞങ്ങളുടെ ഷോ ഒരു 90 ദിവസമൊക്കെ എത്തിയപ്പോൾ ഇതിൻ്റെ സംഘാടകർ ഇതിനകത്ത് വന്നു. എന്നിട്ട് അവർ ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ ഷോ നീട്ടാൻ തീരുമാനിക്കുകയാണ് 114 ദിവസം. പുറത്ത് ലോക്ക്ഡൗൺ ആണ്. ആ സമയത്ത് 100-ാം ദിവസം എന്ന് പറയുന്നത് വിടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ നീട്ടാൻ തീരുമാനിച്ച. അപ്പം നിങ്ങൾ എന്ത് പറയുന്നു, നിങ്ങൾക്ക് 114 ദിവസം തുറന്നു? ഞാൻ ആദ്യം നോക്കി 114 നോക്കി. ഞാനപ്പോൾ ചിന്തിക്കുന്ന കാശ് അത്രയും വരും. എന്നെ സംബന്ധിച്ച് പിള്ളേരെ സേഫ് ആക്കി, അതാണ് നമ്മുടെ മനസ്സിൽ. നോബിയും അതെ, നോബിയാണ് എനിക്ക് ഏറ്റവും ആദ്യമേ ആയിരുന്നത്. എടാ പൈസ നമുക്ക് വേണം, പൈസ നമുക്ക് വേണമല്ലോ, പൈസ ചുമ്മാ നിൽക്കുന്ന കോവിഡ് ടൈം. ആ സമയത്ത് മണി വ്യക്തമായി എഴുന്നേറ്റിട്ട് എനിക്ക് പറ്റത്തില്ല നിൽക്കാൻ, മുമ്പോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല, 100 ദിവസത്തിനപ്പുറത്തേക്ക് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും സമ്മതിച്ചു. വിന്നറായതാരാ? മണിയാണ്. അപ്പോൾ ഒരാൾ 100 ദിവസം നിൽക്കാൻ ആഗ്രഹിക്കുന്നതും 100 ദിവസം നിൽക്കാൻ ആഗ്രഹിക്കാത്തതിനകത്തൊന്നും അതിന് പ്രത്യേകിച്ച് വിലയില്ല. ഇപ്പോൾ പിന്നെ നമ്മുടെ ആഗ്രഹിച്ചു, ഇപ്പോൾ ഡിംപിൾ പോയിട്ട് തിരിച്ചു വന്ന എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 3ാമത്തെ സീസണിൽ. ഒരു ദിവസം ബിഗ് ബോസ് ഞങ്ങളെല്ലാവരും എഴുന്നേപ്പിച്ചിരുന്നു. എന്നിട്ട് എല്ലാവരോടും ചോദിക്കുന്നു, ഡിംപിൾ ഇങ്ങനെയാണ് പോയി, അപ്പോൾ പോയിട്ട് ഇങ്ങനെയാണ്, അപ്പോൾ പുള്ളിക്കാരത്തി തിരിച്ചു വരണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പോൾ ഓരോരുത്തരായിട്ട് അഭിപ്രായം പറഞ്ഞു. എല്ലാവരും ഓക്കെ എന്ന കാര്യം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണല്ലോ നമ്മൾ പോയത്. അപ്പോൾ എല്ലാവരും വരട്ടെ എന്ന് തന്നെ ആഗ്രഹം പറഞ്ഞു. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്, പുള്ളിക്കാരത്തി അടുത്ത ആഴ്ച വരും, ശരി അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞ് പാട്ടിട്ടു, ഡോർ തുറന്നു, ഡിംപിൾ കയറി വന്നു. അതായത് ചോദിക്കുന്നത് അത്രേ ഉള്ളൂ. എന്തായാലും നോ പറയില്ല, തുറന്നു പറയില്ല. അങ്ങനെ നോ പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ഞാൻ പുറത്തു കൊണ്ടു നോ പറഞ്ഞു. അതായത് പിന്നെ ഈ ഡിംപിളിന്റെ ഇഷ്യൂ ഉണ്ടായി. ഇത് ഈ നിങ്ങൾ കണ്ടത്ര വലിയ ഇഷ്യൂ ആയിരുന്നില്ല. അതിനകത്ത് ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു, ഞങ്ങളത് പറഞ്ഞ് സംസാരിച്ചൊക്കെ തീർത്തു. അത് പക്ഷേ പിറ്റേന്ന് ലാലേട്ടൻ വന്ന ഒരു ഇഷ്യൂ ആണ്, പുറത്തിതൊരു ചർച്ചയാണെന്ന് ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ആ സമയത്ത് ഇത് ഇഷ്യൂ ആണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ ഇരിക്കണോ വേണ്ടതെന്നൊക്കെ ഡിംപിൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ മറ്റൊരാൾ തീരുമാനിച്ചാലും നമ്മൾ ഗെയിമിലേക്ക് ഞാൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ വളരെ വ്യക്തമായി പോകണമെന്ന് പറഞ്ഞു. എഴുന്നേറ്റ് എന്നിട്ട് എനിക്ക് അങ്ങനെ ഇരിക്കണ്ട, എനിക്ക് പോകണം എന്ന് പറഞ്ഞു. എന്നെ വിട്ടില്ല. ലാലേട്ടൻ അതുവരെ നിന്ന ലാലേട്ടൻ ഒറ്റയടിക്ക് പ്ലേറ്റ് മാറ്റി. ലാലേട്ടൻ പറഞ്ഞു അങ്ങനെ വിടാൻ പറ്റത്തില്ല, അത് പിന്നെ ആലോചിക്കേണ്ടവരൊക്കെ ആലോചിച്ചൊക്കെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇതിനൊരു തീരുമാനമുണ്ട്. അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല, എല്ലാം പ്ലാൻഡ് ആയിട്ടേ സംഭവിക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരാൾ നോ പറഞ്ഞാലും അവർ വിടില്ല. സിബിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം വന്നത്. സിബിൻ പോണമെന്ന് പറഞ്ഞിരുന്നു, സിബിനെ അവർ പറഞ്ഞും വിട്ടു. സിബിന് ഗുളിക കൊടുത്തു, വൈ എന്നതാണ് ചോദ്യം.
എൻ്റെ പോയിന്റ്. അവനെ പുറത്താക്കിയതോ അതല്ല, എന്തിനവനൊരു ഗുളിക എടുത്തു, ഈ പറഞ്ഞ ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു ഗുളിക എന്തിനു കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എത്തിക്സ് ഉള്ള കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നത് വളരെ കുറവാണ്. എത്തിക്കൽ അല്ല. പക്ഷേ ഈ എത്തിക്സ് എന്നുള്ളത് കണ്ടന്റിനെ ഷോന് ബേസ് ചെയ്തിട്ടില്ല വേണ്ടേ, ഒരാളുടെ ജീവനാവത്താവുന്ന രീതിയിലേക്കല്ലല്ലോ ചെയ്യേണ്ടത്. അതെ, അത് ചെയ്യാൻ പാടില്ല തന്നെയാണ്. അതിനെതിരെ അവൻ എന്തോ പറഞ്ഞ പോലെ നിയമപരമായിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. എന്നെ സംബന്ധിച്ച് എന്നോട് അങ്ങനെ ഒരു, അല്ലെ എന്നെയോ എൻ്റെ സീസണിലോ ഉള്ള ആരോടും അങ്ങനെ ചെയ്തതായിട്ട് എനിക്ക് അറിവോ അനുഭവം. എവിടേക്കോ ഇതൊരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ഇതൊരു പരിധി വിടുന്ന കാര്യങ്ങളിലേക്കല്ലേ ശരിക്കും പോകുന്നത് അല്ലേ? ആ പരിധി എന്താണെന്നുള്ള നമ്മളും കൂടിയൊക്കെ ഉണ്ട്, നമ്മുടെയും കൂടിയൊക്കെ ഒരു പാർട്ടുണ്ടല്ലോ. ഇപ്പോൾ ഒരു കാര്യം ഇപ്പോൾ എന്നോട് ഇന്നത് ചെയ്യാൻ പറയാൻ, എന്നോട് ഡിംപിളിനെ ആക്രമിക്കാൻ പറഞ്ഞു. അവളൊരു ക്യാൻസർ സർവൈവർ ആണെന്ന് എനിക്കറിയാം. എൻ്റെ മുമ്പിൽ 2 ഓപ്ഷനുണ്ട്. ഒന്നുകിൽ പുറത്തിത് ഭയങ്കര ചർച്ചയാവും, വേണ്ട മിണ്ടാതിരിക്കാം, ബാക്കി എല്ലാവരും അതാണ് ചെയ്താൽ. മിണ്ടാതിരുന്നിട്ട് എനിക്ക് കിട്ടുന്ന പൈസ വെച്ചുകൊണ്ട് വീട്ടിൽ പോകാം. 2 വിഷയമാക്കാം, എനിക്ക് അത്രയും സ്ക്രീൻ പ്രൈസ് കിട്ടും. ഷോ കഴിഞ്ഞിറങ്ങിയിട്ട് അവളുമായിട്ടൊരു കോഫി കുടിച്ച് പറഞ്ഞ് സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നമ്മളെല്ലാവരും തമ്മിൽ ഒരു ഇന്റേണൽ കണക്ഷൻ ഉണ്ടാവും. അങ്ങനെ കരുതാം. ഞാൻ ആ 2ാമത്താണ് കരുതിയത്. അതെങ്ങനെ കരുതുന്നു എന്നുള്ളത് നമുക്കിത് ഇട്ട് തരും, നിങ്ങളിങ്ങനെ ചെയ്യൂ. ഇപ്പം എനിക്കാണ് ഗുളിക എന്ന് വെച്ചോളൂ, എനിക്ക് പുറത്ത് പോകണം, അപ്പോൾ പിന്നെ എനിക്ക് മെൻ്റലി ഭയങ്കര പ്രശ്നമുണ്ട്, സ്ട്രെസ്സുണ്ട്, അപ്പോൾ ഗുളിക വേണം, നിങ്ങൾ ഗുളിക കഴിക്കുമെന്ന് പറയുമ്പോൾ അത് കഴിക്കണോ വേണ്ടത് ഞാൻ തീരുമാനിക്കണമല്ലോ. എനിക്കിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എനിക്ക് അവരോട് ചോദിക്കാം, അവർ പറഞ്ഞുതരും. അതൊരു പരിധിക്കപ്പുറത്തേക്ക് പോകുന്നെങ്കിൽ അതിൽ പരിധി വരെ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. നമ്മളത് ചൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. പിന്നെ ഇതൊക്കെ നമുക്കിപ്പോൾ ഇരുന്ന് ഇങ്ങനെ പ്രസംഗിക്കാന്നേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോൾ വേറൊരു അവസ്ഥയാണ്. പക്ഷേ ഈ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ പുറമത്തെ കാര്യങ്ങൾ അറിയുന്നില്ല അല്ലേ? അറിയുന്നുണ്ട്. അത് ആരും വഴിയാണ് അറിയുന്നത്. അത് ആരെ അറിയിക്കണമെന്ന് തോന്നുന്നു അവരെ അറിയിക്കുന്നുണ്ട്. ശരിക്കും അത് ഈ അവതാരണങ്ങളിലൂടെ. എൻ്റെ മുമ്പിൽ ഒരാളുടെ, ഒരു കണ്ടസ്റ്റന്റിന്റെ കയ്യിൽ ഒരു ലെറ്റർ ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ ഷർട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിനകത്ത് തുണ്ട് വെച്ചിട്ട്, ഇപ്പൊ ഈ ആളെ ഇനിയിപ്പോ മറ്റേ പശുവും ചത്ത് മോരും പുളിച്ച് ഇനി അയാളെ ഇതിനകത്തേക്ക് വലിച്ചിടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ അത് കാണുന്ന അയാൾക്ക് ആ മത്സരാർത്ഥിക്ക് മനസ്സിലാകുന്നുണ്ടാവും. പിന്നെ അയാൾക്ക് ഡ്രസ്സ് വന്നു, എല്ലാവർക്കും വ്യാഴാഴ്ച ഡ്രസ്സ് വരുമല്ലോ. അപ്പോൾ എനിക്കും ഡ്രസ്സ് വന്നു. ഞാൻ പിന്നെ ഡ്രസ്സ് മടക്കി വെച്ചു. ഇയാൾ ഇവിടെ വന്നു, ഇയാളുടെ ഡ്രസ്സ് എടുത്തു. പർപ്പസ്ഫുള്ളി അയാൾ ഒരു പ്രത്യേക കളർ എടുത്തിട്ട് അതിൻ്റെ ഇത് തുറന്നു നോക്കി. ഞാനിവിടെ ഇരിക്കുന്ന ശ്രദ്ധിക്കുന്നില്ല. അവിടെ നിന്നൊരു കത്തെടുത്തു. ആ കത്തിനെ കട്ടിലിൻ്റെ താഴെ വെച്ച് വായിച്ചു. അപ്പം ഞാൻ ചോദിച്ചു എന്താ അത് എന്ന് ചോദിച്ചു. ഇയാൾ തിരിഞ്ഞു നോക്കി, ഇത് കണ്ടു. ഇയാളത് വായിക്കകത്തിട്ടു, ചവച്ചു. ഇത് ഷൂട്ട് ചെയ്യപ്പെടാതിരുന്നിട്ടുണ്ടാവില്ല. ഈ ചായയിൽ തുമ്മിയ സംഗതി വെളിയിൽ വിട്ടത് റിയാലിറ്റി ആണെങ്കിൽ എന്തുകൊണ്ട് ഇത് വെളിയിൽ വിട്ടില്ല? അതുപോലെ ഞങ്ങളുടെ ഷോയിൽ അങ്ങനെ ഇപ്പൊ സ്പോർട്ടിൽ അവിടെ എങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊരു മത്സര ബുദ്ധിയോടെ കാണും അല്ലെ? എങ്കിൽ ഇതൊരു കാര്യം വന്ന് വെളിപ്പെടുത്തായിരുന്നു. പുറത്തു വരില്ല. പറഞ്ഞിരുന്നു. ഇത് പുറത്തു വരില്ലെന്നേ. പക്ഷെ പറഞ്ഞിരുന്നു അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞിരുന്നു. അത് പുറത്തു വരില്ല. നമ്മുടെ സീസണിൽ ഫോണിന്റെ വൈബ്രേഷന്റെ ശബ്ദം സ്ഥിരമായിട്ട് ഞങ്ങൾ കേൾക്കുമായിരുന്നു. ഒരു ആർക്കോ എവിടെയോ ഒരിടത്തൊരു ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത്. അത് മറ്റേ ലൂയിസ് ക്യാരക്ടറായിട്ട് മണിക്കൂട്ടൻ നിന്ന് ആ സമയത്തല്ല, അത് ബിഗ് ബോസ് കൊടുത്ത ഫോണാണ്. അല്ലാണ്ട് ഒരു ഫോണിന്റെ വൈബ്രേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സഹമത്സരാർത്ഥികളൊക്കെ പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അറിയത്തില്ല അത് ആർക്കാണ്, അത് പറയില്ല ഞാൻ. അത് കഴിഞ്ഞു മോനെ, 3 കൊല്ലം മുമ്പാണ്. അതുകൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. അയാളിപ്പോ ഒരു വലിയ ഒരു സ്ഥാനത്തേക്ക് എത്തിയതേ ചിലപ്പോൾ ഞാൻ പറഞ്ഞേ, പുള്ളി ഇങ്ങനെ ഒരു കള്ളകളി കാണിച്ചു. ഇത് പുള്ളിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടായില്ല, അങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചുകൊണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ ഈ ആരോഗ്യത്തിന് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ജനസമ്മതിയൊക്കെ കിട്ടിയ ഒരാള്, അയാൾ മദ്യപിക്കുമായിരുന്നു. അയാള് സിഗരറ്റ് വലിക്കുമായിരുന്നു. അല്ലല്ല, ഇതൊന്നും അവിടെ കിട്ടിയല്ല. ഞാൻ പറഞ്ഞത് ഇയാൾ മദ്യപിക്കുന്ന ഒരാളാണ്. ഈ ഷോയിൽ കയറുന്നതിന് മുമ്പ് വരെ സിഗരറ്റ് വലിക്കുമായിരുന്ന ഒരാളാണ് ഈ ഷോയിൽ കയറുന്നതിന് മുമ്പ് വരെ. പക്ഷെ അയാൾ അവകാശപ്പെടുന്നത് അയാൾക്ക് ഇതൊന്നും ഉപയോഗിച്ചുകൂടാത്തൊരു വലിയ അസുഖം ഉണ്ടെന്നുള്ളതാണ്. ഞാനും പൊളിഫിറോസും കൂടെ ഇരിക്കവേ ഈ ആളെ ഇങ്ങ് വിളിച്ചു ഇരുത്തി. ഞാനല്ല ചോദിച്ചേ, പൊളിഫിറോസ് ഇയാളോട് ചോദിച്ചു, നിങ്ങൾ വെള്ളമടിക്കുമായിരുന്നു? അപ്പൊ ആദ്യം ഈ കുട്ടി ബബ്ബ പറഞ്ഞു. പിന്നെയും ചോദിച്ചു. അപ്പൊ കഴിക്കും എന്ന് പറഞ്ഞു. ഇത്രാം തീയതി വരെ കഴിച്ചിരുന്നു എന്ന് പറഞ്ഞു. അത് ഫിറോസ് എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. ഇത്രാം തീയതി വരെ വലിച്ചിരുന്നു എന്നും പറഞ്ഞു. അപ്പൊ ഞാനല്ല ചോദിച്ചേ, അവൻ എന്റെ മുമ്പിൽ ഇരുന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ നിങ്ങളൊരു രോഗിയാണെന്ന് എങ്ങനെ പറയും? പ്രത്യേകിച്ച് ഇതൊന്നും ഉപയോഗിച്ചുകൂടാത്തൊരു. ഇതിനെയാണ് ഞാൻ പിന്നീട് ഭാവിയിൽ ഒരു വിക്ടിം കാർഡ് ഇറങ്ങിയ സമയത്ത് അയാൾക്കത് പറയാനുള്ള അധികാരമില്ല, അയാൾക്കത് പറയാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞു. ഇതാ ഷോയ്ക്ക് സെറ്റിനകത്ത് സംഭവിച്ചതാ. ഔട്ട് വന്നിട്ടില്ല. അവിടെ നിൽക്കുമ്പോൾ ഔട്ട് വരില്ല എന്നുള്ളത് ബോധ്യമുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല മോനെ. ഞങ്ങൾ വിചാരിക്കുന്നത് ഔട്ട് പോകുന്നാണല്ലോ.
പിടികിട്ടിയോ? അതാണ് ഈ വിവേചനം എന്ന് പറയുന്നത്. ഈ ചായയിൽ തുമ്പിയത് കാണിക്കണോ കാണിക്കണ്ടേ എന്നുള്ളതൊക്കെ അവർ വിവേചനപൂർവ്വം തീരുമാനിക്കും. അങ്ങനെയാണ് ഇത് കാണിക്കണ്ടേ, ഞാൻ ഇതിന്റെ ബേസ് പിടിച്ചല്ലേ ഇയാൾക്കെതിരെ ആക്രമണം അഴിച്ചു കൊടുത്തത്. കാര്യം എന്തെങ്കിലും ഒരു തെളിവ് കിടപ്പുണ്ടല്ലോ. അവിടെ വ്യത്യാസമുണ്ട്. അവിടെ ഇപ്പൊ ആ തുണ്ട് വെച്ചിരുന്ന കാര്യങ്ങളും ചെയ്യുന്നത് സംഘടന ഭാഗത്ത് തന്നെയാണ്. അവർക്ക് അത് കാണിക്കാതിരിക്കാം. ചായ വെക്കുന്ന സാധനം സംഭവിക്കുന്നത് അങ്ങനെയല്ലല്ലോ. ശരിയാണ്. പക്ഷെ സംഘാടകരുടെ ആണോ എന്നറിയില്ല, പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് അറിയിക്കേണ്ട രീതി. ഈ എവിടേക്കോ ലാലേട്ടൻ സംസാരിക്കുമ്പോൾ എവിടേക്കോ ഇതിനൊരു സൂചനകൾ ഇൻഡയറക്ട് വേയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, സൂചനകൾ കണ്ടസ്റ്റൻസിന് കിട്ടുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നി. പ്രത്യേകമായിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ടാക്ടിക്കാ ലാലേട്ടന്റെ. നമുക്കത് പിടിക്കാൻ പറ്റില്ല. ലാലേട്ടൻ അങ്ങനെ ഒരാൾക്കൊരു സൂചന കൊടുക്കണം, അങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. ലാലേട്ടൻ രസം ഇപ്പം ഞാൻ സത്യമായിട്ട് മനസ്സിലാക്കിയില്ല. ഈ പറഞ്ഞ എനിക്ക് ലാലേട്ടൻ എപ്പോഴും അവിടെ ഇങ്ങനെ പോയി കിടക്കോ എന്നിട്ട് ഡയറക്റ്റ് ചോദിച്ചല്ലോ. ഞാൻ സത്യമായിട്ട് മനസ്സിലാക്കിയില്ല അത് പുറത്ത് ഞാൻ കൂടുതലായിട്ട് കിടക്കുന്നു എന്നൊരു ഇമേജ് വരികയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ലാലേട്ടൻ എപ്പിസോഡ് മുഴുവൻ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ല, ലാലേട്ടൻ എപ്പിസോഡ് കാണുന്നു എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഒരാൾ പൊട്ടനായിരിക്കണം. ലാലേട്ടൻ എപ്പിസോഡ് മുഴുവൻ ഇരുന്ന് കാണില്ല. അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് എപ്പിസോഡ് അവിടെ നിന്നുള്ള നിർദ്ദേശത്തിൽ അവൻ ചോദിക്കുന്നുണ്ടാവുക. പലപ്പോഴും പല രീതിയിലേക്ക് സംസാരിക്കേണ്ടി വരുന്നത് ആ മത്സരാർത്ഥി എങ്ങനെ കളിക്കുന്നു എന്ന് കൂടി മനസ്സിലാക്കാതെയാവും അല്ലെ? അങ്ങനെയല്ല. ലാലേട്ടന്റെ കാര്യത്തിനകത്ത് കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ട്. ലാലേട്ടന് പിഴക്കില്ല. അതിനുള്ള കാരണം ലാലേട്ടൻ സ്വാഭാവികമായിട്ടും ബറോസൊക്കെ പോലുള്ളൊരു സിനിമ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഇവിടെ ഇത് ഇറങ്ങുന്നുണ്ട്. പുള്ളി അതിന്റെ ലൊക്കേഷനിൽ ഇരുന്നിട്ട് ഇത് കാണാൻ പറ്റില്ല. പുള്ളി കാണേണ്ട കൃത്യമായ ഷോട്ട്സ് പുള്ളിക്ക് കൃത്യമായി കിട്ടുന്നുണ്ട്, അയച്ചു കൊടുക്കുന്നുണ്ട്. പുള്ളി അത് കാണുന്നുണ്ട്. പ്രധാന ഇൻസിഡൻസ്, ഇതിന്റെ ഒരു ഗതിവിഗതി, ഇതൊന്നും അല്ലാണ്ട് പുള്ളിയുടേതായിട്ടുള്ളൊരു ടീം, അതായത് പുള്ളിക്ക് ഓരോ ദിവസത്തെയും അപ്ഡേറ്റ് കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു ടീം എൻ്റെ മോൾ ഷൈൻ ഇന്ത്യയുടെ താമസ സ്ഥലത്തുണ്ട്, ഈ സ്റ്റുഡിയോയിലുണ്ട്. ലാലേട്ടൻ ഇവരുമായിട്ട് ഡെയിലി ഡിസ്കഷനുണ്ട്. അദ്ദേഹം കുത്തിയിരുന്ന് TV കാണുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ അവയർനെസ് പുള്ളിക്ക് വളരെ കാര്യമായിട്ടുണ്ട്. ഒരാൾ പറഞ്ഞു കൊടുക്കുന്നവരും ഡമ്മി മാത്രമായിട്ടല്ല അദ്ദേഹം സംസാരിക്കുന്നത്, അതിനകത്തൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. പക്ഷെ പുള്ളി ഭയങ്കര ടാക്ടിക്കലാ. പുള്ളിക്ക് നോവാതെ സംസാരിക്കാൻ അറിയാം. മനസ്സിലായോ? ചിരിച്ചുകൊണ്ട് ആകെ ദേഷ്യപ്പെട്ടത് ഞങ്ങളുടെ സീസണിൽ ഫിറോസിന് ആ ഒരു വിഷയം ഉണ്ടാകുന്ന മറ്റേ അത് പിന്നെ എത്ര പറഞ്ഞിട്ടും ഇവനത് ചെയ്യുന്നില്ലല്ലോ. പക്ഷെ കുറെ കൂടെ അധികം കാണാൻ പറ്റി ലാലേട്ടൻ ദേഷ്യം. ഒരു അവസരത്തിൽ വരെ കമന്റിൽ വന്നു തുടങ്ങി ഈ സീസണിലെ കപ്പ് ലാലേട്ടൻ കൊണ്ടുവന്ന് വരെ അല്ലെ ആരോ എഡിറ്റ് ചെയ്ത ലാലേട്ടനെ പുറത്താക്കിയിരിക്കുന്നത് വരെ ബിഗ് ബോസ് സൗണ്ടിൽ വന്നു. ആ മനുഷ്യൻ ഭയങ്കര പാവാണ്. മനുഷ്യൻ ഭയങ്കര പാവാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരാളാണ്. പുള്ളി വഴക്ക് പറയുമ്പോഴും നമ്മൾ ഭയങ്കര കൗതുകത്തോടെ ഇങ്ങനെ ഒരു വിസ്മയത്തിനെ കാണുന്ന പോലെ നോക്കി നിൽക്കും ലാലേട്ടനെ. പക്ഷെ എൻ്റെ പേഴ്സണൽ സജഷനിൽ അത് അദ്ദേഹത്തിന് നെഗറ്റീവായിട്ട് വരുന്നത്, ദോഷം ആകുന്നത് നമുക്കും സങ്കടമാണ്. ലാലേട്ടനെ ദോഷം ചെയ്യില്ല, ലാലേട്ടനെ ബാധിക്കുക പോലും ഇല്ല, രോമത്തിൽ പോലും തൊടില്ല. പക്ഷെ ലാലേട്ടനെ കുറിച്ച് അങ്ങനെ നെഗറ്റീവ് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ഈ ഷോ തുടങ്ങിയതിന് ശേഷം അല്ലേ സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിനെതിരെ ഇത്രയും മാത്രം. മുമ്പ് ആ ഒടിയന്റെ സമയത്തും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു വ്യാപകമായിട്ടുള്ള നെഗറ്റീവ് അറ്റാക്ക് ലാലേട്ടന് വരുന്ന ഒരു സങ്കടകരമായ സാധനമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ മമ്മൂക്ക എടുത്ത തീരുമാനം ശരിയാണെന്ന് ഒരു മുൻവിധിയോട് കൂടി ഇങ്ങനെയാണ് പോകുന്നത് എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. ഈ ഇപ്പൊ മൂവിയിൽ നിൽക്കുമ്പോഴും ഈ ഫെയിമിൽ നിൽക്കുമ്പോഴും ഒരു പക്ഷേ ഈ മുൻവിധി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ മമ്മൂക്കയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പോലെ ഇപ്പൊ ഭയങ്കര അല്ലെ ഇമേജ് കോൺഷ്യസ് ആണ്, അതുകൊണ്ടാണ് കൂടി പോവാതെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ശരിക്കും? അല്ല, മമ്മൂക്ക ഇമേജ് കോൺഷ്യസ് ആണ്. മമ്മൂക്ക വേറെ ലെവലാണല്ലോ. മമ്മൂക്ക എന്ന് പറയുന്നത് അത് നമുക്ക് വിവക്ഷിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ഇമേജിനെ ബാധിക്കുന്ന ഒന്നും തന്നെ അദ്ദേഹം ചെയ്യില്ല എന്ന് പറയുകയല്ല, ചെയ്യില്ല. എന്തുകൊണ്ട് ഈ ഇത്രയും വർഷം, ഇത്രമേൽ വർഷങ്ങൾ ആ മനുഷ്യൻ പളുങ്കു പോലൊരു വ്യക്തിത്വമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിന്നു. ഏതെങ്കിലും ഒരു ചെറിയ കളങ്കം ആ മനുഷ്യനെ കുറിച്ച് ആരും പറയുന്നില്ലല്ലോ. എന്തുകൊണ്ട്? അതുകൊണ്ടാണ് പുള്ളിയുടെ ഇമേജിനെ ബാധിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ തീരുമാനമെടുത്താൽ പുള്ളി അതുകൊണ്ട് ഇപ്പോൾ വേണ്ടാന്ന് വെച്ചത് കോടികളാണെന്ന് വെച്ചോളൂ. ഇപ്പൊ ഉത്തരം പറഞ്ഞില്ലേ? അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ഇത്രയും പ്രസക്തമായിട്ട് വന്നില്ല. പക്ഷെ ഇതൊന്നും അവരെ വന്നാലും ബാധിക്കില്ല. എന്നാലും വന്നില്ലല്ലോ. പുള്ളിക്കത് ഭയങ്കര സങ്കടമാണ്. പുള്ളിയെക്കുറിച്ച് മോശമായിട്ട് ആരെങ്കിലും ഒക്കെ പറയുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു കലാകാരൻ എന്ന നിലയിൽ ചിന്തിക്കുന്ന സമയത്ത് ശരിക്കും 2 ഫേസുകൾ സംഭവിക്കുന്നുണ്ട് അല്ലേ? ഇത് ഉൾക്കൊള്ളാൻ തയ്യാറാവണോ, അതോ എവിടേക്കോ അവനവന്റെ വ്യക്തിത്വത്തിന് കേടുപാട് പറ്റാതെ കുറച്ച് സേഫ് സോൺ കളിച്ചു പോകണോ? ഇത് ഏത് നിലപാടിലാണ് എനിക്ക് തോന്നുന്നത്? നമ്മൾ കുറച്ചുകൂടി ഇപ്പം ഇതിനും എൻ്റെത് വ്യത്യസ്തമായിരിക്കുമല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മുടെ കൂടെയുള്ളവരെ കൂടി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കുന്നതായിരിക്കും കുറച്ചൊരു നല്ലത്. ഇപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ, ഇപ്പോൾ ലെറ്റ്സ് പിന്നെ ഒരു വൈദികൻ അവരുടെ മഠത്തിൽ വീണ് മരിച്ച ഒരു സിസ്റ്റർ, അവരുടെ കാര്യത്തിനകത്ത് ഞാൻ പ്രതികരിക്കണം. ഞാനൊരു സമൂഹ ജീവിയാണ്, ഞാനവിടെ മതം നോക്കാൻ പാടില്ല. ഒരു സ്ത്രീ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതാണ്. അതേസമയം മറ്റൊരു കുടുംബത്തിനകത്തൊരു വഴക്കുണ്ടായിട്ട് ഒരു ഭാര്യയെ ഒരു ഭർത്താവ് എടുത്ത് അടിച്ചു, ഇവിടെ നിന്ന് 4 വീട് അപ്പുറം.
അതിനകത്ത് ഞാൻ ഇടപെടരുത്. അത് സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമല്ല. അത് അതിനകത്ത് ഇടപെടേണ്ടത് അവരുടെ ഒരു ഇമ്മീഡിയറ്റ് സൊസൈറ്റിയാണ്. അവരുടെ തൊട്ട് ചുറ്റുപാടുമുള്ളവർ, അവരുടെ വീട്ടുകാർ, അവരുടെ മാതാപിതാക്കൾ, കൂടിപ്പോയ പോലീസ്, നിയമ സംവിധാനം. അല്ലാണ്ട് നമ്മൾ അതിനകത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് അഭിപ്രായം പറഞ്ഞുകൂടാ. കൂടി ചേരുമ്പോഴാണോ ശരിക്കും ഈ പൊതുകാര്യങ്ങളാവുന്നത്? എങ്ങനെ ഈ മതം എന്നുള്ളൊരു വാക്കും കൂടി ചേരുമ്പോഴാണോ അത് പൊതുകാര്യങ്ങളാവുന്നത്? പൊതുവേ അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഞാൻ മതം വിട്ടിട്ട് ഏകദേശം ഒരു 9-10 വർഷത്തോളമൊക്കെ ആയി. പിന്നെ മതം, പക്ഷെ മതത്തിന് എനിക്ക് ബഹുമാനക്കുറവൊന്നുമില്ല. മതം വിശ്വസിക്കുന്നവരോട് പ്രശ്നമില്ല. എനിക്കതില്ല. എനിക്ക് ദൈവത്തിലേക്ക് എത്താനോ അങ്ങനെ ഒരു സങ്കല്പത്തുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ മതം എന്നൊരു മീഡിയേറ്ററുടെ ആവശ്യമില്ല എന്നുള്ളതേ ഉള്ളൂ. മതം സമൂഹത്തിന്റെ ഭാഗം തന്നെയാണ്. ഒരു പരിധിവരെ മതം സമൂഹത്തിന്റെ സംസ്കാരത്തിനെ നല്ല രീതിയിൽ വാർത്തെടുത്തിട്ടുണ്ട്. ഇപ്പോഴും അതിനവർ സ്റ്റേറ്റ്മെന്റിൽ എവിടേക്കോ വിയോജിപ്പ് പറഞ്ഞു. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു പള്ളിക്കകത്ത് ഒരു കന്യാസ്ത്രീ വീഴുന്നു, അവിടെ സംസാരിക്കേണ്ടതുണ്ട്. ഒരു വീട്ടിലാണെങ്കിൽ ഒരു സ്ത്രീ വീഴാണെങ്കിൽ ഇടപെടേണ്ടത്. സ്ത്രീ വീണ് മരിച്ചില്ല എങ്കിൽ അല്ല. പക്ഷെ ശരിക്കും ഈ എവിടെയാ ഈ വേർതിരിവ് വരുന്നത്? എവിടെയാ? രണ്ട് കാര്യങ്ങളല്ലേ. ഒന്ന്, നമുക്ക് ഈ അതായത് സമൂഹത്തിന് രണ്ട് തലമാണുള്ളത്. ഒന്ന് പൊതുവായിട്ടുള്ള സമൂഹത്തിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ. ഇപ്പോൾ പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ വൈദികന്റെ പിന്നെ പുരയിടത്തിൽ ഒരു സ്ത്രീ, കന്യാസ്ത്രീ മരിച്ചു കിടക്കുന്നത്, അതൊരു സോഷ്യൽ സ്ട്രക്ചറിനെ ബാധിക്കുകയാണ്. അത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വരികയാണ്. ഒരു ഭാര്യയെ ഭർത്താവ് മദ്യപിച്ചിട്ട് വന്ന് തല്ലുന്നത് നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറിനെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യവുമല്ല. അത് റിപ്പയർ ചെയ്യപ്പെടേണ്ട കാര്യമാണ്. മറ്റേ ചോദ്യം ചെയ്യപ്പെടണം. ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യം ചെയ്യൽ എവിടേക്കോ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ ഇത്തരത്തിലെ ഭർത്താവ് എന്ന അധികാരത്തിൽ അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ ഭാര്യ എന്ന സ്ഥാനം കൊണ്ട് ഇത്തരത്തിൽ ആക്രമിക്കാം. ഇത് സോഷ്യൽ ഉദ്ദേശിച്ച് വരുന്നതൊക്കെ നല്ലതാണ്. അല്ല, പക്ഷെ നല്ലതാണത്. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചാല് അപ്പൊ ആ ഭാര്യയും ഭർത്താവ് ഒന്നാവുകയും ചെയ്യും, ഞാൻ സോഷ്യൽ സ്ട്രക്ചറിന് എതിരാവുകയും ചെയ്യും. മറ്റൊരു അങ്ങനല്ല. മറ്റൊരു ഞാൻ പോയി ചോദിച്ചാലും ടോട്ടൽ ടീം നമ്മുടെ കൂടെ നിൽക്കും. കാര്യം അതിനകത്തൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. കൂടുന്നിടത്തും ആളുകൾ കൂടെ നിൽക്കുന്നു എന്ന് കണ്ടിട്ട് വേണോ നമ്മളൊരു പ്രസ്താവനയ്ക്ക്? അല്ലല്ല, ആളുകൾ കൂടെ നിൽക്കുന്നതല്ല, എത്രമാത്രം ആളുകളെ ഇത് ബാധിക്കുന്ന ഇഷ്യൂ ആണ് എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ കൂടുതലും ഈ പറഞ്ഞ പോലെ ഇത്തരം വിഷയങ്ങൾ ഇടപെടുക. ഇപ്പോൾ ഒരാൾക്കൊരു പഠനോപകരണത്തിന് ഒരാൾക്ക് ഭയങ്കര സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്, അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പഠനോപകരണമാണ്, എല്ലാം കൂടെ 2000 രൂപയ്ക്ക് അകത്തായിരിക്കും. ഏതെങ്കിലും ഒരു വഴിക്ക് ആ 2000 രൂപയ്ക്കുള്ള സാധനം മേടിച്ച് അവർ കൊണ്ടുവന്ന് എത്തിക്കുന്നിടത്ത് ആ പ്രശ്നം തീരും. പക്ഷേ മുല്ലപ്പെരിയാർ അണക്കെട്ട്, അതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അതായത് അതിൽ ആള് കൂടെ നിൽക്കുന്നതിലല്ല, അത് എത്രമാത്രം അതിന്റെ ഡെപ്ത് വലുതാണ്, അതിന്റെ ക്യാൻവാസ് എത്രമാത്രം വലുതാണ് എന്നുള്ളത് നോക്കിയിട്ടാണ് എന്റെ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ പീപ്പിൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നു അല്ലെങ്കിൽ എവിടെയൊക്കെ റീച്ച് കിട്ടുന്നു, ശരിക്കും അങ്ങനെ നോക്കിയിട്ട് ആവരുതല്ലോ ഒരു പ്രതിഷേധം ചോദ്യം ചോദിക്കലും ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ അഭിപ്രായങ്ങളിൽ ചിലപ്പോൾ അതല്ലാത്ത ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായേക്കാം. അല്ലെ, അങ്ങനെ പറയാം. അതായത് എനിക്ക് പറയാൻ തോന്നുന്ന കാര്യമാണല്ലോ ഞാൻ പറയണ്ടേ. എന്റെ കുടുംബം ഉൾപ്പെടുന്ന സൊസൈറ്റിയെ ഒരിക്കൽ കൂടി, എന്റെ കുടുംബം, എല്ലാ മനുഷ്യരും അങ്ങനെയാണ്, എത്ര അല്ല എന്ന് പറഞ്ഞാൽ. ഈ പലപ്പോഴും ഈ ഷോ ആയിട്ട് ബന്ധപ്പെട്ട് ഈ കൺഫ്യൂഷൻസ് എപ്പോഴും ഈ പ്രേക്ഷകന് ഈ ആശങ്ക എപ്പോഴും ഉണ്ട്. പലപ്പോഴും ഇതിങ്ങനെ തന്നെയാണോ എന്നുള്ള ചോദ്യങ്ങൾ നിൽക്കാറുണ്ട് അല്ലെ. അത്തരത്തിൽ ഒന്നുകൂടിയാണ് ഇപ്പൊ അവിടെ ലക്ഷ്യ ബഡ്ജറ്റ് വരുന്നു. ഇപ്പൊ ഫുഡിന്റെ കാര്യത്തിൽ എവിടേക്കും ഒരു ജയിൽ ഫീൽ ഉണ്ട്, അല്ലെങ്കിൽ പരിമിതികളുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് നിങ്ങൾക്ക് ഇത് കിട്ടും അല്ലെ, ആ ഒരു രീതിക്ക് പോകുന്നത്. പക്ഷെ പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഇതാണ് ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇത് വെക്കുന്നു. ഈ ലക്ഷ്യ ബഡ്ജറ്റിലെ ഈ ടാസ്കിൽ കുറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കിട്ടുന്നത് കുറയുന്നു പറഞ്ഞു. ശരിക്കും അതനുസരിച്ച് ഭക്ഷണം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമൊക്കെ വരും. അയ്യോ, നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല, നമുക്ക് മൂക്ക് മുട്ട ഭക്ഷണം കിട്ടും. ഈ ഭക്ഷണത്തിന് കുറവൊന്നുമില്ല. അതായത് അവിടെ പറയാം, ഭക്ഷണത്തിനല്ല കുറവ്, ഇഷ്ടഭക്ഷണത്തിനാണ് കുറവ്. ഓക്കെ, ശരിക്കും. പക്ഷെ ഈ ഭക്ഷണം കുറയുന്നു, ഇങ്ങനെ കാര്യങ്ങൾ കുറയുമ്പോ ഈ അയ്യോ എന്നുള്ള എക്സ്പ്രഷൻ എടുത്ത് വരെ ഡ്രാമയാണോ? ഡ്രാമ നിങ്ങൾ അങ്ങനെ എടുക്കണ്ട. ഇപ്പൊ ഞങ്ങളുടെ ആ സീസണിൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ, ഞാൻ, നോബി, റംസാൻ, മണിക്കുട്ടൻ, പിന്നെ പൊളിഫിറോസ്, ഞങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കും. ഞങ്ങളെങ്ങും പരാതി പറഞ്ഞിട്ടില്ല. എന്ത് കിട്ടിയാലും കഴിക്കുമെന്നുള്ളവർക്ക് അവിടെ ഒരു പ്രശ്നവുമില്ല. പഴങ്കഞ്ഞിക്ക് പഴങ്കഞ്ഞി കാണും, പിന്നെ ചപ്പാത്തിക്ക് ചപ്പാത്തി കാണും, ദോശയ്ക്ക് ദോശ കാണും. പക്ഷെ ഞങ്ങൾക്ക് മുട്ട കിട്ടിയില്ല, ഞങ്ങൾക്ക് ചായ വേണം, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വാശികളുണ്ടല്ലോ, അതിനേ അവിടെ പ്രശ്നമുള്ളൂ. അത് കിട്ടില്ല. അത് കിട്ടാനൊരു വഴിയുണ്ട്, ഞങ്ങളത് കണ്ടെത്തിയതാണ്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഇത് കിട്ടുന്നില്ലാത്ത അവസരങ്ങളിൽ ലാലേട്ടൻ വരുമ്പോൾ പതിയെ ലാലേട്ടനോട് അങ്ങ് പറയും. അത് നിങ്ങൾക്ക് ഔട്ട്സൈഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളുടെ സീസണിൽ. പക്ഷെ ഞങ്ങൾ ചോദിക്കുമ്പോൾ ലാലേട്ടൻ അവിടെ എത്തിച്ചിട്ടേ പോവുകയുള്ളൂ. ഞങ്ങൾക്ക് പുള്ളി ബിരിയാണി വെച്ച് തന്നിട്ടുണ്ട്, പുള്ളി ഞങ്ങൾക്ക്. അതായത് നമ്മുടെ വീട്ടില് നമ്മുടെ അല്ലെ മാമ വന്ന സന്തോഷം പോലെയാണ്. അതെ, അമ്മ വീട്ടിൽ നിന്ന്. അതുകൊണ്ടാണ് ലാലേട്ടനോട് ഇഷ്ടം. അതായത്
അത് ലാലേട്ടനെ കൊണ്ട് അവർ മറ്റേ ഇന്നിയറിൽ പറയിപ്പിക്കുന്നതല്ല, നമുക്കറിയാമല്ലോ. നമ്മളൊരാളോട് ഭക്ഷണം ചോദിക്കുമ്പം പിന്നെ പുള്ളി അത് സ്പോണ്ടേനിയസ് ആയിട്ട് പറയും എന്ന് പറയും. അത് കറക്റ്റ് ശരിയാക്കുകയും ചെയ്യും പുള്ളി പോയി. ഇത് അങ്ങനെ കൊടുത്തോണ്ട് ശരിക്കും ഒരു ഇതിൽ എവിടേക്കോ ഈ പ്രഷർ കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുന്നതും ഒരു തരത്തിൽ അങ്ങനെ എന്തെങ്കിലും ടെലികാസ്റ്റ് ചെയ്യാലോ. വന്നു ലാട്ടം വന്നു. ഈ ഇതിന്റെ ഒപ്പം നമ്മള് ഈ പ്രഷറിന്റെ ഒപ്പം തന്നെ ഈ സന്തോഷം കൂടി എന്തോരം. അതായത് എന്നെ എടുക്കൂ, എന്നെ ഈ പറഞ്ഞു അറിയാം അതിൽ കണ്ടു, പക്ഷെ എന്നെ ഇങ്ങനെ അറിയാൻ പറ്റുന്നത്, എൻ്റെ പ്ലസ്സുകൾ മൈനസുകൾ അറിയാൻ പറ്റുന്നത്, ഇത് എത്ര നെഗറ്റീവ് പറഞ്ഞാലും എന്നെ കുറിച്ച് എന്തെങ്കിലും ഒരു പ്ലസ് എങ്കിലും അതിൽ നിന്ന് പറയും. അതൊക്കെ നമുക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം. ഭയങ്കര പോസിറ്റീവ് അല്ലേ? രണ്ട്, ഇപ്പം എന്നെ സംബന്ധിച്ച് ബിഗ് ബോസിലൂടെ സംഭവിച്ചത് ഈ കഴിഞ്ഞു പോയ 3 വർഷങ്ങളിലായിട്ട് 1200 മനുഷ്യർക്ക്, ക്യാൻസർ പോരാളികൾക്ക് തണലൊടുക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാൻ പറ്റിയതാണ്. അതായത് എന്നെ അതിൽ വിളിച്ചത് വഴി 1200 കുടുംബങ്ങൾ ഏതൊക്കെയോ തരത്തിൽ ഷെയ്ഡ് അനുഭവിച്ചില്ലേ? അത് ഭയങ്കര പോസിറ്റീവ് അല്ലേ? ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യില്ല, ഈ ചർച്ച ചെയ്താൽ അതിനെ വ്യൂവർഷിപ്പും കിട്ടൂല. പക്ഷേ എന്തോരം പോസിറ്റീവ്. ലക്ഷ്മി ജയന് അതിന് തൊട്ട് മുമ്പ് വരെ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ഷോസ് ആണ് അവൾ ചെയ്യുന്നത്. എത്രമാത്രം വലിയൊരു സോഷ്യൽ സ്റ്റാറ്റസ് ആണ് അവൾക്ക് കിട്ടിയത്. പൊളിഫിറോസ്, അവനെ സംബന്ധിച്ച് ഒരു ഷോയും ഇല്ലാതിരുന്നൊരു സമയമൊക്കെ ആയിരുന്നു നമ്മൾ ബിഗ് ബോസിൽ വരുന്നത്. എന്തോരം ലൈഫ് മാറി. നെഗറ്റീവും വരും, സ്വാഭാവികമായിട്ടും വരും. പക്ഷേ നമ്മൾ പോസിറ്റീവ് കൂടുതലായിട്ട് നോക്കിയാൽ എന്നെ സംബന്ധിച്ച് ഒരാളുടെ ലൈഫിലേക്ക്, എൻ്റെ ലൈഫിലേക്ക് പോലും വരട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ നല്ലൊരു ബിബി മെറ്റീരിയലുമാണ്. പിന്നെ ഈ ബിഗ് ബോസിലേക്ക് പോയാൽ അവസരം കിട്ടിയാൽ കണ്ണും പൂട്ടി പോകണം. അവിടെ നമ്മൾ എത്തിക്സോ ലോജിക്കോ ഒന്നും ചിന്തിക്കരുത്, പോകണം. നമുക്ക് വശങ്ങളും കൂടി ഉണ്ട് എന്നുള്ളത്. ഇത് ഉണ്ടാവും. അതുണ്ടാകുന്നത് കൊണ്ട് നമ്മൾ മരിച്ചു പോകത്തൊന്നുമില്ലടാ. നമ്മളെ ആര് തൂക്കിക്കൊല്ലുമെന്നാണ് ഞാൻ പിന്നെയും പറഞ്ഞില്ലേ. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര നെഗറ്റീവ് ആയിരുന്ന സമയത്ത് പോലും എന്നോട് ഒരാളും നേരിട്ട് കണ്ടപ്പോൾ ഒരു സെൽഫി എടുക്കട്ടെ എന്നല്ലാതെ നിങ്ങളവിടെ ചുമ്മാ പോയി നിങ്ങൾ പോയി 4 കൊടുക്കാത്തെന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾ ഒരിടത്ത് പോയി മൂലയിൽ കയറി ഇരിക്കാതെ നിങ്ങൾ 2 കൊടുക്കാത്തത് എന്നേ ചോദിച്ചിട്ടുള്ളൂ. സോഷ്യൽ മീഡിയ വേറെയാണ്, ലോകം വേറെയാണ്. നിങ്ങൾക്ക് അപ്രീസിയേഷനെ വരുള്ളൂ. നിങ്ങൾക്ക് ബിഗ് ബോസ് നല്ലതേ, എനിക്കത് നല്ലതേ ചെയ്തിട്ടുള്ളൂ. ഞാൻ എടുത്തെടുത്ത് പറയാം. സാമ്പത്തികമായി ഞാൻ നല്ലതായി. പിന്നെ എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ആശങ്ക കുറഞ്ഞു. പിന്നെ എൻ്റെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ ഞാൻ ഓക്കെയാണ്. ചിലപ്പം വലിയ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നും കാണില്ല, പക്ഷെ ഒരു വലിയ ഡെപ്പോസിറ്റായിട്ട് അനാഥാലയം പോലത്തെ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്കുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഓക്കെയാണ്. എനിക്കിനി സിനിമ എന്ന സ്വപ്നമോ അല്ലെ മറ്റൊരു സ്വപ്നമോ ഒന്നും നടന്നില്ലേ പോലും ഐ ഹാവ് ഡൺ സംതിങ് എന്നൊരു ചിന്ത എനിക്ക് എവിടേക്കോ ഉണ്ട്. ഇനഫ് ആൻഡ് മോർ. എന്നെ സംബന്ധിച്ച് ബിഗ് ബോസ് പോസിറ്റീവാണ്. സോ നമ്മളൊരു സെഗ്മെന്റിലോട്ട് പോവാണ്, പറയാതെ വയ്യ. സോ ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ അത് പറയാതെ വയ്യ എന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാം. ഞാൻ കണ്ടു എന്റെ ലാസ്റ്റ്. സോ ബിഗ് ബോസ് സീസൺ 6 സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും ഒരു വില കൊടുക്കാത്ത മത്സരാർത്ഥികളാൽ സമ്പന്നമാണെന്ന് തോന്നുന്നുണ്ട്. അതിനകത്തൊരു ജെനുവിനിറ്റി ഫീൽ ചെയ്യുന്നത് വളരെ കുറവാണ്. പക്ഷെ അവർക്കൊക്കെ ഉള്ളിലൊരു സൗഹൃദം ഉണ്ടാവുമായിരിക്കും. പക്ഷെ അത് ഔട്ട്സൈഡ് ബ്രോഡ്കാസ്റ്റിംഗിൽ അത് അങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നില്ല. ഭയങ്കര ഒരു സൗഹൃദം, ഇതെന്നും ഒരു സുന്ദര കിസ ഫീലൊന്നും പോകുന്നില്ല. പക്ഷെ ഒരു കണക്കിന് നല്ലതാണ്, ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആണല്ലോ, അങ്ങനെ കളിക്കാൻ പറ്റും. പക്ഷെ എവിടേക്ക് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടാവാൻ ഒരു കാരണമാവും. അത് അങ്ങനെ കാരണമാവും. അത് ഉണ്ടായാലും പൊക്കോളും. ഇതൊന്നും നിലനിൽക്കില്ലെന്നേ. ഗബ്രിയും പിന്നെ ജാസ്മിൻ്റെ ഒക്കെ വിഷയം ഇപ്പൊ ഇവിടെ ഒരു സമയത്ത് അതാണ് സമൂഹത്തിന് അത്ര മതി, ബിഗ് ബോസിനും അത്ര മതി. ആ ഒരു സമയത്ത് ഇതിങ്ങനെ ചർച്ച ചെയ്യപ്പെടണം, പിന്നെ മാഞ്ഞു തേഞ്ഞ് പോകും. ആൻഡ് ഷോയുടെ TRP കൂട്ടാൻ മത്സരാർത്ഥികൾക്ക് രഹസ്യമായ സ്ട്രാറ്റജി ബിഗ് ബോസ് ഷോയുടെ അണിയറ പ്രവർത്തകരുണ്ട്. ചോദ്യം തീരുന്നതിന് മുമ്പേ പറഞ്ഞു. അത് പക്ഷെ നമ്മൾ കരുതുന്നത് പോലെ ഇങ്ങ് വന്നേ ഇവിടെ ഇരിക്കെ പിന്നെ ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു ഒരു ഹിന്റ് ഉണ്ട്. ആ ഹിന്റ് അതിപ്പോ ലാലേട്ടൻ വഴി തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. ശരിക്കും ഈ ഹിന്റ് വരും എന്നുള്ളത് ഷോ കേറുന്നതിന് മുമ്പ് പറയുന്നുണ്ടോ, അത് കേറി കഴിഞ്ഞിട്ട് കഴിവിനനുസരിച്ച് മനസ്സിലാക്കും. കറക്റ്റ്. അത് മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് പുറത്തു പോകുന്നത്. അത് മനസ്സിലാക്കാൻ പറ്റുന്നവൻ അതിനകത്ത് കൃത്യമായിട്ടെല്ലാം ഇങ്ങനെയാണ് ഗെയിം പോകുന്നത്, ഇങ്ങനെയാണ് ഗെയിം പോകുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മറ്റേ പ്രഡിക്ഷൻ കിങ് എന്നായിരുന്നു. പ്രഡിക്ഷൻ ഒന്നും ആയിരുന്നില്ല അത്. എനിക്ക് മനസ്സിലായി എന്റെ യുക്തിയാണ്, ഇതാണ് ഇങ്ങനെയാണ് സംഭവിക്കാൻ, അങ്ങനെ തന്നെ സംഭവിക്കും. ഈ ആഴ്ച ഇന്നയാൾ പോകും എന്ന് പറയുന്നത് ആ ആള് പോകുമ്പോ ഉള്ള ചില ലക്ഷണങ്ങളുണ്ട്. നമുക്കറിയാം അയാൾ പോകുമെന്ന് നമുക്കറിയാം. അത് അതിനകത്ത് നിൽക്കുന്ന ഒരാളുടെ യുക്തിബോധം അനുസരിച്ചിരിക്കും. ബിഗ് ബോസ് പോലൊരു ഷോ സെൻസറിങ്ങിന് വിധേയമാക്കണമെന്ന് എന്ന വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പല ഏരിയകളിൽ നിന്ന് ഞാൻ കേട്ടു. പക്ഷെ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതെങ്ങനെ, ഇതൊരു എന്റർടൈൻമെന്റ് ഷോ ആണ്. അതിനകത്ത് പങ്കെടുക്കുന്ന ആൾക്കാർ എഴുതി ഒപ്പിട്ടിട്ടാണല്ലോ ഈ പറഞ്ഞ പോലെ അഭിനയിക്കുകയും ചെയ്യുന്നത്. അത് ഒരു തരത്തിൽ അവർ അഭിനയിക്കല്ലേ, യഥാർത്ഥ ഐഡന്റിറ്റിയോടുകൂടി അതിനകത്ത് നിൽക്കുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ചിരിക്കും. ഒരാളും അവരുടെ യഥാർത്ഥ ഐഡന്റിറ്റിയോടുകൂടി ബിഗ് ബോസിനകത്ത് നിൽക്കാൻ ശ്രമിക്കുന്നില്ല. അവരെപ്പോഴും നല്ലതാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
ഞാൻ റിയലാണ് എന്ന് പറയുന്നത് ആരും റിയലൊന്നും അല്ല. ഞാൻ ഫേക്കാണെന്ന് പറഞ്ഞവരൊക്കെ ചിലപ്പോൾ റിയലായെന്ന് വരാം. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാര്യം ഇത് നമ്മൾ പൂർണ്ണ അറിവോടുകൂടി പോവല്ലേ. നമുക്ക് നെഗറ്റീവ് വരും, നമുക്ക് എതിരഭിപ്രായം വരും, നമുക്ക് നല്ല അഭിപ്രായം വരും, എന്നാലും നമ്മൾ അറിഞ്ഞുകൊണ്ട് പോവല്ലേ. അത് നമ്മൾ അവിടെ പിന്നെ സ്വന്തം വീട്ടിൽ അമ്മയ്ക്ക് ഒരു ഉരുള ഉരുട്ടി വായിൽ വെച്ച് കൊടുക്കാത്തവരെയൊക്കെ നിങ്ങൾ പ്ലേറ്റുമായിട്ട് പലരുടെയും പിറകെ പോയിരുന്ന് ഉരുട്ടി കൊടുക്കുന്നതാണ്. റിയലാണോ അത്? അല്ല, അതെങ്ങനെ റിയലാവും? അത് റിയലല്ല. പിറകെ നടന്ന് ചൊറിയും പോളിഫിറോസ്. അതിനകത്ത് പുറത്ത് നിങ്ങൾ കൊല്ലം വഴി പോകൂ, ചന്ദനത്തൊപ്പി പോകൂ, ഫിറോസിൻ്റെ വീട്ടിൽ പോകൂ, നിങ്ങൾക്ക് കിട്ടുന്ന സ്നേഹത്തിൻ്റെ നിറകുടമായിട്ടുള്ളൊരു മനുഷ്യനായിരിക്കും. അപ്പോൾ അതാണോ ഏതാ റിയൽ? അതുകൊണ്ട് ഇത് നമുക്ക് അതിനകത്ത് കാണുന്ന റിയലൊന്നും അല്ല മോനെ, അതൊരു ഷോയാണ്. അതിന് സെൻസറിങ് നടക്കൂല. പക്ഷെ അങ്ങനെ ഒരുപാട് വലിയ ചർച്ച ഞാൻ കണ്ടു. പക്ഷേ ഈ സെൻസറിങ്ങിനേക്കാൾ കൂടുതൽ പ്രേക്ഷകൻ കുറച്ചുകൂടി ഒന്ന് അവെയർ ആകുന്നത് നല്ലതാണ്. ഇതൊരു ഷോയാണ്. ഇതൊരു ഷോയാണ്. നമ്മൾ ഇരിക്കുക, കാണുക, കൈയടിക്കുക, അവനെ ചീത്ത വിളിക്കണം, വിളിക്കുക, ഇവനെ ഇത് പറയണം, പറയുക. ഷോ കഴിയുമ്പോൾ ഇത് വിടുക. സോഷ്യൽ മീഡിയ കയറി അവരെ അറ്റാക്ക് ചെയ്യാതിരിക്കുക. ആ അറ്റാക്ക് ചെയ്യുന്നത് എന്നെയൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് നല്ലതല്ലാതെ ദോഷം വന്നിട്ടില്ല. ആരൊക്കെ എൻ്റെ പേര് പറഞ്ഞ് കൂടുതലായിട്ട് റീച്ച് വന്നു എന്നല്ലാണ്ട്. പക്ഷെ അത് പെൺകുട്ടികളെ ബാധിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സീസണിൽ ഋതുവിനെ, സൂര്യയെ, ഇപ്പോൾ എനിക്ക് ഈ കുട്ടി, ഞാൻ വീണ്ടും പറയട്ടെ, ഞാൻ ജാസ്മിനെയോ അല്ലെങ്കിൽ ജിൻഡോയെയോ അല്ലെങ്കിൽ മറ്റൊരു കണ്ടസ്റ്റൻ്റോ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്കതിൽ സങ്കടം. എനിക്ക് ജിൻഡോയെ ഭയങ്കര ഇഷ്ടവുമാണ്, അൻസിബയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കുട്ടിക്കൊരു ഹൈജീനിറ്റി കുറവെന്ന് പറഞ്ഞൊരു ഇമേജ് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ പെൺകുട്ടികളുടെ അച്ഛനായതുകൊണ്ടാവാം എനിക്ക് നൊന്തു. അത് ഒഴിവാക്കാമാവുന്നത്, അത് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് കാണിക്കേണ്ട എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതികൾ കാണിക്കാതിരിക്കാമെങ്കിൽ അവർക്കിത് കാണിക്കാതിരിക്കാമല്ലോ. ഇത് കാണിച്ചാൽ ഇങ്ങനൊരു അവസ്ഥ വരും എന്നറിഞ്ഞുകൊണ്ട് ഒരാളുടെ ഇമേജ് റീബിൽഡ് ചെയ്യുന്നത് മോശമാണ്. അത്തരം സാധനങ്ങൾ എല്ലാ സീസണിലും അത് ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ. ഒരാൾ മാത്രം ടാർഗറ്റ് അത് ഇഷ്ടംപോലെ വട്ടം ഉണ്ടായിട്ടുണ്ട്. അത് ചെയ്ത പ്രവർത്തികളാൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അത് ഇനിയും പുറത്തു വരാനും ഉണ്ട്. പലതും പല ഏരിയകളിലും പലരും ഇനിയും പറയാനും ഉണ്ടെന്ന് തോന്നുന്നു. റോബിനൊന്നും ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ലല്ലോ. പുള്ളിയും ഇതിപ്പോ ലാസ്റ്റ് സീസണിലെ ഒരു സ്പെഷ്യൽ അപ്പിയറൻസിൽ അങ്ങനെ പോയ സമയത്ത് ഇന്നാളെ കൃത്യമായി എന്നുള്ളത് അന്ന് ആരും അത് ചർച്ച ചെയ്തില്ല. പുള്ളി എയർപോർട്ടിൽ നിന്ന് കൊടുത്ത സാധനമാണ്. ഇപ്പൊ പലപ്പോഴും അത് പൊങ്ങി വരുന്നുണ്ട്. അതാണ് അത്. ഇതൊക്കെ എവിടെ ഈ സത്യം സൂര്യനെ പോലെയാണല്ലോ. ഞാൻ അന്നത്തെ കാലം മുതലേ പറയുമായിരുന്നു. എനിക്ക് പുറത്തിറങ്ങിയപ്പോൾ ഇതിൻ്റെ ഒരു ക്രൂവിലെ നിതിൻ എന്ന് പറഞ്ഞൊരു മോനുണ്ട്. എൻ്റെ പ്രായമൊക്കെ വരും. ഈ ക്രൂവിനോടൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ചിലപ്പോൾ നമ്മൾ അവരുമായിട്ടായിരുന്നല്ലോ ഒരു 10-14 ദിവസം ക്വാറന്റൈൻ ദിവസത്തിൽ കണ്ടേ. ഇപ്പോൾ ഇവ ഇറങ്ങിയിട്ട് അപ്പം പുറത്തിറങ്ങുന്ന ഒന്നും അറിയുന്നില്ല. ഞാൻ പുറത്തിറങ്ങി ഉടനെ അവൻ്റെ അടുത്ത് പറഞ്ഞിക്ക പോയേക്കല്ല വെളിയിൽ വരുന്നത്, സങ്കടം തോന്നിയാൽ നിങ്ങൾ 3-ാമത്തെ ആഴ്ചയിലെ ടാസ്ക് അത് മറ്റേ രാജമാണിക്യം എന്ന് പറഞ്ഞൊരു ടാസ്ക് ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് കാണണം. നിങ്ങൾ പൊളിച്ച ടാസ്ക്കാണ്. ആ നിങ്ങളാണ് യഥാർത്ഥ നിങ്ങളുടെ പെർഫോമർ. ബാക്കിയൊക്കെ നിങ്ങൾ മനസ്സിൽ നിന്ന് കളയണം. ഇതൊരു ഷോയാണ്. ഇപ്പോഴും ഞാൻ ഓർക്കും അത്. എവിടെയെങ്കിലും ഒരിടത്ത് ബിഗ് ബോസ് എന്തുവായിരുന്നത് ഭയങ്കര എങ്ങനെ ഒരു കമന്റ് കണ്ടാൽ ഞാൻ ഓർക്കും അങ്ങനെയല്ല, ഞാൻ എന്താണ് എന്നുള്ളതിന്റെ കൃത്യമായ കോർ അവിടുത്തെ ക്രൂവിനറിയാം. അത് പക്ഷെ അവർ നിസ്സഹായരാണ്. അവർക്കൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലോ, അതിനനുസരിച്ച് പോളൂ. അങ്ങനെ പോളൂ. അത് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ്, മത്സരാർത്ഥികൾക്ക് വരുന്ന വോട്ട് കുറഞ്ഞാലും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ അവരെ പിടിച്ചു നിർത്താൻ ക്രൂവിന് കഴിയും. അതാണ് അതിന്റെ ബേസ്. അതായത് നിങ്ങളുടെ വോട്ടല്ല ഇതിനകത്തെ സംഗതി. ആ കണ്ടന്റ് എന്താണ്, അത് അയാൾ കൊടുക്കുന്ന കണ്ടന്റ് എന്താണ്, അതാണ്. അയാൾ കണ്ടന്റ് കൊടുത്തില്ല എങ്കിൽ ഇനി നിങ്ങൾ എത്ര വോട്ട് ചെയ്തിട്ടും ഒരു കാര്യമില്ല. അയാൾ കണ്ടന്റ് കൊടുക്കുമെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ അയാൾ നിൽക്കും. 75-ാമത്തെ എപ്പിസോഡ് എന്നെ പുറത്താക്കും എന്നത് 100% ഉറപ്പായിരുന്നല്ലോ. 100% ഉറപ്പായിരുന്നു. പുറത്താക്കാതിരിക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്തതെന്നറിയോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു 75-ന് ഞാൻ ഇരുന്നാൽ ഗെയിം മാറും. 5 ഗെയിം പ്രത്യേകിച്ച് മാറൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരാഴ്ച കൊടുത്ത കണ്ടന്റതാ. ഒരാഴ്ച ഞാൻ നോബി ഈ ആഴ്ച ഞാൻ പുറത്തു പോകും. പക്ഷെ ഞാൻ പുറത്തു പോയില്ലെങ്കിൽ കളി മാറും. ഈ ഒരാഴ്ച ഞാൻ ഒരു 10-250 തൊട്ടേ ഇത് പറഞ്ഞു. ഞാൻ ഇരുന്നു. ഇത് നമ്മളെ കൊടുക്കുന്ന കണ്ടന്റ് അനുസരിച്ചിരിക്കും പോലെ. അതിനുശേഷം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ നമ്മുടെ ഇല്ല. അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ഈ വീണ് കിട്ടുന്ന സാധനങ്ങളെ ഇംപ്രവൈസ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമുള്ളൂ. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ചില സീസണുകളിലെ ഫിസിക്കൽ അസോൾട്ടുകൾ ഷോ കണ്ണടച്ച് കളഞ്ഞിട്ടുണ്ട്. ഉണ്ട്. ഈ ഭയങ്കര സത്യസന്ധമായിട്ടാണ് പിന്നെ ഷോയെ വിലയിരുത്തുന്നത് തോന്നുന്നു. അങ്ങനെ കണ്ണടച്ച് കളഞ്ഞിട്ടുണ്ട്. ഈ ഇപ്പോഴത്തെ ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്നതൊക്കെ ക്രിമിനൽ കേസ് എടുക്കേണ്ട ഫിസിക്കൽ അസോൾട്ട് ആണല്ലോ. അത് ഭയങ്കര ക്രിമിനൽ, അതൊരു ഒരു ഒരു റിയൽ ഫിസിക്കൽ അസോൾട്ട് അല്ലേ. എനിക്ക് റിയാസിൻ്റെയും റോബിൻ്റെയും സംഗതിയിലെ ഫിസിക്കൽ അസോൾട്ട്
വെച്ച് ഇത് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല അല്ലേ. അത് ഇത് വെച്ച് നോക്കുമ്പോൾ അതൊരു ഫിസിക്കൽ അസോൾട്ട്. അത് സ്വാഭാവികമായിട്ട് അതിനകത്ത് നിന്നൊരു ഗെയിം വന്നു, ആ ഗെയിമൊക്കെ കഴിഞ്ഞിട്ട് കൊല്ലനുണ്ടായി. പക്ഷെ എന്നിരുന്നാലും ഇത്രയും മാത്രം അപകടകരമായിട്ടുള്ള സംഗതിയല്ല. ഒരാളെ പിടിച്ച് തള്ളുക എന്ന് പറയുന്നത്, ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഫിസിക്കൽ അസോൾട്ടാണ്. അത് റിയാസിനൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഇത് വെച്ച് കമ്പയർ ചെയ്ത് അതിനെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ആ ഒരു കാരണത്താൽ നമുക്ക് റോബിൻ പുറത്തു പോകാനൊന്നുമുള്ളത് അതിനകത്തില്ല. അതിനേക്കാളൊക്കെ വലിയ എത്രയോ ഫീൽ. ഞാനും മണിക്കൂട്ടനും എന്തോരം അടി കൂടിയിട്ടുണ്ട്. ഞാൻ മണിക്കൂട്ടനെ പിടിച്ചു തള്ളിയിട്ടുണ്ട്, മണിക്കൂട്ടൻ എന്നെ പിടിച്ചു തള്ളിയിട്ടുണ്ട്. അതാ നമ്മൾ അതിൽ എവിടെ ഗെയിം പിടിക്കണം എന്നുള്ള അനുസരിച്ചിരിക്കും. മണി എന്നെ പിടിച്ച് തള്ളി, അല്ലെ ഞാൻ മണിയെ പിടിച്ച് തള്ളി, അല്ലെ ഫിറോസും ഞാനും തമ്മിൽ പരസ്പരം തള്ളായി. ഇപ്പം ഇതിൽ ഞാൻ പറയുകയാണ് എന്നെ തള്ളി ഇവൻ പുറത്താവണം എന്ന്. ഞാൻ ഗെയിമാക്കുന്നതനുസരിച്ചാണ് അതിരിക്കുന്നത്. പിടിയോ അതിലന്ന് റിയാസിന് അതങ്ങനെ ആക്കാൻ ഉള്ള ബ്രില്യൻസി ഉണ്ടായി. ഏറ്റവും വലിയ ഒപ്പണൻ്റ് ആയിരുന്ന ആൾ പുറത്തായി. അത് ബ്രില്യൻ്റ് ഗെയിമാണ്. പക്ഷേ അത് സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള കണ്ണടക്കലേക്കുണ്ട്. ആൻഡ് ബിഗ് ബോസ് അൾട്ടിമേറ്റ് എന്ന തീം മലയാളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണ്. അങ്ങനെ ഡിഫിക്കൽട്ടൊന്നും അല്ല. അതായത് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഗസ്റ്റായിട്ട് വിളിക്കുമ്പോൾ എല്ലാവരും പോകുന്നുണ്ടല്ലോ, അതൊക്കെ പോകും. നമുക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ ആരാണ് പോകാത്തത്? എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ചിരി വരും. നമ്മൾ എന്നെ വിളിച്ചാൽ ഞാൻ പോകില്ല എന്ന് ചുമ്മാ പറയുന്നത്. വിളിച്ചു നോക്കൂ, വിളിക്കുമ്പോൾ കാശിന്റെ ബാർഗൈനിങ് വരും. അങ്ങനെ കാശ് കൊണ്ട് അങ്ങനെ ഒരു അട്രാക്റ്റീവ് ചെയ്തുകൊണ്ടാണോ ഒരു പക്ഷേ അഖിൽ മാരാർ വിഷയത്തിൽ അതേ രീതിയിൽ സംസാരിച്ചു എന്ന് മാരാർ തന്നെ പറയുമ്പോഴും സാവുമോൻ അതിനൊപ്പം സംസാരിക്കുമ്പോഴും പിന്നെ കാണുന്നത് ഈ സീസണിൽ തന്നെ ഒരു എൻട്രിയാണ് ഗസ്റ്റ് റോളിൽ. എവിടേക്കോ നല്ല കാശ് കിട്ടിയിട്ടുണ്ടാവും. ആ കിട്ടിയിലെ ആ നിലപാട് മാറിയതാണോ? പുള്ളിയുടെ നിലപാടിനൊന്നും മാറ്റമൊന്നുമില്ല. പുള്ളി ഇപ്പം ഞാൻ എന്നോട് രഹസ്യമായി സംസാരിക്കുന്നത്, അതായത് ക്യാമറ ഓഫിന് മുമ്പ് സംസാരിക്കുന്നത് ക്യാമറ ഓൺ ചെയ്യുന്ന സംസാരിക്കുന്നത് രണ്ടാണല്ലോ. ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ ഞാനെന്ന വ്യക്തി ഈ എന്ന വ്യക്തിയോട് എന്ത് സംസാരിക്കണമെന്ന് എനിക്കറിയാം. ക്യാമറ ഓൺ ചെയ്യുമ്പോൾ ഈ എന്ന വ്യക്തി വഴി എനിക്ക് പ്രേക്ഷകനോട് എന്ത് സംസാരിക്കണമെന്ന് എനിക്കറിയാം. ഷാബുചേട്ടൻ അതല്ലേ ചെയ്തത്? ഷാബുചേട്ടന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലൂടെ പ്രേക്ഷകന് കൊടുക്കേണ്ട എന്തോ പുള്ളി അത് ചെയ്തു. അഖിൽ മാരാർന്ന സുഹൃത്തിനോട് പറയേണ്ട എന്തോ അത് ചെയ്തു. അങ്ങനെ എടുത്താൽ പോരെ. അതെന്തുകൊണ്ട് അഖിൽ അങ്ങനെ എടുത്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്നോടിപ്പോൾ ഷാബുചേട്ടൻ, ഞങ്ങൾ കമ്മ്യൂണിക്കേഷനിലുള്ള ആളാണ്. ഷാബുചേട്ടൻ എന്നോട് പറയുന്ന പല കാര്യങ്ങളും പുള്ളി സോഷ്യൽ മീഡിയയിൽ വേറെ പറയാറുണ്ട്. അതിനെന്താ? സോഷ്യൽ മീഡിയയിൽ പറയേണ്ട കാര്യമാണ് പുള്ളി അവിടെ പറയുന്നത്. എന്നോട് പറയേണ്ടതാണ്. അപ്പോൾ അഖിൽ മനസ്സിലാക്കേണ്ടിയിരുന്നത് അഖിലിനോട് ഷാബുചേട്ടന് പറയേണ്ട കാര്യം അതായിരുന്നു. അതല്ല പുള്ളിക്ക് പ്രേക്ഷകരോട് പറയേണ്ടത്. അത് ചില കാര്യങ്ങൾ നമ്മൾ സുഹൃത്തുക്കളോട് പറയുന്നത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നടക്കോ? ഇല്ല. അതിനെ കുറച്ചുകൂടി മാനുഷികമായി സൗഹൃദപരമായി മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. എവിടേക്കോ ബിഗ് ബോസ് അൾട്ടിമേറ്റ് ഉണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് എവിടേക്കോ ചർച്ചകളിൽ വരുന്നത് ഈ ഓരോ സീസണിൽ ഇറങ്ങുന്ന മത്സരാർത്ഥികളിലെ എവിടേക്കോ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ തുറന്ന് കാണിക്കണേ, ഒന്നും തുറന്നു പറയരുതേ എന്ന് കാണിക്കാനുള്ള ഒരു ഇൻഡയറക്റ്റ് വാല്യൂ കൂടിയാണോ സത്യത്തിൽ? അല്ല, അങ്ങനെ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളെല്ലാം പറയണമല്ലോ. എന്നോട് ഒരിക്കലും ഇവിടെ അൾട്ടിമേറ്റം വരും അപ്പം നിങ്ങൾ പുറത്ത് പറയാം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പകരം എന്നോട് പറഞ്ഞിട്ടുള്ളത് അൾട്ടിമേറ്റം 5 സീസണുകൾ കഴിഞ്ഞാൽ നോർമലി ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ തന്നെ ആയിരിക്കും പ്രോസസ്സ്. അത് ടി വിയിൽ വരില്ല, പകരം ഓൺലൈനാണ് വരുന്നത്. നിങ്ങൾ ഒരു പുതിയൊരു എഗ്രിമെന്റ് ഉണ്ടാക്കും, അതിന്റെ കാശ് സംഗതി നിങ്ങൾക്ക് താല്പര്യമുള്ള പങ്കെടുക്കാം, താല്പര്യമില്ല പങ്കെടുക്കാം. അങ്ങനെയാണ് സംസാരിച്ചത്. താല്പര്യം നമ്മുടേതാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും പോകും. അത് പ്രശസ്തിയും പണവും എന്ന് പറയുന്നത് രണ്ടും അത് പ്രലോഭനമല്ല മോനെ. അത് അടിസ്ഥാനപരമായ ഒരു കലാകാരന്റെ ആവശ്യമാണ്. ഇപ്പൊ പണം തന്നില്ല എന്ന് വെച്ചോ, പ്രശസ്തി ഇട്ടോ ഈ പോവും. ഒരു കലാകാരനാണല്ലോ. നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ ഒരു ഇമ്പാക്ട്, അത് നമ്മൾ ഭയങ്കര, അതിലൂടെ നമ്മൾ ഭയങ്കര പാഷനാണല്ലോ. കാശ് വളരെ കുറച്ചാണെങ്കിലും നമ്മൾ പോകും. 5000 രൂപയ്ക്ക് പണിയെടുത്ത ആൾക്കാരെ നമുക്കറിയാം. നമ്മുടെ സീസണിൽ 5000 രൂപ ഒരു ദിവസം മേടിച്ചുകൊണ്ട് അവിടെ കിടന്ന് വഴക്ക് മുഴുവൻ വാങ്ങിക്കൂട്ടി. ചിലപ്പോൾ ഈ പറഞ്ഞ അയാളെ ഒരുപാട് നാളെ നിർത്തിയിരുന്നു. 10, 60, 70 ദിവസം കണ്ടായിരുന്നു. അത്രയും ലാഭമല്ലേ കമ്പനി. അങ്ങനെയുള്ളത് ഉണ്ട്. പിന്നെ ഇതിനെല്ലാത്തിനും രസമായിട്ട് കണ്ടാൽ നല്ല രസമാണ്. ഇതിനെയൊക്കെ ഭയങ്കര പ്രൊവോക്കിംഗ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനൊരു കാഴ്ചപ്പാടി കണ്ടാൽ അത് അങ്ങനെയാണ്. ആൻഡ് ഫൈനലി കിടിലൻ ഫിറോസ് എന്ന് പറഞ്ഞ് കേട്ടു തുടങ്ങിയ ആളാണ്. ആ കിടിലൻ ഫിറോസിനെ പിന്നീട് കേട്ടത് നന്മമരം കളിക്കുന്നു എന്ന വ്യക്തിനെയാണ്. എവിടേക്കും ചെയ്യുന്ന കാര്യങ്ങളിൽ ഇത്തരം വിളികൾ, വിമർശനങ്ങൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്നതാണെങ്കിൽ പോലും ചെയ്യുന്ന കാര്യങ്ങളിലെ തിരുത്തി ചിന്തിക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്തിട്ടുണ്ട് വ്യക്തിപരമായിട്ട്? അങ്ങനെ ഇന്നുവരെ ചെയ്തിട്ടില്ല. എനിക്കത് ചെയ്യാൻ തോന്നുന്നില്ല. കാരണം എന്നത് ബാധിക്കുന്നില്ല. ഈ പറഞ്ഞ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുറേ മനുഷ്യരിലാണല്ലോ. അവർക്ക് വയ്യ. ഇവര് വേറൊരാൾ എന്നെ വിമർശിക്കുക എന്ന് പറയുന്നതിനെ കുറിച്ച് ഓർത്ത് ഞാൻ ഡൗൺ ആയിരുന്ന ഈ വയ്യാത്തൊരാളിലേക്കോ അല്ലെങ്കിൽ എൻ്റെ സഹായം എത്തേണ്ട ഒരു മനുഷ്യൻ. ഇപ്പം നമ്മളിത് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ പോകുന്നത് ഏകദേശം ഒരു 100-200 കുട്ടികൾക്കുള്ള നടന്ന സ്കൂൾ വർക്കാണ്. കുട്ടികൾക്കുള്ള സാധനം ചെല്ലം അംബ്രല മാട്ടം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ കുറേ മനുഷ്യർ ചേർന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ മറ്റേ ചുടുകല്ലെടുത്ത് ഇപ്പുറത്ത് കൊടുക്കുന്ന ജഗതി ചേട്ടൻ്റെ അതേ റോളിൽ നിന്നാൽ മതി. ഇത് കൊണ്ടുപോയി അർഹതപ്പെട്ട കുറേ പേരുടെ നമ്പർ എൻ്റെ ഉണ്ട്, അവരിലേക്ക് ഇത് എത്തിക്കണം. അതിൻ്റെ വീഡിയോ ഒന്നും ചിലപ്പോൾ നമ്മൾ ചെയ്തെന്ന് വരില്ല. ഇത് അങ്ങനെ എടുത്ത് കൊടുക്കുന്നതാണ്. ഞാൻ എന്തിനു മറ്റേ ശ്രദ്ധിക്കണം? നമുക്ക് ചെയ്യാൻ കുറേയേറെ കാര്യങ്ങളുണ്ട്. ഞാനിത് ചെയ്യുന്നത് മുഴുവൻ എൻ്റെ മക്കൾ കാണാൻ വേണ്ടി മാത്രമാണ്, നിങ്ങൾ കാണാനല്ല. എൻ്റെ മക്കൾ കാണണം. പപ്പ ഇത്രയായിരുന്നു പപ്പയുടെ വരും. അവർക്കറിയാം എൻ്റെ ശമ്പളം എത്രയാണെന്നറിയാം,
എൻ്റെ എക്സ്ട്രാ ഇൻകം അറിയാം, എൻ്റെ പിന്നെ സോഷ്യൽ മീഡിയ ഇൻകം അറിയാം, എൻ്റെ ഇനാഗുറേഷൻ ചാർജ്, എൻ്റെ ഒരു ടോട്ടൽ ഇൻകം ഞാൻ ഫാമിലിയാണ് ഏൽപ്പിക്കുക. എൻ്റെ ഒരു അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ കംപ്ലീറ്റ്ലി ഇതാണെന്ന് പറഞ്ഞാൽ കുടുംബം അറിയണമല്ലോ, ഇതാണ് നമ്മുടെ വരുമാനം, നമ്മുടെ ഇൻഷുറൻസുകൾ ഇത്രയുണ്ട്, നമ്മുടെ ഇത് ഫിക്സഡ്, അതറിയണം അവർ, എഡ്യൂക്കേഷണൽ പ്ലാൻ ചെയ്ത്. അപ്പം അവരാണ് കാണേണ്ടത്. പപ്പയ്ക്ക് ഈ മാസം കിട്ടിയ പൈസ ഇത്രയാണ്, ഈ പൈസയിൽ നിന്ന് ഇത്ര പൈസ എടുത്ത് പപ്പ ഇത് ചെയ്തു. അത് അവരെ എന്തെങ്കിലും പഠിപ്പിക്കാനല്ല, എന്നെക്കുറിച്ച് അവർ നല്ല ചിന്തിക്കാനുമല്ല. ഭാവിയിൽ അവർ വഴി വേറെ കുറേ മനുഷ്യർക്ക് ഗുണമുണ്ടാകുന്നെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം അവർക്ക് ഉണ്ടായാലുണ്ടാകട്ടെ എന്ന് എഴുതി. എന്നെ അവിടെ മറ്റൊരാൾ വന്ന് കമൻ്റ് അടിക്കുന്നത് ബാധിക്കുന്നേയില്ല. പിന്നെ ഇതിൽ ഞാൻ ഗുരുവായിട്ട് കാണുന്ന നോബിയാണ്. നോബി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ കമൻറ്റ് കാണേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? സോഷ്യൽ മീഡിയ നോക്കുന്നത് കൊണ്ട്. നമുക്ക് ഇടേണ്ടത് ഇടുക, അങ്ങ് പോവുക. കമൻറ്റ് അവർ വന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അത് പോയിരുന്ന് വായിക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞത് 100% ശരിയാണ്. പിന്നെ എന്നെ അങ്ങനെ ആക്രമിക്കുന്നവരൊന്നും ഇല്ല, തളരുന്നവനല്ല. തളർച്ചയുടെ അല്ല, അങ്ങനെ ആക്രമിക്കില്ല. നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു കള്ളത്തരം ഉണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യും. എത്രയോ വലിയ വൻമരങ്ങൾ വീണു. നമ്മൾ ചെയ്യുന്നത് കള്ളത്തരമാണെങ്കിൽ അത് സെൻസ് ചെയ്യും, അത് മനുഷ്യ സഹജമായൊരു സാധനമാണ്. നമ്മൾ ചെയ്യുന്നത് ന്യായമുള്ളൊരു കാര്യമാണെങ്കിൽ അതും മനുഷ്യന് സെൻസ് ചെയ്യും. എന്നാലും എതിര് പറയാനുള്ള ആൾക്കാർ കാണും, പക്ഷേ ആ എതിര് പറയുന്നവർക്കും അറിയാം വേറെ ആൾക്കോ ഗുണം കിട്ടുന്ന. ഫിറോസ് കുന്നംപറമ്പിലിനെയൊക്കെ വിമർശിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അയാളെ വിമർശിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ അറിയോ, അയാളുടെ സർവീസ് എത്ര പേർക്കെത്തി? നിങ്ങൾ അയാളുടെ പേഴ്സണൽ വീഡിയോ എടുത്ത് വെച്ചിട്ട് അലക്കുന്നു, അയാളെ അങ്ങനെ ചെയ്യുന്നു, രാഷ്ട്രീയപരമായിട്ട് നേരിടുന്നു. ഈ അലക്കിയവരോ കമൻ്റ് ഇട്ടവരോ അങ്ങനെ ഒരു മനുഷ്യന് ഉപകരിച്ചിട്ടുണ്ടോ? അപ്പോൾ പറയും ഞങ്ങൾ ഉപകരിക്കുന്നുണ്ട്, ഞങ്ങൾ സോഷ്യൽ മീഡിയയിലെ കൊന്തമാണ്, ഉപകരിക്കുകയുമില്ല, സോഷ്യൽ മീഡിയ പറ്റിയാൽ പോയി ഇടുകയും ചെയ്യും. മനുഷ്യന് വിമർശിക്കാൻ ഇഷ്ടമാണ്, അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചവരുടെ പ്രശ്നമൊന്നുമില്ല. ഈ പ്രവർത്തികൾ തുടരട്ടെ, വളരട്ടെ, പ്രകാശം പരക്കട്ടെ. വരുന്നു, നിറയട്ടെ. ഇനി എടാ പൊന്നുമോനെ, ഇതിന്റെ അപ്പുറത്തെ പ്രൊവോക്കേഷൻ കണ്ടാണ് ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത്. ഇതില് പ്രൊവോക്ക് ചെയ്തിട്ടുള്ള എവിടെയെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തോ? നീ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങിയിരിക്കുന്നത് എന്നെ എങ്ങനെ പ്രൊവോക്ക് ചെയ്യാന്നുള്ളത് വെച്ചിട്ടാണ്. എടാ പൊളിഫിറോസ് വന്നിട്ട് ഞാൻ തളർന്നിട്ടില്ല, പൊളിഫിറോസിന്റെ അപ്പുറത്തെ ആൾക്കാർ വന്നിട്ട് തളർന്നിട്ടില്ല, നമ്മുടെ സൊസൈറ്റിയിലെ പല കൊടുകെട്ടിയ ആൾക്കാർ വന്ന് അതും ഇതും പറഞ്ഞിട്ട് തളർന്നിട്ടില്ല. ഇനി എത്ര വിചാരിച്ചാലും ഏത് തരത്തിൽ വിചാരിച്ചാലും ഞാൻ ഈ പില്ലോ എടുത്ത് ഇങ്ങനെ എറിഞ്ഞ് ഇവിടുന്ന് പോകുമെന്നാണ് നിന്റെ ധാരണയെങ്കിൽ, ഞാൻ ഈ ലേപ്പിൾ എടുത്ത് കളഞ്ഞിട്ട് പോകുമെന്നുള്ളതാണ് നിന്റെ ധാരണയാണെങ്കിൽ നടക്കില്ല. അങ്ങനെ നടക്കാത്തൊരു ഇന്റർവ്യൂ വരുന്നുണ്ട് അവന്റെ. പോകൂലേടാ പ്രൊമോയ്ക്കുള്ളത്.